തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ദീർഘായുസോടെ ഇരുന്ന് ഞാൻ കർത്താവിൻ്റെ സമൃദ്ധി അനുഭവിക്കുക തന്നെ ചെയ്യും. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യേ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന് പറയും. ഒരനർത്ഥവും എനിക്ക് വരത്തില്ല, ഒരു ബാധയും എൻ്റെ കൂടാരത്തിൻ്റെ മേൽ അടുക്കത്തില്ല. യഹോവ എൻ്റെ സഹായമാകുന്നു. നന്ദി കർത്താവേ. നേറ്റു പറഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ സകലത്തിലും ഇന്ന് സഹായിക്കുന്നല്ലോ. വലിയ പ്രതീക്ഷയോടെ വേണം. നിങ്ങളൊരു സാധാരണ പ്രാർത്ഥനയിലോ സാധാരണ ഒരു പള്ളിയിൽ നമ്മൾ പോകുന്നു, ഒരു ചടങ്ങ് പോലെ നമ്മൾ പോയി എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തീർത്തിട്ട് വരാൻ നിങ്ങൾ വരരുത്. വലിയ പ്രതീക്ഷയോടെ വരണം. പ്രത്യേകിച്ച് ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്നത്, ഞാൻ എപ്പോഴും ഇത് പറയുന്നത്, ഒന്ന് നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ തന്നെ നമ്മുടെ പ്രെയറിൻ്റെ നടക്കാൻ പോകുന്ന ഈ മാസം നടക്കാൻ പോകുന്ന 3 മീറ്റിങ്ങുകളുടെ ഡീറ്റെയിൽസുകൾ കാണും. നിങ്ങൾക്കത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നടക്കാൻ പോകുന്ന പ്രാർത്ഥനകളിൽ പങ്കുചേരുക. വലിയ ദൈവപ്രവർത്തികൾ കാണാൻ വേണ്ടി പറ്റും. വലിയ ദൈവം, എൻ്റെ കഴിവോ പ്രാപ്തിയോ നടക്കുന്ന ആരുമല്ല, അവിടെ വരുന്ന ആരും മിടുക്കന്മാരൊന്നുമല്ല. യേശു കർത്താവ് സർവശക്തനായ ദൈവമായതുകൊണ്ട് നമുക്ക് എറണാകുളം മുതൽ ഫെബ്രുവരി 18 എറണാകുളത്തുണ്ട്, കൊല്ലത്ത് 20-ാം തീയതി ഉണ്ട്, 24-ാം തീയതി കോട്ടയത്ത് പ്രാർത്ഥന നടക്കുന്നു. അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങളുള്ള, എത്ര ദിവസം കൂടെ നമ്മുടെ പ്രാർത്ഥനയ്ക്കുണ്ട്? എത്ര ദിവസം കൂടി ഉണ്ട് നമുക്കിനി പ്രാർത്ഥനയെ തുടങ്ങാൻ? നമ്മളിപ്പം എറണാകുളം വെച്ചാണ് സ്റ്റാർട്ടിങ് മുതലാണ് തുടങ്ങുന്നത്. എറണാകുളം സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് അതിന്റെ ഡേറ്റ് ഒന്ന് പറഞ്ഞു. 12 21 ഇല്ല, 12 എന്നാൽ 13. ഓക്കെ, 12 13 എന്തായാലും കർത്താവിൻ്റെ കൃപയാൽ നമുക്കിനി 13 ദിവസം കൂടെ ഉള്ളൂ ദൈവസന്നിധിയിൽ. അപ്പം വലിയ പ്രതീക്ഷയോടെ കർത്താവിൻ്റെ കൃപയാൽ പ്രാർത്ഥനയോടെ തന്നെ വരിക. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വീണ്ടും പറയുകയാണ്, കർത്താവിൻ്റെ ആലോചന നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യുവാൻ ഇടയായിത്തീരും. അത് നിങ്ങൾ പ്രാർത്ഥിക്കുക, അവിടെ കർത്താവ് നിങ്ങളോട് സംസാരിക്കുക തന്നെ ചെയ്യും. ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്നത്, വീണ്ടും ഓർപ്പിക്കുകയാണ്, ഞാൻ ആഗ്രഹിക്കുന്നതും ഞാൻ പ്രാർത്ഥിക്കുന്നതും ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചതിന് ശേഷമേ ആ ഓഡിറ്റോറിയം വിട്ട് ഞാൻ പോകുവാൻ ദൈവകൃപയിൽ ആഗ്രഹിക്കുന്നുള്ളൂ. കർത്താവ് അവിടെ നിർത്തുവാൻ ശക്തി തരും. ദൈവം നമ്മളെ നടത്തും. ദൈവം എല്ലാ മീറ്റിങ്ങിലും സഹായിക്കും. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. അപ്പം നിങ്ങൾ റെഡിയാകുക. അവിടെ നിങ്ങൾ നേരത്തെ എത്തുക, താമസിച്ചാലും വരരുത്. എല്ലാ ഹോളിലും ആയിക്കോട്ടെ, നിങ്ങൾ നമ്മുടെ പ്രെയർ ലൈനിലുള്ള സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെടുക. അവിടെ കസേര ഇടുന്നത് പോലും ശുശ്രൂഷയായിട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കസേര അങ്ങനെയില്ല. അത് നിങ്ങൾ ആരും ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ റെഡിയാണ്. ഞാൻ യാത്ര കഴിഞ്ഞ് വരുന്നതുകൊണ്ടാണ്. അതെനിക്ക് അനുഗ്രഹമാണ്. അതും എനിക്ക് കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി നമ്മൾ വിതയ്ക്കുന്നത് മാത്രമല്ല, അതും സുവിശേഷ വേലയാണ്. അതിനും പ്രതിഫലമുണ്ട്. ഒരു കസേര ഇടുന്നതായിക്കോട്ടെ, ഒരു ബെഞ്ച് പിടിക്കുന്നതായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, കർത്താവിൽ എല്ലാത്തിനും പ്രതിഫലമുണ്ട്. അപ്പോൾ ഒരു മടിയും കൂടാതെ തലേദിവസം മുതലേ നമ്മളവിടെ ആളുകൾ അതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കും. നിങ്ങൾക്കും വന്ന് കൂടാം. ഒരു നിബന്ധനയൊന്നുമില്ല, ആർക്കും അതിൽ പങ്കുചേരാം. അതൊക്കെ ഒരു ശുശ്രൂഷയായിട്ട് പ്രതിഫലം സ്വർഗം തരുന്നതാണ്. ആരും ചിരിച്ചില്ലെങ്കിലും മൈൻഡ് ചെയ്തില്ലെങ്കിലും കർത്താവിന് വേണ്ടി എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കാൻ ഒരു കസേര ഇടാനാണ് കർത്താവ് എനിക്ക് കൃപ തന്നെങ്കിൽ അത് സന്തോഷത്തോടെ ചെയ്തോണം. കർത്താവ് ആർക്കും കടക്കാരനല്ല. ദൈവം പ്രതിഫലം തരും. ആരും അവിടെ ഒന്ന് മസിൽ പിടിച്ചിരിക്കേണ്ട. ദൈവത്താൽ നമുക്ക് ഒരുമിച്ച് കൂടാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. അപ്പോൾ എത്ര പേര് റെഡിയാണ് വരാൻ വേണ്ടി ഇരിക്കുന്നത്? എത്ര പേര് റെഡിയാ? ആമേൻ. അപ്പൊ എല്ലാവരും റെഡിയാവരും, താമസിക്കരുത്. നമ്മൾ പ്രാർത്ഥന 10 മണിക്ക് ആരംഭിക്കും. 10 മണിക്കാണല്ലോ, എന്നാൽ പിന്നെ 11 മണിക്ക് എത്തിയാൽ മതി എന്നുള്ളതല്ല. 10 മണി, നിങ്ങളെക്കാളും മുമ്പ് കർത്താവ് കാണും. കർത്താവിൻ്റെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ ആരും ലേറ്റ് ആകണ്ട. ചാടി നിന്നോണം, പ്രാർത്ഥിച്ചുകൊണ്ട് വന്നോണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്പർശിക്കേണ്ടതിന്, നിങ്ങളെല്ലാ കാര്യങ്ങളിലും അനുഗ്രഹിക്കേണ്ടതിന്. എറണാകുളം മുതൽ നമ്മളൊരു യാത്രയാണ്. എല്ലാ മീറ്റിങ്ങിലും
എൻ്റെ ഒപ്പം ഇങ്ങനെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് സ്വാഗതം, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് 3 മീറ്റിങ്ങിലും പങ്കുചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ധൈര്യത്തോടെ പോരുക, കർത്താവ് സഹായിക്കും. വാഹനമൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒരാളെയും കൂടെയൊക്കെ ഒന്ന് സഹായിക്കണം. നമുക്ക് കർത്താവ് വാഹനം തന്നിരിക്കുന്നത് നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയല്ല, 2 പേരാണ് കയറ്റിയാൽ അതിനും കർത്താവ് നമുക്ക് പ്രതിഫലം തരും. യേശുക്രിസ്തു പറഞ്ഞതുപോലെ, ഞാൻ നഗ്നനായി വന്ന് നീ എന്നെ ഉടുപ്പിച്ചില്ല, ഞാൻ ദാഹിച്ചു വന്ന് എനിക്ക് വെള്ളം തന്നില്ല, ഞാൻ വിശന്നു വന്ന് എനിക്ക് ആഹാരം തന്നില്ല എന്ന്, ഞാൻ മുറിവേറ്റവനായി വന്ന് നീ എൻ്റെ മുറിവുകളെ കെട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ, കർത്താവ് നീ എപ്പോഴാണ് ഇങ്ങനെയൊക്കെ വന്നെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ ഒരുവൻ എനിക്ക് അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ എനിക്ക് ചെയ്യുന്നത് പോലെയാണ് കർത്താവ്. അപ്പോൾ നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ അത് കർത്താവിന് ചെയ്യുന്നത് പോലെയാണ്. കർത്താവ് നമുക്കതിന് പ്രതിഫലം തരുവാൻ ഇടയായിത്തീരും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്നലെ കേട്ട വചന ചിന്ത എന്താണെന്നുള്ളത് ആരെങ്കിലും ഓർമ്മയുണ്ട? വചനം പറയല്. കഴിഞ്ഞ ദിവസങ്ങളിലെ വചനമല്ല, ഇന്നലെ കേട്ട വചനചിന്ത. വചനമല്ല, വചനചിന്ത. നമ്മൾ ഓരോ ദിവസവും ഓരോ വിഷയമാണ് പഠിക്കുന്നത്. എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ വിശ്വസിക്കണം, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് ആത്മാവിൽ ഉപയോഗിക്കേണ്ടത് എന്നെല്ലാം ഓരോ വിഷയങ്ങളാണ്. അപ്പോൾ അത് കേട്ടതിൽ വെച്ച് നിങ്ങൾക്ക് മനസ്സിലായൊരു ചിന്ത ഒന്ന് പറഞ്ഞു. ഏതവസ്ഥയിലും ജയാളിയായി ജീവിക്കുക. ഏത് പ്രതിസന്ധി വന്നാലും തളരില്ല. ഏതവസ്ഥയിലും ജയാളിയായി ഉയർത്തിപ്പിടിക്കണം. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ള ചിന്ത. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ സൂം പ്രെയർ നിങ്ങൾ കട്ടിലൊക്കെ കിടന്നുകൊണ്ടാണ് കാണുന്നതെങ്കിൽ ചാടി ഒന്ന് എണീറ്റ് ഏകദേശം ഒരു അരമണിക്കൂറോളം ഒന്ന് ചാടിയിട്ട് എന്നിട്ട് നമുക്ക് പിന്നെ ഉറങ്ങാം. കിടന്നുകൊണ്ട് കേട്ടാൽ നമ്മൾ ഉറങ്ങിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്ത്, ഞാൻ പറഞ്ഞു, നിങ്ങളെ കർത്താവ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒന്ന് ചാടി എണീറ്റ് നിങ്ങളൊന്ന് ദൈവസന്നിധിയിൽ ഒന്ന് ഇരുന്നൊക്കെ ആയിട്ട് എന്തായാലും അരമണിക്കൂറാണ്. നമ്മൾ റിലാക്സ് ചെയ്ത് കേൾക്കരുത്. വചനം ഒരിക്കലും റിലാക്സ് ചെയ്ത് കേൾക്കരുത്. കാരണം വെച്ചാൽ ഏത് സമയത്താണ് കഴിഞ്ഞ ദിവസം ഇന്നലെ സഹോദരി സാക്ഷ്യം പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടത് എനിക്കറിയത്തില്ല. ആ സഹോദരി പറഞ്ഞൊരു സാക്ഷ്യം തുടക്കത്തിൽ കൂടെ ദൈവാത്മാവ് ഒരു പ്രവചനാലോചന ഇടപെട്ടായിരുന്നു. എന്തോ ഒരു സുനി എന്ന് പറഞ്ഞ ഒരു സഹോദരിയെ കർത്താവ് സ്പർശിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കൂട്ടുകാരിക്ക് ഒരാൾക്ക് അയച്ചു കൊടുത്തു, ഒരാൾക്ക് 2 പേരുടെ പേര് വെളിപ്പെട്ടപ്പോൾ ഒരാൾക്ക് അയച്ചു കൊടുത്തു, ഒരാൾക്ക് സഹോദരി അയച്ചു കൊടുത്തില്ല, ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഒരു തോന്നൽ, എന്നാൽ പിന്നെ കുറേ ഒന്ന് അയച്ചു കൊടുത്തേക്കാം, എന്താണ് ഒന്ന് കുറേ കഴിഞ്ഞപ്പോൾ സഹോദരി അയച്ചു കൊടുത്തപ്പോൾ നമ്മൾ ഇന്നലെ ഒരു സാക്ഷ്യം കേട്ടായിരുന്നു. അയച്ചു കൊടുത്ത സഹോദരി 3 മാസമായിട്ട് മുടി പോലും ചീകാൻ പറ്റാത്ത രീതിയിൽ കൈക്ക് വേദനയാൽ, 3 എനിക്കറിയത്തില്ല, 3 വർഷമാണ് എനിക്കത്, 3 വർഷമായിട്ട് കൈക്ക് വല്ലാത്ത വേദന അനുഭവിക്കുന്ന ഒരു സഹോദരിയായിരുന്നു. ആ പ്രവചന ആലോചന, ദൈവം നിന്നെ, എന്തൊരു പേര് ഞാൻ മറന്നുപോയെങ്കിൽ പോലും സുനി എന്നെന്തോ പേരാണ് പറഞ്ഞത്, ദൈവം നിന്നെ തൊടുന്ന് വലിയൊരു അത്ഭുതം ചെയ്യാൻ വേണ്ടി പോകുന്നത് പറഞ്ഞത്. ആ പ്രവചന ആലോചന കേട്ടപ്പോൾ സഹോദരി സാക്ഷ്യം പറഞ്ഞു. അവിടെ ആ സമയം തന്നെ പൂർണ്ണ സൗഖ്യം. 3 വർഷമായിട്ടുണ്ടായിരുന്ന മുടി പോലും ചെയ്യാൻ കഴിയാത്തൊരു വേദനയായിരുന്നു. യേശു അത്ഭുതം ചെയ്തു. എത്ര പേര് ഇന്നലെ താമസിച്ച് നേരത്തെ എത്ര പേരാ സാക്ഷ്യം കേട്ടായിരുന്നു? ആമേൻ, ആമേൻ. അപ്പൊ ഈ നേരത്തെ ചാടി പോകുന്നവർക്ക് സാക്ഷ്യം കേൾക്കാൻ അവസരമില്ല കേട്ടോ. എനിക്ക് ഈ സാക്ഷ്യം ഞാൻ മുഴുവൻ കേട്ടിട്ടാണ് ഞാൻ ചാടി പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്കറിയാം നിങ്ങളുടെ അകത്തെ വിശ്വാസം വർദ്ധിക്കും. എപ്പോഴും ഓർത്തോണം, നമ്മൾ വചനവും പ്രാർത്ഥനയും വിശ്വാസവും സാക്ഷിയും ഒക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അകത്തിരിക്കുന്ന വിശ്വാസം വർദ്ധിക്കും. വിശ്വാസം വർദ്ധിച്ചാൽ എന്നാ ഗുണമെന്നറിയാവോ? വിശ്വാസത്തിൻ്റെ പ്രത്യേകത മലകളെ നീക്കുവാൻ കഴിയുന്നതാണ്. നമ്മുടെ വിശ്വാസം മലകളെ നീക്കുന്ന വിശ്വാസമാണ്. അപ്പം അതുകൊണ്ട് കേൾക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചാൽ എന്തായാലും നിങ്ങൾ കിടക്കണം. എന്നാൽ പിന്നെ ഒരു അരമണിക്കൂറും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തേ. നമുക്ക് ഒന്ന് പ്രാർത്ഥനയോടെ തന്നെ നമുക്കൊന്ന് ചാടി എണീറ്റ് നല്ല രീതിയിലൊക്കെ ഒന്ന് വീടിൻ്റെ അകത്തൊന്ന് ഇരുന്നേ ആ വീടിൻ്റെ അവസ്ഥയൊക്കെ ഒന്ന് ചേഞ്ച് ആകാൻ വേണ്ടി പോവുക. ആരും വേണമെങ്കിൽ നിങ്ങൾ വീഡിയോ ഓണാക്കണം നിർബന്ധമൊന്നുമില്ല. നാളെ പറയരുത് ബ്രദർ വീഡിയോ നോക്കിയിട്ടാണ്, എനിക്ക് ഒരു നിർബന്ധമില്ല. നിങ്ങളെല്ലാം 1-2 പേരെ വീഡിയോ ഓണാക്കിയിട്ടുള്ളൂ. ഓണാക്കിയാലോ ഓണാക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്നലെ കേട്ട യഥാർത്ഥ കീവേഡ് ഞാൻ പറഞ്ഞു തരാം എന്താണെന്നുള്ളത്. നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പൗലോസ്ലീഹ പറഞ്ഞു, ബഹു കഷ്ടത്തിലൂടെ കടന്നു പോയപ്പോഴും എനിക്ക് ആ ഇഷ്ടപ്പെട്ട, ഞാൻ ഇന്നലെ എടുത്തു പറഞ്ഞായിരുന്നു, ഒരു പ്രധാനപ്പെട്ട ഒരു വാക്യം നമ്മൾ അതിനകത്തൊരു ഒരു കാര്യം പൗലോസ്ലീഹ പറയുന്നുണ്ട്. അതെനിക്ക് വന്ന 2ാമതാണ് നമ്മൾ ആ വാക്യം എടുക്കുന്നത് പോലും. നിങ്ങൾക്ക് ആ വാക്യത്തെ നമുക്ക് കാണാൻ പറ്റും. സഹോദരന്മാരെ, നിങ്ങൾ മുമ്പേ ചെയ്തു വന്നതുപോലെ, അതാണ് ആ വാക്ക്, നിങ്ങൾ മുമ്പേ നിങ്ങളുടെ ഇടയിൽ ചെയ്തു വന്നതുപോലെ തന്നെ അന്യോന്യം പ്രബോധിപ്പിച്ചും ആത്മീക വർധനവ് വരുത്തിപ്പോകുവിൻ. അപ്പോൾ തെസ്സലോനിക്ക സഭയുടെ ചരിത്രമാണ് നമ്മൾ ഇന്നലെ കേട്ടത്. 3 ശബത്ത് മാത്രമേ പൗലോസ്ലീഹായ്ക്ക് അവിടെ ശുശ്രൂഷിക്കുവാൻ അവസരം കിട്ടിയുള്ളൂ. തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യമാണ്. 3 ശബത്തെ
പൗലോസ്ലീഹയ്ക്ക് പ്രസംഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ആ 3 ശബത്തിൽ അവർ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെപ്പറ്റി കേട്ടു, അതിലങ്ങോട്ട് ഉറച്ചു. ആകയാൽ അവർ നിങ്ങൾ ചെയ്തു പോകുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചു. അതിൻ്റെ അർത്ഥം ഒരു സഹോദരി ഇപ്പോൾ തോമസ് വേർ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അത് തന്നെ വരണം, പ്രാർത്ഥനയുടെ കുറവാണ് എന്നും പറഞ്ഞുകൊണ്ട് തോമസ് വേറിനെ തളർത്താതെ, അല്ലെങ്കിൽ വർഗീസ് വേറിനെ അജസ്റ്റിനെ മറ്റാരെയും പരസ്പരം തകർക്കുകയോ തളർത്തുകയോ ചെയ്യാതെ ഒരു പ്രതിസന്ധി വരുമ്പോഴേക്കും പറയണം, യേശു നിന്റെ വിഷയത്തിന് വേണ്ടിയാണ് തകർക്കപ്പെട്ടത്, നീ ധൈര്യപ്പെടുക, യേശു ഇതിന് പരിഹാരം വരുത്തിയിരിക്കുന്നു. തമ്മിൽ അന്യോന്യം പ്രബോധിപ്പിച്ചും ആത്മീക വർധനവ് വരുത്തിയും പോലും നിങ്ങൾ ചെയ്തു വന്നതുപോലെ. അപ്പം എങ്ങനെ അവർ ചെയ്തു വന്നത്? മഹാകഷ്ടത്തിലൂടെ അവർ കടന്നു പോയപ്പോഴും. എന്താ മഹാകഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരാധിക്കാൻ സ്വാതന്ത്ര്യമില്ല, അവിടെ ദൈവദാസന്മാരില്ല, പൗലോസോ പത്രോസോ യോഹന്നാനോ അവർക്ക് ഇടയന്മാരില്ല. അവർക്ക് ആകെ കേട്ടത് പൗലോസ്ലീഹ പ്രസംഗിച്ച 3 ആഴ്ചത്തെ 3 ശബത്തിൽ ആധാരമാക്കി വെളിപ്പെടുത്തി തന്ന, നമ്മളിപ്പോൾ 6 വർഷമായിട്ട് കേൾക്കുന്നത് വെറും 3 ക്ലാസ്സേ അവർക്ക് ലഭിച്ചിട്ടുള്ളൂ. ആ 3 ക്ലാസ്സിൽ അവർ പിടിച്ചു കയറിയിട്ട് അവർ അഖാലയിലും അവിടെയുള്ള സകല ദേശത്തിലേക്ക് അവരെന്ത് ചെയ്തു? നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ അവർ പല പട്ടണങ്ങളെ എന്ത് ചെയ്തു? അവർ പിടിച്ചടക്കി. അവരവിടം കൊണ്ട് ഒതുങ്ങിയില്ല. അവർ കർത്താവിൻ്റെ നാമത്തിൽ അനേക ഇടങ്ങളിലേക്ക് അവരെന്ത് ചെയ്തു? കർത്താവിൻ്റെ സുവിശേഷവുമായിട്ട് പോകുവാൻ ഇടയായിത്തീർന്നു. നമ്മൾ കേട്ടല്ലോ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കിയാൽ മതി, അവർ നോക്കി ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ട്. അപ്പോൾ ഒറ്റയ്ക്ക് നിങ്ങൾ വിശ്വാസം നിൽക്കുന്നവരാണോ നിങ്ങൾ ഭാഗ്യവാന്മാർ. അതന്നെ ബ്രദറെ, ബാക്കി എല്ലാവരും ഫാമിലിയായിട്ട് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് മാത്രം ബ്രദറെ ഒരുമിച്ചിരുന്ന് ആരാധിക്കാൻ പറ്റുന്നില്ല. ഞാൻ നിങ്ങൾക്ക് മാക്സിമം പറയുന്നുണ്ട്, നിങ്ങൾക്ക് കുടുംബത്തിൻ്റെ അകത്ത് ഒരുമിച്ചിരുന്ന് ആരാധിക്കാൻ ലഭിക്കുന്ന അവസരങ്ങളൊന്നും പാഴാക്കൽ. ഒരുമിച്ച് നിങ്ങൾ പ്രാർത്ഥനയിലും പള്ളിയിലും ഒക്കെ പോകണം. ഇനി അഥവാ ചില കുടുംബത്തിലേക്ക് അറിയാവുന്നൊരു സഹോദരിയുണ്ട്, അവർ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസത്തിലല്ല കുടുംബക്കാരിരിക്കുന്നത്, ഭയങ്കര എതിർപ്പിലാണ്. പക്ഷേ ആ സഹോദരി ഒറ്റയ്ക്ക് മാത്രം വിശ്വാസത്തിൽ, കുടുംബത്തിലെ വാട്സാപ്പ് ഗ്രൂപ്പ് തുറന്നാൽ അവരുടെ മെയിൻ വിഷയം എങ്ങനെയെങ്കിലും യേശുവിനെ അറിയുന്ന ഈ സഹോദരിയെ തളർത്തുക എന്നൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. കല്യാണ വീട്ടിൽ ചെന്നാൽ, മരണ വീട്ടിൽ ചെന്നാൽ പല ക്വസ്റ്റ്യൻസുമായിട്ടും പല എന്താ പറയുക, ഏതെങ്കിലുമൊക്കെ ഒരു വിഷയം വന്ന് ഉടനെ അത് പ്രാർത്ഥനയുമായിട്ട് കണക്ട് ചെയ്യും. കണ്ടോ, നീ യേശുവിൻ്റെ പുറകെ പോയതുകൊണ്ട് ഭർത്താവ് വരെ പറഞ്ഞു, നീ യേശുവിനെ വിളിച്ചത് കൊണ്ടാണ് നിനക്ക് തലമുറ ഉണ്ടാകാത്തതെന്ന് വരെ ഭർത്താവ് പറഞ്ഞു, സ്വന്തം ഭർത്താവ് വരെ പറഞ്ഞു. ആ സഹോദരി ഒരു ദിവസം പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, നിനക്ക് ദൈവം ഒരു ശമൂവേൽ പ്രവാചകനെ തരുമെന്ന് പറഞ്ഞു. നിനക്കറിയാവോ, അതിനുശേഷം വർഷങ്ങൾ സഹോദരി കാത്തിരുന്നു. ഒരു ദിവസം ആ ഉദരം തുറന്ന ഒരു ആൺതലമുറയെ കർത്താവ് കൊടുത്തു. ആമേൻ. ആ സഹോദരി ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, പല പ്രതിസന്ധി വന്നിട്ടും ഒന്ന് സ്വന്തം ഭർത്താവ് ചോദിക്കും, നീ യേശുവിനെ വിളിച്ചുകൊണ്ടാണ് നിനക്ക് കൊച്ചിനെ കിട്ടാത്തത്. എന്നാലോചിച്ച് നോക്കി, ലോകത്തുള്ളിടത്ത് എല്ലാം അവർ പോയിട്ടും അവർക്ക് കുഞ്ഞുണ്ടായില്ല. പല രീതിയിൽ അവർ നേർച്ച കാഴ്ച കൊടുത്തിട്ടുണ്ട്, അതൊന്നും അവർ കുറ്റം പറഞ്ഞില്ല. അവർ മെയിൻ ഫോക്കസ് പറയുകയാണ്, നീ യേശുവിനെ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സിസ്റ്ററെ അങ്ങനെ പറഞ്ഞുവെങ്കിൽ യേശു തന്നെ തലമുറയെ തരുമെന്ന് പറഞ്ഞു. ആമേൻ. അപ്പോൾ ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നു. പക്ഷെ അവിടെ പരിശുദ്ധാത്മാവ് ഒരു ഉറപ്പ് കൊടുത്തു. പരിശുദ്ധാത്മാവ് തരുന്ന ആ ഒരു സന്തോഷം എന്തായിരിക്കും? ഇതിൽ ഞാൻ പറഞ്ഞായിരുന്നു, എന്തായിരിക്കും പരിശുദ്ധാത്മാവ് തരുന്നൊരു സന്തോഷത്തിൻ്റെ ഒരു രീതി? എങ്ങനെയാണ്? എന്ത് തന്നിട്ടാ? ഉറക്കെ പറഞ്ഞു. അതാണ് പ്രത്യാശ. ഇന്നത്തെ അവസ്ഥ നോക്കിയാൽ കരയാനല്ലാതെ ചിരിക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല. പക്ഷെ നമ്മുടെ അകത്ത് യേശുവേ എന്ന് വിളിക്കുമ്പോൾ ഒരു സന്തോഷം വരുന്നതിൻ്റെ കാരണം പ്രത്യാശയുണ്ട്. ഇന്നത്തെ അവസ്ഥ മാറും, ഞാൻ അത്ഭുതമായി തീരും, ഞാൻ എൻ്റെ കർത്താവിൻ്റെ വചനം എനിക്ക് തെളിവാണ്, ഇതെൻ്റെ മുമ്പിൽ ഒരു പ്രൂഫാണ്, ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സാക്ഷിയായി തീരുക തന്നെ ചെയ്യും. ആമേൻ. അപ്പം നമുക്ക് ബാക്കി വചനചിന്തയിലേക്ക് വേഗത്തിൽ തന്നെ പോകാം. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൽ നമ്മൾ കേട്ടു, ഇത് മറക്കരുത്, നിങ്ങൾ അന്യോന്യം പ്രബോധിപ്പിച്ചു. അപ്പോൾ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അവർക്ക് എന്തുകൊണ്ടാണ് വളരാൻ പറ്റിയെന്നറിയാവോ? അവർ ചെയ്തത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, ഒറ്റയ്ക്കോ ചിലപ്പോൾ നിങ്ങൾ പ്രബോധിപ്പിക്കാൻ ആരുമില്ല. അപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? ഒറ്റയ്ക്കാ നിങ്ങൾ, വെറുതെ എന്നോട് വചനം പറയാൻ ആരുമില്ല, ഒരു കൂട്ട്. അപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലേ? അപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അപ്പം കണ്ണാടിയിൽ നോക്കിയിട്ട് പറയണം, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ രാജ്യങ്ങളിൽ പോയി യേശുവിൻ്റെ സാക്ഷിയാകും. ആ കണ്ണാടി നോക്കിയിട്ട് വേണം, സഹോദരി നീ എന്തിനാ ഭാരപ്പെടുന്നത്? നീ നിൻ്റെ കുടുംബവും ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി പോവാണ്. ആ ഭവനം തരുമെന്നുള്ള വചനമൊക്കെ ഒന്ന് പറഞ്ഞ് ബലപ്പെടുത്തിക്കുമെന്ന്.
ആരും ഒന്നും വരാൻ വേണ്ടി നോക്ക് ബ്രദറെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ എന്നെ ബലപ്പെടുത്തുവാനോ ആരുമില്ല ബ്രദറെ, അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുമൊന്നും വേണ്ട. സ്വന്തമായിട്ടൊരു കണ്ണാടി മേടിക്ക്, ഒരു 100 രൂപയോ 500 രൂപയോ കൊടുത്ത് നല്ലൊരു വലിയ കണ്ണാടി മേടിക്കുക. അതിന് ഫുൾ സൈസ് കണ്ണാടി ഉണ്ടെങ്കിൽ അത് മേടിക്ക്. എന്നിട്ട് സ്വന്തമായിട്ട് നോക്കിയിട്ട് ഒന്ന് ആ വിരലി ചൂണ്ടിയിട്ട് പറ, നീ ദൈവത്താൽ അനുഗ്രഹമായി തീരുമെന്ന് പറയണം, നീ ഉയർച്ച പ്രാപിക്കുമെന്ന് പറയണം, നിന്റെ പ്രതിസന്ധികളിൽ കർത്താവ് നിന്റെ കൂടെ ഉണ്ടെന്ന് പറയണം. ആമേൻ. കർത്താവ് നമ്മളെ സഹായിക്കുന്നല്ലോ. ദൈവത്തിൻ്റെ വൻ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ പിന്നെയും കേട്ടുവരികയാണ്. അതിൻ്റെ ബാക്കി ഭാഗം പോലെ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നല്ലോ. അപ്പോൾ ഇവിടെ പൗലോസ്ലീഹ ഈ നിങ്ങൾ പറയുവാണ്, നിങ്ങൾ ചെയ്തു വന്നതുപോലെ തമ്മിൽ എന്ത് ചെയ്യണം? പ്രബോധിപ്പിക്കണം. അപ്പോൾ ഇവിടെ തമ്മിൽ ബലപ്പെടുത്തിയതിന് ശേഷം അപ്പോസ്തലനായ പൗലോസ്ലീഹ താഴേക്ക് കുറേ കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ആദ്യം തുടങ്ങുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഒന്നാമത് അദ്ദേഹം പറയുകയാണ്, ഒന്ന്, സഹോദരന്മാരെ, നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തണം. നോക്കിയേ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തവൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കുവിൻ. എനിക്ക് വിശ്വാസ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആദ്യം വേണ്ടത് കർത്താവിൽ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ദീർഘക്ഷമയാണ്. പല ആൾക്കാരും ഉണ്ട്. ഇപ്പോൾ ചിലരോട് നമ്മൾ പറയും, ഇപ്പം അങ്ങനെ ആരും ചോദിക്കാറൊന്നുമില്ല. നേരത്തെ നമ്മൾ സൂം പ്രെയറിൻ്റെ ഒക്കെ സമയത്ത് നാളെ സൂം പ്രെയർ ഇന്ന സമയത്താണെന്ന് പറയുമ്പോഴേക്കും ചില ആൾക്കാർ ബ്രദറെ നാളെ പ്രാർത്ഥനയുണ്ടോ? അപ്പോൾ ടെൻഷനുണ്ട്, ഭാരമുള്ളവരൊക്കെ ഉണ്ട്, നമ്മുടെ ഇടയിൽ ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ ഇടയിൽ ഈ ധൈര്യമില്ലാത്തവരുണ്ട്. അപ്പം നിങ്ങൾ അവരോട് എന്ത് ചെയ്യണം? അപ്പോൾ ചിലപ്പോൾ നമുക്കറിയത്തില്ല, വിശ്വാസത്തിൽ ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് പലപ്പോഴും നമ്മൾ തളർന്നു പോകുന്നത്. ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ. നമ്മൾ എന്തുകൊണ്ടാണ് ഈ അന്യഭാഷാ പ്രാർത്ഥന തുടക്കത്തിൽ വെച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ അകത്ത മനുഷ്യനെ ബലപ്പെടുത്താൻ വേണ്ടിയാണ്. ഒരു സ്പിരിച്വൽ മാനുണ്ട്. സ്പിരിച്വൽ മാനെ എഡിഫൈ ചെയ്യുവാൻ, അതിനെ വർദ്ധിപ്പിക്കുവാൻ, ആത്മീക വർധനവ് വരുത്തുവാൻ വേണ്ടിയാണ് നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത്. ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കും. നമുക്ക് ചിലപ്പോൾ ദേഷ്യം വന്നിരിക്കും. ചിലപ്പോൾ വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ആവശ്യം ദീർഘക്ഷമയാണ്. അത് ഞാൻ അടുത്ത പ്രാവശ്യം പറയാം. ഒന്ന്, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പിൻ. നോക്കിയേ, നമ്മളോടൊരു വ്യക്തി ദോഷം ചെയ്താൽ, വിശ്വാസി പഠിച്ചോണേ, ദോഷം ചെയ്താൽ ആ വ്യക്തിയോട് തിരിച്ച് അന്ന് എനിക്കൊരു അവസരം കിട്ടട്ടെ, ഞാനൊരു പണി തരാം എന്ന രീതിയിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങൾ നോക്കി നിൽക്കരുത്. ഒരു വ്യക്തി നിങ്ങൾക്ക് തിന്മ ചെയ്താൽ ആ വ്യക്തിയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചോണം. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ പിശാചിന് ആയുധം കൊടുക്കരുത്. ആ വ്യക്തി എനിക്കൊരു ദോഷം, അവൻ എത്ര ദോഷം ചെയ്ത് എൻ്റെ ഇരട്ടി ദൈവം എന്നെ അനുഗ്രഹിക്കും. ഇനി എത്ര, നിങ്ങൾ അറിയാവോ, ലാബാൻ എന്ന് പറയുന്ന പഴയ നിയമത്തിൽ യാക്കോബിൻ്റെ അമ്മായച്ചൻ, സ്വന്തം അമ്മായച്ചൻ യാക്കോബിനെ പറ്റിക്കാൻ വേണ്ടി നോക്കി. യാക്കോബിന് വേണമെങ്കിൽ രാത്രിയത്തെ പ്രാർത്ഥനയിൽ ലാബാൻ മുടിഞ്ഞു പോട്ടെ എന്ന് വേണേൽ പ്രാർത്ഥിക്കാം. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ സംഭവിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. കാര്യം നമുക്കറിയാം, പിന്നീട് ലാബാൻ പുറകെ വന്ന സമയത്ത് യഹോവ ലാബാനെ വഴിമധ്യം വന്നിട്ടൊരു വാക്ക് പറയുന്നുണ്ട്, ഗുണമാകട്ടെ ദോഷമാകട്ടെ നീ യാക്കോബിന് വിരോധമായി ചെയ്യരുത്. കണ്ടോ? അപ്പോൾ യാക്കോബിന് വിരോധം നീ ചെയ്താൽ അത് ഗുണമായാൽ നിനക്ക് ഗുണമാണ്, ദോഷം ചെയ്താൽ യഹോവ പറയുകയാണ് നിനക്ക് നല്ലതല്ല. അതെന്നാ കാരണം? യഹോവ വിരട്ടുവാണോ? അല്ല. യഹോവ ഭീഷണിപ്പെടുത്തുവാണ്? അല്ല. യാക്കോബിൻ്റെ മേലൊരു അനുഗ്രഹമുണ്ട്. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ യഹോവ ശപിക്കും. യഹോവ ശപിക്കുക എന്നല്ല, അതൊരു അനുഗ്രഹം അവൻ്റെ മേൽ. നിങ്ങൾക്കറിയാവോ, നിങ്ങൾക്ക് ഒരു ഗ്ലാസ്, പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ഒരു ഗ്ലാസ് വെള്ളം തന്നാലുണ്ടല്ലോ, ആ വെള്ളം കൊടുത്തവനെ ദൈവം അനുഗ്രഹിക്കുന്ന ബൈബിളിൽ വാക്യമുണ്ട്. എത്ര പേര് ആ വചനം കണ്ടിട്ടുണ്ട്? എത്ര പേര് ആ വാക്യം കണ്ടിട്ടുണ്ട്? ആമേ. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറില്ല, ഞാൻ ഏത് ഭവനത്തിൽ ചെന്നാലും ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കും. അത് ഞാൻ എന്തിനാണ് ആ വെള്ളം കുടിക്കുക? എനിക്ക് ദാഹമില്ലെങ്കിൽ പോലും ചിലപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഏതെങ്കിലും ഒരു ഭവനത്തിൽ ചെന്നാൽ ഞാൻ കുടിച്ചിരിക്കും. കാരണം എനിക്ക് നല്ല ഉറപ്പുണ്ട്, കർത്താവിൻ്റെ നാമത്തിൽ എന്നെ അവർ സ്വീകരിച്ച് എനിക്കൊരു ഗ്ലാസ് വെള്ളം തന്നാൽ, ബൈബിൾ പറയുന്നു കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ, ഒരു ഗ്ലാസ് എന്നല്ല, ഒരു നീർ തണ്ണി കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട്. ആമേൻ. അതൊരു അനുഗ്രഹമാണ്, അതൊരു ബ്ലെസ്സിങ് ആണ്.
അപ്പം നമുക്ക് തിന്മ ആരെങ്കിലും ചെയ്താൽ അവനോട് നിങ്ങൾ തിന്മ ചെയ്യാൻ പോകരുത്. അവൻ നിങ്ങൾക്ക് തിന്മ ചെയ്താൽ അതിൻ്റെ ഇരട്ടി അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് തരാം. അറിയാവോ? ആവർത്തന പുസ്തകം പറഞ്ഞ് ശത്രു ഒരു വഴിയായി വരും, അവൻ 7 വഴിയായി ഓടിപ്പോകും. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. ശത്രുക്കളുടെ നടുവിൽ ദൈവം നമുക്ക് മേശ ഒരുക്കും. ഇതൊക്കെ ദൈവമാണ് ചെയ്യുന്നത്. അപ്പം ആരെങ്കിലും നിങ്ങൾക്ക് എതിർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവനെ തല്ലാനോ പിടിക്കാനോ എതിർക്കാനോ പോകരുത്. ഓർത്തോണം, ഇരട്ടി അനുഗ്രഹം വരാൻ വേണ്ടി പോവാം. എൻ്റെ കൂടെ പറഞ്ഞ് ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങൾക്കൊരു ദോഷം ചെയ്താൽ ഉടനെ സ്വോത്രം പറഞ്ഞോണം, എൻ്റെ കർത്താവ് ഇരട്ടി അനുഗ്രഹം എനിക്ക് കിട്ടാൻ പോവാന്ന് പറ. ഏതെങ്കിലും ഒരു വ്യക്തി ആമേൻ. ഇപ്പൊ സന്തോഷമായില്ല നിങ്ങൾക്ക്? ഇപ്പോൾ സന്തോഷമല്ല. ഞാൻ വചനപ്രകാരം വെറുതെ യാക്കോബിനോട് പറഞ്ഞു, അവനുടെ ഗുണമാകട്ടെ ദോഷമാകട്ടെ. ലാബാൻ്റെ ആ വാക്യം നമുക്കൊന്ന് എടുക്കാം. എനിക്ക് വന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്, ഞാൻ ആ വാക്യം നേരത്തെ എടുത്തിട്ടുള്ളതാണ്. ഗുണമാകട്ടെ ദോഷമാകട്ടെ നീ അത് ചെയ്താൽ അത് ചെയ്യരുത്. എൻ്റെ അർത്ഥം, നീ അവന് ഗുണം ചെയ്താൽ നിനക്ക് അവൻ ഗുണമാക്കി തീർക്കും. നീ അവന് ദോഷം ചെയ്താൽ അത് നിനക്ക് നല്ലതല്ല എന്ന് എന്ത് ചെയ്യുന്നു? വചനത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ വചനം കേൾക്കുന്ന സമയത്ത്, ഉൽപ്പത്തി പുസ്തകത്തിലെ വാക്യം, ലാബാൻ യാക്കോബിനെ ഫോളോ ചെയ്ത് വരുന്ന സമയത്താണ് പറഞ്ഞത്. തൻ്റെ ഭാര്യമാരെയായിട്ട് യാക്കോബ് പോകുന്ന സമയത്ത് ലാബാൻ പിന്തുടർന്നു. കാര്യം ലാബാൻ്റെ വിഗ്രഹത്തെ കട്ടുകൊണ്ടാണ് എന്ത് ചെയ്തത്? അവിടുന്ന് പോകുന്നത്. യാക്കോബല്ല, യാക്കോബിൻ്റെ ഭാര്യ. അപ്പോൾ അത് പുറകെ വന്ന് പിടിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ലാബാൻ്റെ മനസ്സിൽ യാക്കോബിനെ തകർക്കണമെന്ന ചിന്തയിലാണ് വന്നത്. പക്ഷേ യാക്കോബിൻ്റെ മേലൊരു അനുഗ്രഹം കിടപ്പുണ്ട്. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. അപ്പോൾ ശ്രദ്ധിച്ചോണം, പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ആർക്കും തിന്മ ചെയ്യാൻ പോകരുത്. ഇനി നിങ്ങൾ പറയാം, എന്നാൽ ആയിക്കോട്ടെ, ഞാൻ എന്നാൽ എൻ്റെ മേലുള്ള അനുഗ്രഹത്തെ അങ്ങ് തുറക്കാൻ വേണ്ടി പോവാ എന്നും പറഞ്ഞ് തിന്മ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, ഈ ജനസിസ് 31:24 ഞാൻ ആ വാക്യം പെട്ടെന്ന്, നമ്മുടെ വിഷയം ഒന്നും അതല്ല, ഞാൻ എന്നാൽ ഇതൊരു തുടക്കം പറഞ്ഞിട്ട് വന്നപ്പോൾ 31:24 അല്ലേ, 31 വാക്യം, നിങ്ങൾ 24 വാക്യം, ഒരു മിനിറ്റ്. അതേ നമുക്ക് നോക്കിയേ. എന്നാൽ ദൈവം അരാമ്യനായ ലാബാന്റെ അടുക്കൽ വന്നവനോട്, നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് കൽപ്പിച്ചു. ശ്രദ്ധിച്ച്, യാക്കോബിനോട് എത്തി. യാക്കോബ് പർവ്വതത്തിൽ കൂടാരം അടിച്ചിരിക്കുന്നത്, ലാബാൻ തന്റെ സഹോദരന്മാരും കിലാവിൽ കൂടാരം അടിച്ചു. ലാബാൻ യാക്കോബിനോട് പറഞ്ഞെന്തെന്നാൽ, നീ ഒളിച്ചു പൊക്കളഞ്ഞത് എന്തിന്? എൻ്റെ പുത്രന്മാരെ വാളാൽ പിടിച്ച് നോക്കി, എൻ്റെ പുത്രന്മാരെ വാളാൽ പിടിക്കുന്നത് പോലെ കൊണ്ടുവരുന്നത് എന്ത്? നീ എന്നെ തോൽപ്പിച്ച് രഹസ്യമായിട്ട് ഓടിപ്പോകുന്നത് ഞാൻ നിനക്ക് സന്തോഷത്തോടെ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞുണ്ട്. എല്ലാം തരുമായിരുന്നല്ലോ. എങ്കിലും നിന്നോട് ദോഷം ചെയ്യുവാൻ എൻ്റെ പക്കൽ ശക്തിയുണ്ട്. ലാബാൻ പറയുകയാണ്, എൻ്റെ അർത്ഥം, എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ നിന്നെ കൊല്ലുവാൻ വരെ ശക്തിയുണ്ട്. എങ്കിലും യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് നിങ്ങളുടെ പിതാവിൻ്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് കൽപ്പിച്ചു. എൻ്റെ പ്രിയരെ, കണ്ടോ, നമുക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്നവൻ്റെ കാര്യം ദൈവം നോക്കിക്കോളും. നിങ്ങൾ അവനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോകണ്ട. നിങ്ങൾ അവൻ്റെ പുറകെ പോകരുത്. അവൻ്റെ പുറകെ പോകുന്നത് പിശാചിൻ്റെ തന്ത്രം. ഇപ്പം പറയാം, അയൽവക്കത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ ജോലി സ്ഥലത്തോ ഒക്കെ നിങ്ങൾക്കെതിരെ കുറ്റം പറയുകയും നിങ്ങളെ ടാർഗറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് എന്താ പറയുന്നത്, നിങ്ങൾക്ക് വിരോധമായിട്ട് ആൾക്കാർ വരുമ്പോൾ നമ്മുടെ അകത്തൊരു ദേഷ്യം വന്നില്ലേ? നമ്മൾ പറയും, ഇവൻ മുടിഞ്ഞ് പോയാൽ മതി. ഞാൻ ആ വാക്ക് പറഞ്ഞ് ക്ഷമിക്കണം കേട്ടോ. നമ്മൾ അറിയാതൊക്കെ പറയും, ഇവൻ തകർന്ന് പോയാൽ മതിയായിരുന്നു. അങ്ങനെ പറയരുത്. അവൻ എതിർക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഏറ്റു പറയണം, നീ എതിർക്കും തോറും എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അറിയാവോ? എതിർക്കും തോറും ദൈവം എന്നെ അനുഗ്രഹിക്കും. ഇങ്ങനെ പറഞ്ഞു ഉറക്കെ പ്രഖ്യാപിക്കണം. ജോലി സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്കെതിരെ, നിങ്ങൾക്ക് ആ ഓഫീസ് മൊത്തവും, ഇനി ആ ജോലി സ്ഥലം മൊത്തവും, ഒരു പട്ടണം മൊത്തവും, ഒരു രാജ്യം മൊത്തവും, ഒരു നിയമം മൊത്തവും നിങ്ങൾക്കെതിരായാലും പറയണം, നീ എനിക്ക് എത്ര ദോഷം ചെയ്താലും എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും, ഞാൻ നിൻ്റെ പുറകെ വരത്തില്ല. അത് ട്രാപ്പാണ്. ഇപ്പം എന്നാൽ യാക്കോബ് പറയാം, എന്നാൽ ലാബാൻ നമുക്കൊരു യുദ്ധം ചെയ്തേക്കാന്ന് പറഞ്ഞാൽ ലാബാൻ ചിലപ്പോൾ യാക്കോബിനെ ഉപദ്രവിച്ചെന്നിരിക്കും. അവിടെ യാക്കോബ് മിണ്ടാതിരുന്നു. കാര്യം യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ആമേൻ. മറന്നു പോകരുത്. നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പ്രതികൂലങ്ങൾ ആരൊക്കെ കൊണ്ടുവന്നിട്ടാലും നിങ്ങൾ അവരുടെ പുറകെ പോകരുത്. അയൽവക്കംകാരനായിക്കോട്ടെ, അവനെ ദൈവം നോക്കിക്കോളും. അവനെ തകർക്കുമെന്നല്ല ഞാൻ പറഞ്ഞേക്കുന്നത്, ദൈവം അവനെ അനുകൂലമാക്കും. ഇനി പറയുകയാണ്, എപ്പോഴും സന്തോഷിപ്പിൻ.
നിങ്ങൾക്കറിയാം, ഞാൻ തെസ്സലോനിക്ക സഭയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ബഹുകഷ്ടത്തിലൂടെ കടന്നു പോകുന്ന സഭയാണ്. അപ്പോൾ എപ്പോഴും എങ്ങനെയാണ് സന്തോഷിക്കാൻ കഴിയുന്നത്? എപ്പോഴും സന്തോഷിക്കാൻ കഴിയണമെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവിലുള്ള വ്യക്തിക്ക് മാത്രമേ എപ്പോഴും സന്തോഷിക്കുവാൻ കഴിയത്തുള്ളൂ. എപ്പോഴും സന്തോഷിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവുള്ള വ്യക്തിക്ക് സന്തോഷിക്കാൻ കഴിയും. ഏത് പ്രതികൂലം വന്നാലും അവന് ഫ്യൂച്ചർ കാണാൻ പറ്റും. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ഏത് പ്രതികൂലം വന്നാലും എനിക്ക് എൻ്റെ ഭാവിയിൽ എന്ത് നടക്കാൻ പോകുന്ന അറിയാമെന്ന് പറ. ഏത് പ്രതികൂലം വന്നാലും എനിക്ക് എന്റെ ഭാവിയിൽ എന്ത് നടക്കുമെന്ന് അറിയാം. ഈ വ്യക്തിക്ക് മാത്രമേ സന്തോഷിക്കാൻ കഴിയത്തുള്ളൂ. നിങ്ങൾക്കറിയാം, ഈ ഫുട്ബോൾ മാച്ചും ക്രിക്കറ്റ് മാച്ചും ഒക്കെ കാണുന്ന ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനെ പൊതുവെ കാണാറില്ല, എനിക്ക് എന്തോ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. പണ്ട് കാണുമായിരുന്നു, ഇപ്പം എനിക്കത് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം അത് കാണുന്ന സമയങ്ങളിലൊക്കെ നമുക്കറിയാം, ഒരു ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. ആര് ജയിക്കും എന്നുള്ള ഭയങ്കര, നിങ്ങൾക്കറിയാം, കളി കാണുന്നവരെയൊക്കെ നോക്കിയിരുന്നാൽ മതി, അവർ ഭയങ്കര ക്യൂരിയോസിറ്റിയിലായിരിക്കും. ആര് ജയിക്കും. പക്ഷേ ആ കളി, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ ആ കളി ലൈവ് അല്ല, പക്ഷെ നിങ്ങൾ ആ കളി മുമ്പിൽ കണ്ടിട്ടുണ്ടെങ്കിൽ, ആ നടക്കാൻ പോകുന്ന ഫുട്ബോൾ മാച്ച് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന പുള്ളി കാണുന്നത് റെക്കോർഡാണ്. ഈ കളി നേരത്തെ കണ്ട ആൾക്ക് ടെൻഷനില്ല, ആ വ്യക്തിക്ക് ഒരു ക്യൂരിയോസിറ്റി ഇല്ല. ആ വ്യക്തിക്ക് അറിയാം ഇന്നയാളാ ജയിക്കാൻ പോകുന്നത്. പക്ഷേ ജയം അറിയാത്തവന് ടെൻഷനാണ്, ജയം അറിയാത്തവന് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. അവനിങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഭയങ്കര ഭാരപ്പെട്ട് ആ കളി കാണുമ്പോൾ അത് നേരത്തെ ലൈവ് കണ്ടവന് അത് വിഷയമില്ല. ഇതാണ് വിശ്വാസി. അതാണ് എപ്പോഴും സന്തോഷിക്കാൻ പറ്റണം. എൻ്റെ കർത്താവ് എനിക്ക് നന്മയാക്കി മാറ്റും. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, എന്നാ പ്രതികൂലം വന്നാലും സകലതും എൻ്റെ ദൈവം എനിക്ക് നന്മയാക്കി മാറ്റും എന്ന് പറഞ്ഞ്. ആമേൻ. ഞാൻ പണ്ട് പറഞ്ഞില്ലേ, ഞങ്ങൾ പണ്ടൊരു പ്രാർത്ഥന കഴിഞ്ഞ് വരുന്ന സമയത്ത്, ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ എന്തെങ്കിലും ഇതിപ്പോൾ അത് എപ്പോഴും ഈ വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ കയറി വരും. പ്രാർത്ഥന കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, നമ്മുടെ കാറിൻ്റെ ടയർ ഓടിക്കൊണ്ടിരുന്ന കാറിൻ്റെ ടയർ ഒറ്റ പൊട്ട്, ടയർ പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് ഞാനിപ്പോൾ നോക്കുന്നുണ്ട്. ഒരു KSRTC പാമ്പാടിയിൽ നിന്ന് ഇങ്ങനെ വരിക, KSRTC നേരെ വന്നിട്ട് ആ സമയത്ത് ട്രെയിൻ ഇത് പൊട്ടുന്നത്, വണ്ടി ജസ്റ്റ് മിസ്സാണ്, അല്ലെങ്കിൽ കറക്റ്റ് അത് ഞാൻ പിന്നെ പെട്ടെന്ന് വണ്ടി സൈഡാക്കി, എങ്ങനെയോ വണ്ടി ദൈവം നിർത്തി. ഞാൻ നോക്കിയ പണ്ടത് ജാക്കി ഇല്ല, അതിനകത്ത് മറ്റേ നമ്മുടെ ലിവർ ഉണ്ടല്ലോ ടയർ അഴിക്കുന്നത്, അതില്ല. ഞാനിങ്ങനെ ആ വഴിയുടെ നടുക്കിങ്ങനെ നിൽക്കുക, ആ വളവിങ്കയിൽ വണ്ടി ടയറും പൊട്ടിപ്പോയി, അത് മാറാനുള്ള സെറ്റപ്പും ഇല്ല. അപ്പം ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയ ഇടതുവശത്തൊരു വീട്ടിൻ്റെ അകത്ത് എൻ്റെ മോഡൽ അതേ ഒരു വണ്ടി അവിടെയുണ്ട്. അപ്പം ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാൻ ആ വീട്ടിൽ പോയിട്ട് ചോദിക്കാതിരിക്കും, എന്തായാലും ആ വണ്ടി അതിൻ്റെ അകത്ത് സ്പെയർ കാണുമല്ലോ, ഒരു ജാക്കി ലിവർ കാണുമല്ലോ. ഞാൻ ചെന്ന് വീട്ടിലെ കോളിംഗ് ബെല്ലടിച്ച സമയത്ത് ആ വീട്ടിലൊരു ചെറുപ്പക്കാരൻ തോന്നപ്പോൾ ഞാൻ ഇതുപോലെ, എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയാണ്, ഇതുപോലെ വണ്ടി പെട്ടെന്ന് ഇതായിപ്പോയി, എനിക്ക് ടയർ ഒന്ന് മാറാൻ വേണ്ടിയാണ്, ഒന്ന് തരാമോ എന്ന് ചോദിച്ചു. എന്നാൽ പുള്ളി പുള്ളി ചിരിക്കുന്നൊന്നുമില്ല, വളരെ ദുഃഖത്തിൻ്റെ അകത്തായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം വൈഫ് പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടുത്തെ വീട്ടുകാരെന്ത് ചെയ്തു, ഇറങ്ങി വന്നു, അവർ വൈഫിനെ വീടിൻ്റെ അകത്ത് ഇരുത്തി. അപ്പം ഞാൻ അവിടുന്ന് ടയർ മാറിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ പിശാച് വരെ, കണ്ടോ ദൈവം നിനക്ക് നീ പ്രാർത്ഥന കഴിഞ്ഞ് വന്നപ്പോൾ നിൻ്റെ വണ്ടി ടയർ പഞ്ചറാക്കി, ടയർ പൊട്ടിത്തെറിച്ചു, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ മനസ്സിലൊരു വാക്ക് വന്നു, സകലതും നന്മയാക്കി കൂടി വ്യാപരിക്കും. നീ ജാക്കി മറന്നു, ലിവർ മറന്നു, അത് മറന്നു, നാണക്കേടായില്ല, വീട്ടിൽ കയറി ചോദിക്കേണ്ടി വന്നില്ല, എന്തൊരവസ്ഥയാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ മനസ്സിൽ ഒത്തിരി ചിന്ത വന്നു. പക്ഷേ ഞാൻ ആ വീട്ടിൽ തിരികെ ചെന്നപ്പോഴേക്കും വൈഫ് പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് വരുവാണ്, ഈ പുള്ളി ഒരു ബ്രദറാന്നൊക്കെ പറഞ്ഞു. ഉടനെ അവർ പറഞ്ഞ, പിന്നെ അവിടുത്തെ ആൻറ്റി പറഞ്ഞ, ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ ആ ഭവനത്തിൽ കയറി പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് അവിടെ ഉണ്ടായിരുന്ന ആ ചെറുപ്പക്കാരൻ്റെ ഭാര്യയുടെ പേര് ദൈവാത്മാവ് വെളിപ്പെടുത്തി. അവർ ഡിവോഴ്സിൻ്റെ വക്കിൽ വല്ലാത്തൊരു ഭാരത്തിൽ തകർന്ന അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അവർ ഭാരപ്പെട്ട് വല്ലാത്ത നിരാശയ്ക്കകത്തിരിക്കുന്ന ഭവനമായിരുന്നു. പക്ഷെ ദൈവാത്മാവ് ആ ഭാര്യയുടെ പേര് വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞു, ദൈവം നിന്നെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി പോകണം, ഇപ്പോഴുള്ള പ്രതിസന്ധികൾ മാറും, ഇപ്പോഴുള്ള ചില കലഹത്തിൻ്റെ വിഷയങ്ങളുണ്ട്, അത് പിശാച് കൊണ്ടുവന്നിട്ടതാണ്, ദൈവം ഒന്നിപ്പിക്കുമെന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കി, ഒരു മുൻപരിചയമില്ല, വഴിപോക്കനാത്. ഞാൻ വഴിപോക്കനായ ഒരാൾ വെറുതെ അവിടെ കയറി വന്ന് ഒന്നാലോചിച്ച് നോക്കി, ഇതൊരു പ്രീ പ്ലാന്റ് അല്ല. അല്ലെങ്കിൽ നമുക്ക് പറയായിരുന്നു, ആ വീട്ടിലെ എല്ലാ കാര്യവും അറിഞ്ഞുകൊണ്ട് ഈ പുള്ളി വന്ന് എന്ത് ചെയ്യാൻ നോക്കുവാണ്, അല്ല, ഇത് വഴി വെച്ച് ടയർ പൊട്ടുന്നത് പ്ലാനല്ല. അപ്പം സകലതും നന്മയാണ്. ആ വീട്ടിലോട്ട് അപ്പം സാധാരണ രീതിയിൽ ഞാൻ ആ വീട്ടിൽ കയറാൻ ഒരു സാധ്യതയില്ല, അങ്ങനെ പോവുകയാണെങ്കിൽ നേരെ അങ്ങ് പോകത്തേ ഉള്ളൂ.
നമ്മൾ വിട്ടങ്ങ് പോവും. പിന്നെ അങ്ങോട്ട് മൈൻഡ് പോലും ചെയ്യാൻ ഒരു വളവ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ നിർത്താൻ പോലും സാധ്യതയില്ല. നമ്മൾ പെട്ടെന്ന് വളവ് ശ്രദ്ധിച്ചങ്ങ് പോകത്തേ ഉള്ളൂ. പക്ഷേ ദൈവം ആ ഒരു വിഷയത്തിൽ പോലും ദൈവം അവിടെ ഒരു നന്മ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഓർക്കരുത്, നമ്മുടെ ഓരോ പ്രശ്നത്തിലൂടെ നമ്മൾ കടന്നു പോയാലും ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസമായിക്കോട്ടെ പ്രശ്നമായിക്കോട്ടെ ഇത് പേടിക്കേണ്ട. എൻ്റെ കൂടെ പറയട്ടെ, പേടിക്കേണ്ട, എൻ്റെ ദൈവം എനിക്ക് സകലതും നന്മയാക്കി മാറ്റുമെന്ന് പറ. ഒന്ന് സന്തോഷിക്കാൻ പറ. പേടിക്കണ്ട, എന്റെ ദൈവം എനിക്ക് സകലതും നന്മയാക്കി മാറ്റും. ആമേൻ, ആമേൻ, ആമേൻ. അപ്പം മറക്കരുത്, നിങ്ങൾ പാനിക് ആകരുത്. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ വചനം തുറന്നിട്ട് ഇത് നിങ്ങളുടെ ഫ്യൂച്ചറാണ്, ഇതാണ് നടക്കാൻ പോകുന്നത്. അയ്യോ ബ്രദറെ, ഇപ്പോഴത്തെ വിഷയമായിട്ട് അങ്ങോട്ട് ചേരുന്നില്ലല്ലോ, അത് നോക്കരുത്. സന്തോഷിക്കണമെങ്കിൽ ദൈവം എന്താണോ ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് മൈൻഡ് ചെയ്യുക. അടുത്ത വാക്യത്തിൽ പറയുന്നു, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. എന്നിട്ട് പറയാണ്, എല്ലാറ്റിലും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് യേശുക്രിസ്തുവിൽ ദൈവ ഇഷ്ടം. അപ്പം എല്ലാത്തിലും സ്തോത്രം ചെയ്യണം, താങ്ക്സ് ഗീവിങ്, തന്നതിന് നന്ദി. ഇനി അടുത്തത്, ആത്മാവിനെ കെടുത്തരുത്. എപ്പോഴും ഞാൻ പറയല്ലോ, നിങ്ങൾ ആത്മാവിനെ കെടുത്തരുതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂട്ടുകെട്ട്, ഇപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ദൈവദാസന്മാരെ എല്ലാം കുറ്റം പറയുന്ന ഒത്തിരി വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് നല്ല രസമാണ് അത് കാണാൻ. ഞാൻ ഇന്നാൾ പറഞ്ഞായിരുന്നല്ലോ, ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് വീഡിയോ കാണാനും ഒക്കെ തംബ്നെയിലൊക്കെ കാണുമ്പോൾ ഒന്ന് കയറി കാണാനൊരു ടെൻഡൻസി ഉണ്ടാകുമ്പോൾ ചാടി കയറി കാണരുത്. മറ്റുള്ളവരുടെ കുറ്റം പറയുമ്പോൾ ഞാൻ പറഞ്ഞ കേൾക്കാൻ പറ്റിയാൽ അതിൻ്റെ അർത്ഥം അവർക്ക് വേണ്ടി 2 മണിക്കൂറെങ്കിലും അറിയാതെ കേട്ടു. വെറുതെ അറിയാതെ ആ ദൈവദാസൻ്റെ കുറ്റം പറഞ്ഞ് ഞാൻ കുറച്ച് നല്ല രസമുണ്ടായിരുന്നു. ആ ദൈവദാസൻ്റെ വീഴ്ചയെപ്പറ്റി കേട്ടു, അയാൾക്ക് പറ്റിയ അബദ്ധങ്ങളെപ്പറ്റി കേട്ടു. അപ്പോൾ നല്ലൊരു വീഡിയോ ചെയ്തത് അത് ഞാൻ അറിയാതെ ഒരു 5 മിനിറ്റ് കേട്ടുപോയി. ബ്രദറെ, സാരമില്ല, 3 മണിക്കൂർ ആ വീണുപോയ ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കണം, മസ്റ്റ. ഇല്ല, കേൾക്കാൻ പോകരുത്. അദ്ദേഹത്തിന് യഥാസ്ഥാനപ്പെട്ട്, ഇനി അദ്ദേഹത്തിന് ഒരു അബദ്ധം പറ്റിയാൽ പോലും അദ്ദേഹം യഥാസ്ഥാനപ്പെട്ട് കർത്താവ് എന്ന് മടങ്ങി വരണ യേശുവിന് തന്നെ. അദ്ദേഹത്തിന് അബദ്ധം പറ്റിപ്പോയി, ശരിയാ. എൻ്റെ സഹോദരനതും യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച എൻ്റെ സഹോദരൻ തന്നെ പല സഭകളിൽ ഇരിക്കുന്നതേ ഉള്ളൂ. അതെൻ്റെ സഹോദരനാണ്. അങ്ങനെ കേട്ടുപോയെങ്കിൽ സാരമില്ല. ആ വ്യക്തിക്ക് വേണ്ടി ഒരു 3 മണിക്കൂർ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കേൾക്കാൻ പോകരുത്. ഇല്ല ബ്രദറെ, ഞാൻ 5 മണിക്കൂർ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം, എന്നാൽ പോയി കേട്ടോ, കുഴപ്പമില്ല. അന്യഭാഷയിൽ ആ വ്യക്തിയെ അനുഗ്രഹിച്ചും അദ്ദേഹം യഥാസ്ഥാനപ്പെടാനും 5 മണിക്കൂർ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, പറ്റുമെങ്കിൽ ധൈര്യമായിട്ട് പോയി വീഡിയോ കേട്ടോ, ഒരു കുഴപ്പമില്ല. പക്ഷെ പറ്റിയില്ലെങ്കിൽ ഉറപ്പിച്ച് ഞാൻ പറയാം, നിങ്ങളുടെ ആത്മാവിനെ കെടുത്തിക്കളയുകയും നിങ്ങൾ അവരുടെ പാപത്തിന് പങ്കാളിയാകുകയും ചെയ്യുകയാണ്. ആമേൻ. പ്രവചനം തുച്ഛീകരിക്കുക, ഇത് വലിയൊരു പ്രധാന വിഷയം കേട്ടോ, നിങ്ങൾ കേൾക്കണം. പ്രവചനം തുച്ഛീകരിക്കരുത്. സകലതും ശോധന ചെയ്ത്, നിങ്ങൾക്ക് പലർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ നമുക്കിന്ന് ദൈവകൃപയാൽ അത് തീർക്കുവാൻ കർത്താവ് ഇടയാക്കി തരും. പ്രവചനം തുച്ഛീകരിക്കരുത്. നമുക്കറിയാം, പ്രവചന ശുശ്രൂഷ ഭയങ്കര വിലപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. പ്രവചന ശുശ്രൂഷ ദൈവകൃപയാൽ നമ്മുടെ ഈ കൂട്ടായ്മ ഒരു പ്രൊഫറ്റിക്കൽ ഒരു മിനിസ്ട്രി ആയിട്ട് ദൈവം ഉയർത്തിയിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കർത്താവ് ഒരു ശുശ്രൂഷ 2012 ദൈവാത്മാവ് എൻ്റെ ആത്മീയ കണ്ണുകളെ തുറക്കുവാൻ ഇടയായി തീർന്നു. എൻ്റെ കഴിവ് ഒന്നുമല്ല, കാര്യം എന്നേക്കാൾ മുമ്പന്മാർ ഒത്തിരി ഉണ്ട്, ശ്രേഷ്ഠന്മാർ ഒത്തിരി ഉണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പോലെ എല്ലാവരിലും ചെറിയവനായി, ഒരു കഴിവുമില്ല. 2012 മുതലാണ് എനിക്കിതെല്ലാം കാണാൻ ഒരു കൃപ ദൈവം തന്നത്. 2012 ഒരാത്മീയമായ പരിശുദ്ധാത്മാവ് നമുക്കെല്ലാം ഒത്തിരി പേർക്ക് നമ്മുടെ കൂട്ടായ്മയിൽ ഒരു പകർച്ചയുണ്ടായി. ഒത്തിരി ആൾക്കാർക്ക് അതേപോലെ തന്നെ കാണാനും കേൾക്കാനും ദൈവം കൃപ കൊടുത്തു. അതൊരു വലിയ പകർച്ചയാണ്. നിങ്ങളിനി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇമ്പാർട്ടേഷൻ, കൈവെപ്പ് ശുശ്രൂഷകൾ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് ഫെബ്രുവരി നടക്കാൻ പോകുന്ന നമ്മുടെ മീറ്റിങ്ങിൻ്റെ അകത്തും വലിയൊരു പകർച്ച ഉണ്ടാകും. നിങ്ങളുടെ മേൽ ആത്മീയ കണ്ണുകൾ തുറന്ന് നിങ്ങൾക്കും കാഴ്ചകൾ കാണാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കിത് കിട്ടാൻ ഒരു യോഗ്യതയുമില്ല, ഒരു കഴിവുമില്ല, ഒരു പ്രാർത്ഥനയൊന്നും എനിക്ക് നിങ്ങളെപ്പോലെ ഒന്നും എടുക്കാനൊന്നുമല്ല ഞാൻ. അപ്പം ഈ 2012 മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതങ്ങളെ കാണാനും ഭാവിയിൽ അത് എൻ്റെ ഇഷ്ടത്തിനല്ലത് വർക്കാകുന്നുണ്ട്. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഇപ്പം പെട്ടെന്ന് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ ദൈവം വെളിപ്പെടുത്തിയില്ലെങ്കിൽ വെളിപ്പെടുത്തൂല്ല, അത് വേറെ കാര്യം. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നത്. ദൈവം വെളിപ്പെടുത്തിയില്ലെങ്കിൽ എനിക്കൊന്നും കാണാനും പറ്റത്തില്ല. അപ്പം ഇവിടെ അതുകൊണ്ടാണ് ഏലീശ പറഞ്ഞൊരു വാക്കുണ്ട്, ആ ശുനേനക്കാരത്തി സ്ത്രീ തൻ്റെ മകൻ മരിച്ചിട്ട് മനോവ്യസനത്തോടെ ഓടി വരുമ്പം ഹേഗസി പറയുന്നുണ്ട്, എന്തോ ഒരു പ്രശ്നം അവൾക്ക് ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ പ്രവാചകൻ പറയുന്നുണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട്, പക്ഷേ യഹോവ എനിക്കത് വെളിപ്പെടുത്തിയിട്ടില്ല ഇതുവരെ.
അവൾക്ക് എന്താ വിഷമമൊന്നും ഇതുവരെ ദൈവം വെളിപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ അർത്ഥം ദൈവം അതുവരെ ആ സഹോദരി വിഷമത്തോടെ വരുന്ന കണ്ടിട്ട് പ്രവാചകനായ ഏലീശയ്ക്ക് എന്ത് ചെയ്തില്ല, ആ സമയം വരെ വെളിപ്പെടുത്തിയില്ല. പിന്നീടാണ് അദ്ദേഹത്തോട് ദൈവം സംസാരിക്കുന്നത്. അപ്പം ദൈവം വെളിപ്പെടുത്തിയാൽ മാത്രമേ ഉള്ളൂ പ്രവചനം വെളിപ്പെടുത്തുള്ളൂ. അപ്പം ആ പ്രവചനം എന്നുള്ളത് എനിക്കൊരു കാര്യം മനസ്സിലായി, ഒത്തിരി ആൾക്കാരുടെ ലൈഫിനെ പോലും ചേഞ്ച് ചെയ്യുവാൻ ദൈവകൃപയാൽ കാണാനിടയാതെ. ഞാൻ പറഞ്ഞ ഒത്തിരി ആൾക്കാരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഹിതത്തിലേക്ക് അവരെ കൊണ്ടുപോകുവാൻ, ദൈവഹിതമാണ് എന്നുള്ളത് കൊടുക്കുവാൻ കർത്താവ് ഇടയാക്കി. നിങ്ങൾ പോകുന്ന വഴി ദൈവം മുൻകൂട്ടി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി സാക്ഷ്യം പറഞ്ഞു, ഒരു തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു മിറ്റിൽ കൂമ്പാര വിട്ടിരിക്കുന്ന ഒരു വീട്ടിലോട്ട് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിച്ചു. ആ വ്യക്തി പിന്നെയും അങ്ങോട്ട് വരുന്നതുകൊണ്ട് കാണിച്ചു. അപ്പോൾ ഇന്നലെ ആ സാക്ഷ്യം കേട്ടവർക്ക് അറിയാൻ പറ്റും, ആ ആലോചന പ്രവചനം കേൾക്കുന്ന സമയത്ത് ആ വ്യക്തി വീണ്ടും വരാൻ വേണ്ടി പോവാണ്, ദൈവം ഒരു നന്മയാക്കി മാറ്റാൻ വേണ്ടി പോവാന്ന് പറഞ്ഞപ്പോൾ സഹോദരി പറഞ്ഞു അതിനുശേഷം അങ്ങനെ ഒരു പ്ലാൻ ഇല്ല, അദ്ദേഹം പിന്നെ വരാൻ ഒരു പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷേ മിനിഞ്ഞാന്നോ കഴിഞ്ഞ ദിവസം എങ്ങാണ്ട് പെട്ടെന്ന് തലമുറ വിളിച്ചു പറഞ്ഞു അദ്ദേഹം വീണ്ടും അങ്ങോട്ട് വരാൻ വേണ്ടി പോകും. അപ്പം ഇത് കേൾക്കുന്ന സമയത്ത് വരാൻ എത്ര പേര് ആ സാക്ഷി ഇന്നലെ കേട്ടായിരുന്നു? എത്ര പേര് കേട്ടായിരുന്നോ? കേട്ടു. അപ്പോൾ ഭാവിയിൽ രണ്ട് ഇതാണ്. ഒന്ന് നടന്ന കാര്യം, ഇന്നലെ വേറെ സഹോദരിയുടെ കാര്യങ്ങൾ നിങ്ങൾ കേട്ടു. അങ്ങനെ ഒത്തിരി നമ്മൾ ഡെയിലി ഇത് കേൾക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇതൊരു പുതുമയായിട്ട് തോന്നില്ല. അപ്പോൾ എനിക്കിത് 2012 എനിക്കത് വലിയൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാര്യം മറ്റൊരാളുടെ ഭാവിയിലും ഭൂതകാലങ്ങളിലും നടക്കുന്ന കാര്യങ്ങളെ കർത്താവ് വെളിപ്പെടുത്തി ദൈവം എന്താണോ ചെയ്യുവാൻ പോകുന്നത് എല്ലാം, ഞാൻ പറഞ്ഞാൽ എൻ്റെ ഇഷ്ടത്തിലല്ല ഇത് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല. എന്നാൽ ബ്രദറെ എന്നാൽ പിന്നെ നാളെ ബ്രദർ പറ അമേരിക്കയിൽ എന്നാ സംഭവം, ദൈവം വെളിപ്പെടുത്തിയാൽ പറയാൻ പറ്റും. നിങ്ങൾക്കും അങ്ങനെ തന്നെ കേട്ടോ. പ്രവചന ശുശ്രൂഷ ആഗ്രഹിക്കുന്നവർ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ കഴിവിലല്ല ഇത് പോകുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിലാണ്. ദൈവം ചിലത് വെളിപ്പെടുത്തത്തില്ല, ചില കാര്യം ദൈവം വെളിപ്പെടുത്തത്തില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ഇൻസിഡൻറ്റ് 3-4 മാസം മുമ്പ് ദൈവം എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന അതൊരു എൻ്റെ മനസ്സിനെ ദൈവം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സംഭവം നടക്കുന്നതിന് മുമ്പ് വരെ എൻ്റെ സ്വപ്നത്തിലും ഞാൻ പലപ്പോഴും ഞെട്ടി എണീക്കുന്ന രീതിയിൽ വരെ ആ സ്വപ്നം എന്നെ കാണിച്ചുകൊണ്ടിരുന്നു. അതെൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞിടെ കാണാൻ ഇടയായിത്തീർന്നു. അപ്പം അങ്ങനെ പല ദൈവം സ്വപ്നത്തിലൂടെ സംസാരിക്കും, ദൈവം ദർശനത്തിലൂടെ സംസാരിക്കും, ദൈവം പ്രവചനത്തിലൂടെ സംസാരിക്കും. ഇനി ഇത് കേൾക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചോണം, പ്രവചനത്തെ പ്രവചനം തുച്ഛീകരിക്കരുത്. എൻ്റെ അടുത്ത് ഒരു പ്രവചനം കേട്ടാൽ പ്രേതർ ഏതാണ്ടാക്കിയിരുന്ന് പറയുക എന്നല്ല, നിങ്ങൾ ആ പ്രവചനത്തെ ആമേൻ പറഞ്ഞ് സ്വീകരിക്കണം. എന്നിട്ട് പറയുകയാണ് സകലതും ശോധന ചെയ്തിട്ട്, ഇവിടെ വളരെ ശ്രദ്ധിക്കണേ, സകലതും ശോധന ചെയ്തിട്ട് നല്ലത് മുറുക്കെ പിടിക്കൻ, സകല ദോഷവും വിട്ടകല്. ഇപ്പോൾ എന്തിനാണ് ഇതൊരു വാണി കൊടുക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ, ഈ പ്രവചിക്കുന്ന സമയത്ത് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ ബുദ്ധിയും ആത്മാവും തമ്മിൽ ഒരേ സമയത്ത് കറക്റ്റ് വർക്ക് ചെയ്യും. ഇപ്പം ഞാനിപ്പം നിങ്ങൾ ചിലപ്പം തുടക്കത്തിലെ പല ഉപദേശം കേട്ടവരുണ്ട്. ഇപ്പം നമ്മൾ ഒത്തിരി കാഴ്ചപ്പാടുകൾ മാറിയായിരുന്നു. ചിലർ ചിന്തിക്കും ദൈവത്തോട് അടുക്കുന്ന സമയത്ത് കൂടുതൽ കഷ്ടതയുണ്ടാകും എന്നൊരു ഉപദേശം നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? എത്ര പേര് കേട്ടിട്ടുണ്ടായിരുന്നത്? എത്ര പേർക്ക് ഇത് കേട്ടവർക്ക് മാറി? ചിലർ പഠിപ്പിച്ചു ക്രിസ്തീയ ജീവിതം ഭയങ്കര തകർച്ചയുടെ ജീവിതമാണ്. അപ്പം എനിക്കറിയാവുന്ന ഒരു സുഹൃത്ത് എപ്പോഴും പറയും എന്നെ തകർക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ തകർച്ച ഉണ്ടായാലും ഉയർച്ച ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് പുള്ളി എല്ലാ ദിവസവും പറയും കർത്താവ് എൻ്റെ കടം മാറരുതേ, കടക്കാരെന്നെ തല്ലി നിരപ്പാക്കണമേ, എൻ്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകരുതെന്നൊക്കെ പുള്ളി കേട്ട സുവിശേഷത്തിൻ്റെ കുഴപ്പമാണ് അത്. അയാൾ കേട്ട പഠിപ്പീരിൻ്റെ കുഴപ്പം, സുവിശേഷത്തിൻ്റെ കുഴപ്പമല്ല, പഠിപ്പീരിൻ്റെ കുഴപ്പമാണ്. അപ്പം അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അതിൻ്റെ എന്തോ ചോദിക്കുന്നത് വെച്ചാൽ ബൈബിളിൽ പറഞ്ഞു താഴ്മയുള്ളവനെ ദൈവം ഉയർത്തുമെന്നൊരു വചനപ്രകാരമാണ് തകരാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഒത്തിരി കൺസെപ്റ്റുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിക്കും ചിലപ്പം പ്രവചനം വെളിപ്പെടും. പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്ന ആത്മാവാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്രവചനം കേൾക്കുമ്പോൾ ചിലർ ആ പ്രവചനത്തിൻ്റെ കൂട്ടത്തിൽ ചിലർ കാര്യം കൂടെ പറയും, നിങ്ങൾ സൂക്ഷിക്കണം, എങ്കിലും കർത്താവ് പിശാച് നിങ്ങളെ തകർക്കുവാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് കേൾക്കുമ്പം ദൈവത്തിൽ നിന്നുള്ള പ്രവചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രവചിക്കുന്നവൻ ആത്മീക വർധനവ് നിങ്ങൾക്ക് വരുത്തും, പ്രബോധനം നിങ്ങൾക്കുണ്ടാവും, നിങ്ങളിൽ വിശ്വാസത്തിൻ്റെ വർധനവുണ്ടാവും. ശ്രദ്ധിച്ചോണം, ഈ 3 കാര്യങ്ങൾ വചനം കേൾക്കുമ്പോഴും പ്രവചനം കേൾക്കുമ്പോഴും നിങ്ങൾ എനിക്ക് വന്ന കൊരിന്ത്യർ ലേഖനത്തിൽ ആ വാക്യം നടക്കാവ്, പ്രവചിക്കുന്നവൻ അവനെ പ്രബോധിപ്പിക്കുന്നു, അവനെ ആത്മീക വർധനവ് വരുത്തുന്ന ഒരു വാക്യമുണ്ട്. അപ്പം നമ്മളൊരു പ്രവചനം കേൾക്കുമ്പോഴും വചനം കേൾക്കുമ്പോഴും അത് കേൾക്കുമ്പോൾ നമുക്ക് പേടി വരുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പ്രവചനത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ശോധന ചെയ്യണം, ഒന്ന് പരിശോധിക്കണം.
കാര്യം ദൈവം എന്നോട് സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് പുതിയ നിയമ വിശ്വാസി എന്നോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ഭയമല്ല വരേണ്ടത്, ഒന്നും കൂടെ യേശുവിനെ കെട്ടിപ്പിടിക്കുവാൻ, യേശുവിനോട് ചേർന്ന് നിൽക്കുവാൻ വലിയൊരു സാന്നിധ്യം നമുക്ക് വരണം. ആമേൻ. അല്ലാതെ പക്ഷം നിങ്ങൾക്ക് ദൈവത്തോടെടുക്കേണ്ട ഒരു ഭയമോ പേടിയോ വരുന്നുണ്ടെങ്കിൽ അത് ശോധന ചെയ്യണം. എന്നിട്ട് പറയാം നല്ലത് മുറുക്കെ പിടിച്ച് എന്ത് ചെയ്യണം നമ്മൾ. അപ്പോൾ ചിലർക്ക് നിങ്ങളുടെ നാട്ടിലേക്ക് ഇഷ്ടം പോലെ പ്രവചിക്കുന്ന ആൾക്കാരുണ്ട്, നിങ്ങളെല്ലാം അവിടെ പോകുന്നവരാ, ചിലർ അവിടെ പോകുന്നവരുണ്ട്. എന്നാണ് ഒരു സഹോദരി പണ്ട് പ്രവചനം കേട്ട് പറഞ്ഞു, ബ്രദറെ ആരാണ്ട് എന്നോട് പറഞ്ഞു എൻ്റെ മേൽ വലിയ ഭൂതമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്നാ ചെയ്യും ബ്രദറെ? 1 കൊരിന്ത്യർ 14 അധ്യായത്തിൻ്റെ 3 വാക്യമാണോ? 3 മുതൽ 1 കൊരിന്ത്യർ 14 അതിൻ്റെ 3 വാക്യം എനിക്ക് നോക്കട്ടെ, ഞാൻ നോക്കട്ടെ ആ വാക്യം. ഇവിടെ നോക്കി 3 വാക്യം. പ്രവചിക്കുന്നവനോ, 3 വാക്യം നോക്കി, ആത്മീക വർധനവിനേക്ക് പ്രബോധത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യനോട് സംസാരിക്കുന്നു. അപ്പം പ്രവചനം എന്ന് പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാകണം? ആത്മീക വർധനവുണ്ടാകണം. പ്രബോധനത്തിനും, അതിൻ്റെ അർത്ഥം ഒന്നും കൂടെ എന്നെ ഒന്ന് ബലപ്പെടുത്തുക വചനത്തിൽ. 2 ആശ്വാസം എനിക്കുണ്ടാകും. എൻ്റെ കൂടെ പറഞ്ഞ് 3 കാര്യം എനിക്കുണ്ടാകും. 1 ആത്മീക വർധനവുണ്ടാകും, വചനത്തിൽ എനിക്കൊരു ഉറപ്പുണ്ടാകും, 2 എനിക്കൊരു ആശ്വാസമുണ്ടാകും. ഇതാണ് പ്രവചനം. ആത്മീക വർധനവുണ്ടാകും, ആമേൻ. ഇതാണ് പ്രവചനം. ഇങ്ങനെ ഇതല്ലാതെ വരുന്നതാണെങ്കിൽ നിങ്ങൾ പിടിക്കരുത്. നീ പോകുന്ന വഴിക്ക് പിശാച് നിന്നെ തകർക്കാൻ വേണ്ടി നിൽക്കുന്നു, ഉടനെ 2 അടയാളം പറയും. കറക്റ്റാണല്ലോ, ബാക്കിയെല്ലാം കറക്റ്റാ ബ്രദറെ, എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി, എൻ്റെ കുടുംബത്തിലെ എല്ലാ കാര്യവും വെളിപ്പെടുത്തി, എൻ്റെ വിഷയങ്ങളൊക്കെ വെളിപ്പെടുത്തി, അതെല്ലാം കറക്റ്റാ ബ്രദറെ. അപ്പോൾ എങ്ങനെ എനിക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റും? കണ്ടോ, അതെല്ലാം കറക്റ്റാ ബ്രദറെ. എൻ്റെ വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു. ആ കൂട്ടത്തിൽ പറഞ്ഞു പിശാച് വലിയ കപ്പക്കോലുമായിട്ട് നിൽപ്പുണ്ട്, പോകുന്ന വഴി തല്ലി തകർത്ത് വീഴ്ത്താൻ വേണ്ടി നിൽപ്പുണ്ട്, നീ സൂക്ഷിക്കണം എന്നൂടെ വാക്കുകൂടെ പറഞ്ഞു. അയ്യോ ബ്രദറെ, ഞാൻ എന്നാ ചെയ്യും? ശ്രദ്ധിച്ചോണം. പ്രവചിക്കുന്നവൻ ആത്മീക വർധനവ്, സ്പിരിച്വൽ എഡിഫിക്കേഷൻ. 2 പ്രബോധനം, വചനത്തിൽ എനിക്കൊരു ഉറപ്പ് തരും. 3 എനിക്കൊരു ആശ്വാസം. ദൈവമേ സ്തുതി. ഇത് 3 വെളിപ്പെടുന്നതാണ് പ്രവചനം പുതിയ നിയമത്തിൽ. പഴയ നിയമത്തിൽ വ്യത്യാസമുണ്ട്. നമ്മൾ പഴയ നിയമ വിശ്വാസികളല്ല. പഴയ നിയമം വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, കീറിക്കളണമെന്നല്ല ഞാൻ പറഞ്ഞേക്കുന്നത്. പഴയ നിയമത്തിൽ ദാസനാണ്, പുതിയ നിയമത്തിൽ പുത്രനാണ്. അപ്പൻ മക്കളോട് സംസാരിക്കുന്നതാണ്. ആമേൻ. അപ്പം നമുക്ക് ഇത് കേൾക്കുമ്പം ആശ്വാസം വരണം. അപ്പം ചിലർ പറഞ്ഞു ബ്രദറെ ബാക്കിയെല്ലാം കറക്റ്റാ ബ്രദറെ, പക്ഷെ ആ സഹോദരി അല്ലെങ്കിൽ ആ പ്രവാചകൻ പറഞ്ഞു എല്ലാം കറക്റ്റാ ബ്രദറെ, പക്ഷെ എന്നോട് പറഞ്ഞു സാത്താൻ നിന്റെ തലമുറയെ തകർക്കാൻ വേണ്ടി, കൊല്ലാൻ വേണ്ടി ഇട്ടിരിക്കുകയാണല്ലോ. അല്ലല്ല, പലപ്പോഴും ദൈവാത്മാവ് അനർത്ഥങ്ങളെ വെളിപ്പെടുത്താറുണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടായിരുന്നു, നമ്മുടെ കൂട്ടായ്മയിൽ ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് ഒരു മകൻ്റെ പേര് വെളിപ്പെടുത്തിയിട്ട്, എന്തോ ഒരു പേര് ഞാൻ ഓർക്കുന്നില്ല, എന്നിട്ട് പറയാൻ പറഞ്ഞു വലിയൊരു അനർത്ഥം അവൻ്റെ ജീവിതത്തിൽ നിന്ന് കർത്താവ് തള്ളി മാറ്റാൻ വേണ്ടി. അപ്പോൾ ആ സഹോദരി പറഞ്ഞു ബ്രദറെ 3-4 പ്രാവശ്യം എൻ്റെ പെങ്ങടെ മോനായിരുന്നു, എനിക്ക് ആരാ പറഞ്ഞു എനിക്ക് ഓർക്കുന്നില്ല, ആരാ പറഞ്ഞത്, പെങ്ങടെ മോനായിരുന്നു, അവനെ കർത്താവിൻ്റെ പേര് ദൈവം വെളിപ്പെടുത്തിയാണ്, അതാരായിരുന്നു? അപ്പോൾ പറഞ്ഞു ഏതായിരുന്നു? അതൊന്ന് പറഞ്ഞു. അതും പറഞ്ഞു. എനിക്ക് പറഞ്ഞു അതിന് മുമ്പ് അത് 2 കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ വലിയൊരു അനർത്ഥം. അപ്പം അതിനർത്ഥം ദൈവം അനർത്ഥം തരുമെന്നൊരു ആശയമല്ല, അത് സംഭവിക്കാൻ പോകുന്നത് മുൻകൂട്ടി കർത്താവ് വെളിപ്പെടുത്തുവാണ്. അപ്പം അവർ പറഞ്ഞു, സൗരി പറഞ്ഞു, നേരത്തെ ഒരു സൗകര്യം പറഞ്ഞു ഈ ജോമോൻ എന്നുള്ള ഇതല്ലാതെ അതിന് മുമ്പ് വേറൊരു പേരുടെ വെളിപ്പെടുത്തായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു 3 പ്രാവശ്യം എങ്ങാണ്ട് അവന് ബൈക്ക് ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. അവർ യേശുവിൽ വിശ്വസിക്കുന്നവരൊന്നും അല്ല, പക്ഷേ എൻ്റെ സഹോദരിയുടെ മോനാണ് ആ സഹോദരി പറയാനിടയെ തീർന്നു. അപ്പോൾ കർത്താവ് അത് ദൈവമാണോ അല്ല, ദൈവം അത് പറയുക, മുൻകൂട്ടി പറയുകയാണ്. അനർത്ഥം മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കാനാ, അനർത്ഥം വരാൻ വേണ്ടിയല്ല, അത് മാറിപ്പോകാൻ വേണ്ടി. അപ്പോൾ പ്രവചനമെന്ന് പറഞ്ഞാൽ അനർത്ഥം വരുമെന്ന് പ്രവചിക്കുന്നതല്ല, അനർത്ഥം വരുന്നതിന് മുമ്പേ അതിനെ വെട്ടി നീക്കുവാൻ നിങ്ങൾക്ക് ശക്തിയുണ്ട്. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് തെസ്സലോനിക്കയ്ക്ക് ലേഖനത്തിൽ പറയുകയാണ്, നിങ്ങൾ പ്രവചനം കേട്ട ഉടനെ ചാടി പിടിക്കാൻ നിൽക്കാതെ ശോധന ചെയ്യണം. നമ്മുടെ കുഴപ്പം അതാണ്. ആരെങ്കിലും പ്രവചിച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി പ്രവചന ശുശ്രൂഷ. കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ ഒരു മുൻപരിചയമില്ലാത്ത ആൾക്കാരുടെ ജീവിതത്തിൽ അവരുടെ ഹൃദയത്തിൻ്റെ അകത്തിരിക്കുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തുമ്പോൾ അത് കേൾക്കുന്നതും എത്ര കേൾക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് നിങ്ങൾക്കത്.
അത് കേൾക്കാനൊക്കെ ചെയ്യുമ്പോൾ എനിക്കുണ്ട്. നമുക്ക് തന്നെ വലിയ വലിയ എക്സൈറ്റ്മെന്റ്. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ നമ്മൾ ചെറുതാ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പല കാര്യങ്ങളും കർത്താവ് വെളിപ്പെടുത്തി കേട്ടപ്പോൾ നമുക്ക് തന്നെ അതിശയം വരുന്നത്, അതായത് അവരുടെ വ്യക്തിപരമായ പല കാര്യങ്ങൾ ദൈവം ഉറപ്പിക്കുന്നത്, അവരെ പേടിപ്പിക്കുന്നതല്ല, അവരുടെ പല സീക്രട്ടായിട്ടുള്ള അവർക്ക് മാത്രം വ്യക്തിപരമായിട്ട് ആൾക്കാർ ഞാൻ ഇങ്ങനെ പറയും, സഹോദരി അല്ലെങ്കിൽ സഹോദര കർത്താവ് എന്നെ ഇങ്ങനെ അയ്യോ പെട്ടെന്ന് അവർ ചിലർ പോയി കാണുന്നു, ബ്രദറെ ഇതെങ്ങനെ ബ്രദറിന് മനസ്സിലായി? കാര്യം അവർക്ക് അറിയത് ദൈവാത്മാ വെളിപ്പെടുത്തെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് കഴിഞ്ഞ ദിവസം സഹോദരി പറഞ്ഞത് കേട്ടില്ലായിരുന്നോ? ഒരു മാല ഊരിയിട്ട് മറ്റൊരു മാല പിന്നെ ഇടുന്നു, പിന്നെ ഊരി വെച്ച മാല ഇട്ടില്ല, പകരം വേറൊരു മാല എടുത്തിടുന്നു, വലിയൊരു ഭയം അകത്ത് വരുന്നു. അപ്പം ഞാൻ ഇന്നലത്തെ ലൈവ് കേട്ടവർക്ക് അറിയാൻ പറ്റും, ഞാനത് പറയുന്നുണ്ട്, എനിക്കത് മനസ്സിലായിട്ടില്ല. ഒരു മാല ഇട്ടുകൊണ്ടിരുന്ന ഒരു മാല ഊരി വെച്ചിട്ട് വേറൊരു മാല എടുത്തിടുന്നു, ഇതെന്തോ അതിൻ്റെ അർത്ഥം? എത്ര പേര് ഇന്നലെ അത് കേട്ടായിരുന്നു? ആ ആലോചനയുടെ സാക്ഷി നിങ്ങൾ എത്ര പേര് കേട്ടായിരുന്നു? കേട്ടു. അപ്പോൾ ആ സഹോദരൻ എൻ്റെ കാരണം എന്നാ പറഞ്ഞത്, ബ്രദറെ അത് നഷ്ടപ്പെട്ടു പോകുമെന്നൊരു ഭയം, അപ്പം ഈ ഒരു ഭയം നമ്മുടെ ഉള്ളിലോട്ട് പിശാച് കൊണ്ടുവരിക. ഭാവിയെ ഓർത്ത്, കുഞ്ഞുങ്ങളെ ഓർത്ത് എപ്പോഴും ഭയം. ഇതൊരു പിശാചിൻ്റെ തന്ത്രമാണ്. ആ ഭയത്തെ ദൈവം വെളിപ്പെടുത്തിയതാ ആ വ്യക്തിയെ അപ്പം ആ വ്യക്തി സൗകര്യം വന്നു. അത് 5-6 ദിവസം മുമ്പ് വീടിൻ്റെ അകത്ത് നടന്ന ആ കാര്യം. അതിനർത്ഥം ആ കാര്യം നമ്മൾ കാണണമെങ്കിൽ CC ക്യാമറ വെക്കണം. ഞാൻ അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ CC ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് 24 മണിക്കൂറും നമ്മളത് വാച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ അത് കാണാൻ പറ്റത്തുള്ളൂ. ആ മാല ഊരി മാറ്റുന്ന കാര്യം, ഒരു ബെഡ്റൂമിൽ പോകുന്നു, ആ മാല ഊരി മാറ്റുന്നു, വേറൊരു മാല എടുത്തിടുന്നു, അത് തിരിച്ചു വരുന്നു. ഇതൊക്കെ നടക്കുന്നത്, ഒരു വീടിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളെ കാണണമെങ്കിൽ ഒരു CC ക്യാമറ വെക്കണം, ഫുൾ CC. അപ്പം നമുക്ക് ഇതുള്ള സമയം വല്ലതും ഉണ്ടോ? ഞാൻ എടുത്ത് ചോദിക്കുകയും ചെയ്തു. നമ്മൾ തമ്മിൽ എത്ര കിലോമീറ്റർ ദൂരമുണ്ട്, മൈലുകൾ ദൂരമുണ്ട്. അപ്പം ഇത് കർത്താവ് വെളിപ്പെടുത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1, ദൈവം നമ്മളെ കാണുന്നുണ്ട്. 2, ഇവിടെ നിങ്ങൾ നോക്കിയ ഒരു പ്രവചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് എന്തുണ്ടാകണം? നിങ്ങൾ ധൈര്യപ്പെടണം. ആത്മീക എൻ്റെ ദൈവം എന്നെ കാണുന്നുണ്ട്, എൻ്റെ കർത്താവ് എന്നെ കാണുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഈ വർധനവകത്തുണ്ടാകണം. അല്ലാതെ അയ്യോ കർത്താവേ നീ എന്നെ കാണുന്നുണ്ടോ എന്ന് പറയാൻ വേണ്ടി. 2, പ്രബോധനം എന്ന് പറഞ്ഞാൽ വചനവുമായിട്ട് റിലേറ്റഡാണ്. ഒരു കാര്യം പ്രബോധിപ്പിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വചനവുമായിട്ട് നമുക്ക് കണക്ഷൻ വേണം. വചനമില്ലെങ്കിൽ നമുക്ക് ഒരു പരിപാടി നടക്കത്തില്ല. എന്ത് പ്രവചനം കേട്ടാലും നിങ്ങൾക്ക് വചനത്തിൻ്റെ അടിസ്ഥാനമില്ലെങ്കിൽ പാറമേൽ പണിത വീട് പോലെ വചനത്താൽ ഒരുവൻ ഉറച്ചു കഴിഞ്ഞാൽ എത്ര കാറ്റടിച്ചാലും വീണു പോകത്തില്ല. 2, ആശ്വാസം. പണ്ടൊരു പ്രവചനം കേട്ടിട്ട് ഒരു സഹോദരി പറഞ്ഞതുപോലെ, ഇതിൻ്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തിക്കോ, നീ മരിക്കാൻ പോകുന്നു പറഞ്ഞിട്ട് ആ വീടിൻ്റെ അകത്ത് ഉള്ള സമാധാനം നഷ്ടപ്പെട്ട് കാറിക്കൂയി എന്നെ വിളിച്ചു ഓർക്കുന്നുണ്ട് ഇപ്പോഴും. നമ്മൾ സഹോദര പ്രവചനം കേൾക്കുമ്പോൾ നമുക്ക് ആശ്വാസം ഉണ്ടാകണം, നമുക്കൊരു ധൈര്യം വരണം. ഇതാണ് പ്രവചനം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് നിങ്ങൾ നല്ലത് മുറുക്കെ പിടിക്കണം. നോക്കിയേ ആ വചനം നോക്കിയേ, സകലതും ശോധന ചെയ്തിട്ട് നല്ലത് മുറുക. നല്ലത് ഒന്ന് എൻ്റെ കൂടെ പറഞ്ഞിട്ട്, നല്ലത് മാത്രമേ എടുക്കാവുള്ളൂ പറ. നല്ലത് മാത്രമേ. ആമേൻ. അപ്പൊ അത് ശ്രദ്ധിച്ചോണം. ഒത്തിരി പ്രവചനം കേൾക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം, നിങ്ങൾ ചിലപ്പോൾ കുടുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. കാരണം ഈ പ്രവചിക്കുന്ന ആൾക്കാരുടെ അകത്തൊരു ടീച്ചിങ് കിടപ്പുണ്ട്. ഇയാൾ വന്ന സമയത്ത് എന്താണോ ഇദ്ദേഹത്തിൻ്റെ ടീച്ചിങ്, ഇപ്പം ഇദ്ദേഹം കേട്ടത് എന്നാണെന്നറിയാവോ? പിശാച് ബൈക്കിൽ പോകുമ്പോൾ കാല് തല്ലി ഓടിച്ച് മറിച്ചിടുന്നതൊക്കെ ആയിരിക്കും. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അടി കിട്ടുമെന്ന് പ്രാർത്ഥിക്കുന്ന ഉപദേശം കേട്ടവരായിരിക്കും. ഇങ്ങനെ ഉപദേശം കേട്ടയാൾക്കും പ്രവചനം ഉണ്ടായിരിക്കും. ഇയാൾ പ്രവചിക്കുമ്പം ഇതിൻ്റെ അകത്ത് ഇത് കയറി വരും. അയ്യോ നീ സൂക്ഷിച്ച കേട്ടോ, പിശാച് നിന്നെ അടിച്ച് തകർക്കാൻ വേണ്ടി വെളിയിൽ നിൽപ്പുണ്ട്. പിന്നെ നമുക്ക് വിശ്വാസമല്ല വരുന്നത്, പേടിയാ. ആശ്വാസമല്ല വരുന്നത്, അസ്വസ്ഥതയാ. അപ്പം അവിടെ നമ്മൾ വിവേചിക്കണം. ഇല്ല, എൻ്റെ ദൈവം എൻ്റെ കൂടെ നിൽക്കും. അവിടെയാണ് പ്രബോധനത്തിൻ്റെ ശക്തി. വചനത്തിലൂടെ മാത്രമേ പ്രബോധനം ഉണ്ടാകത്തുള്ളൂ. തമ്മിൽ നിങ്ങൾ പ്രബോധിപ്പിക്കണം. നമ്മൾ തെസ്സലോനിക്ക സഭയെ പറ്റി കേട്ടല്ലോ, മഹാകഷ്ടത്തിലൂടെ കടന്നു പോകുക. അവർക്ക് പ്രാർത്ഥിക്കാൻ സ്വാതന്ത്ര്യമില്ല. യേശുവേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ യഹൂദൻ ഓടിച്ചിട്ട് അടിക്കും. പൗലോസിനെ പോലും അവർ ഓടിച്ചു. അവിടെ യാസോൻ എന്ന് പറയുന്ന പൗലോസിന് വീടിൻ്റെ മുറി തുറന്നു കൊടുത്ത ആ മനുഷ്യനെ പോലും വലിച്ചഴച്ചു കൊണ്ടുവന്ന് അവരെന്ത് ചെയ്തു? അവർ അധികാരികളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട ആൾക്കാരാ, പൗലോസിനെ ഓടിച്ചവരാ.
അവർക്ക് വലിയ കഷ്ടം അവിടെ ഉണ്ടായി. പക്ഷെ വലിയ കഷ്ടത്തിലും അവർ തമ്മിൽ പറഞ്ഞു, യേശു നമ്മുടെ കഷ്ടങ്ങളെ വഹിച്ചിരിക്കുന്നു. അവർ തമ്മിൽ ബലപ്പെടുത്തി. അവർ കർത്താവിൽ അനേക സഭകളെ ബലപ്പെടുത്തിയാണ് തെസ്സലോനിക്ക സഭ. ഇതാണ് സഭാ ചരിത്രങ്ങൾ. ആമേൻ. അപ്പോൾ നിങ്ങൾക്ക് വചനം കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വചന അടിസ്ഥാനമില്ലാത്ത ഉപദേശങ്ങൾ പിടിക്കില്ല. അപ്പോൾ നിങ്ങൾ പറയും, ബ്രദറെ എൻ്റെ സഭയിൽ ഇങ്ങനെ അല്ല പഠിപ്പിക്കും. ഞാൻ ഒരിക്കലും ഒരു സഭയെയും കുറ്റപ്പെടുത്തി. നിങ്ങൾ ഇവിടെ നിന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഇവിടെ നിന്നുകൊണ്ടോ എല്ലാ സഭയുടെയും പേര് പറഞ്ഞ് കുറ്റപ്പെടുത്തുമല്ല. അത് എനിക്കോ നിങ്ങൾക്കോ അത് മനസ്സിലാക്കാൻ പറ്റിയത് കൃപയാണ്. ഞാൻ ഈ പറഞ്ഞ ഒരു വാക്കുപോലും നിങ്ങൾക്കറിയാം. ഞാൻ ഈ നമ്മുടെ ബൈബിളിൽ പ്രൊജക്റ്റ് ചെയ്തേക്കുന്നത് ബൈബിൾ തന്നെയാണ്. നിങ്ങളുടെ സത്യവേദ പുസ്തകം ആയിക്കോട്ടെ, POC കാത്തലിക് ബൈബിൾ ആയിക്കോട്ടെ, ഓർത്തഡോക്സോ മാർത്തോമ ഏത് CS ഏത് ബൈബിൾ ആയിക്കോട്ടെ, പെന്തക്കോസ് ബൈബിൾ ആയിക്കോട്ടെ, എല്ലാ ബൈബിളിലും അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കണം. വെറുതെ ചാടിക്കയറി പിടിക്കരുത്. ഇവിടെ പൗലോസ് പറയുകയാണ്, സകലതും ശോധന ചെയ്ത്. ഒരു പ്രവചനം കേൾക്കുമ്പോൾ ബ്രദറെ ബാക്കിയെല്ലാം കറക്റ്റാ ബ്രദർ, ഇതാ പലരും ചോദിക്കുന്നത്, ബ്രദറെ എല്ലാ കാര്യവും കറക്റ്റാ ബ്രദറെ. അവിടെ നിങ്ങൾ ശോധന ചെയ്യണം. പ്രവചനം കേൾക്കുമ്പോൾ ഇമോഷൻ പ്രവചനങ്ങളുണ്ട്, നമ്മളെ ഭയപ്പെടുത്തുന്ന പ്രവചനമുണ്ട്, അങ്ങനെ ഭയപ്പെടുത്തുന്ന പ്രവാചകന്മാരുണ്ട്. പിശാച് ആരെയൊക്കെയാണ് കൈയെടുക്കുന്നത് നമുക്കറിയത്തില്ല. അവരെ മാനുഷിക തലത്തിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യും? അതുകൊണ്ട് ഒരു പ്രവചനം കേൾക്കും. ഞാനൊരു പ്രവചനം കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഞാൻ വേണ്ടത് മാത്രമേ പിടിക്കത്തുള്ളൂ. ഒരു ദിവസം ഒരു സഹോദരി എനിക്ക് വേണ്ടി പ്രവചിക്കാനിടയെ തുടർന്ന് ഒരു പ്രാർത്ഥന നടക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ബ്രദറെ ആ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ഒരു മനുഷ്യൻ വന്ന് നിങ്ങളെ ഉപദ്രവിക്കുന്നതായിട്ട് കർത്താവ് എന്നെ കാണിക്കുന്നു പറഞ്ഞു. ആ മനുഷ്യൻ വന്ന് ഉപദ്രവിക്കും, വലിയ പ്രശ്നം അവിടെ ഉണ്ടാക്കും, പ്രാർത്ഥനയെ അലങ്കോലമാക്കുമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചപ്പം പരിശുദ്ധാത്മാവ് പറഞ്ഞു, കർത്താവ് ആ പ്രാർത്ഥനയെ നന്നായി നടത്തുമെന്ന് എന്നോട് കർത്താവ് സംസാരിച്ചത് വെറുതെയാണ് നമ്മൾ ആ ഹോള് ബുക്ക് ചെയ്തത്. ഞാൻ അപ്പം തന്നെ എന്ത് ചെയ്തു? ആ സഹോദരി ദേഷ്യപ്പെടാൻ വേണ്ടി ഒന്നും പോയില്ല. ഞാനത് നല്ലത് മുറുക്കെ പിടിച്ചു. ഏതാ നല്ലതെന്ന് പറഞ്ഞാൽ വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകും എന്ന് പറഞ്ഞു. അത് ഞാൻ മുറുക്കെ പിടിച്ചിട്ട് മറ്റേതെൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ ദുഷ്ടൻ്റെ ആശയാണത്. മനസ്സിലായോ? ദുഷ്ടൻ്റെ ആശയാണ് ആ പ്രാർത്ഥന അലങ്കോലമാക്കിയിട്ട് ആ പ്രാർത്ഥനയെ അവിടുന്ന് അവൻ്റെ ആശയെ ഞാൻ വെട്ടിക്കളയുമെന്ന് പറഞ്ഞു. എൻ്റെ മനസ്സിൽ പറഞ്ഞു. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇപ്പം മനസ്സിലായോ? നല്ലത് മുറുക്കെ പിടിച്ചിട്ട് മറ്റേത് എന്ത് ചെയ്യണം? തള്ളിക്കളയണം. ശോധന ചെയ്ത് നല്ലത് മുറുക്കെ പിടിക്കണം. ആമേൻ. ഇത് മനസ്സിലാക്കിക്കോണം. ഒരു പ്രവചനം ഇപ്പം ഞാൻ പറയുക, അങ്ങനെയാണോ സഹോദരി, ആ പുള്ളിനെ തല്ലുവല്ലേ, ആമേൻ എന്ന് പറയരുത്. ആമേൻ പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. ദുഷ്ടൻ്റെ ആശ അതാണ്, ആ പ്രാർത്ഥന അലങ്കോലമാക്കുക. അപ്പം പ്രവചനം കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. ഇത് ഇടയ്ക്ക് കയറി വരും, നമ്മുടെ ബുദ്ധിയെ കവർന്നെടുക്കുവാനോ. അപ്പോൾ എപ്പോഴും നമുക്ക് പ്രബോധനമാകുന്ന വചനം, നമുക്ക് വചനത്തിൽ എന്താ ഒരനർത്ഥവും നിനക്ക് വരുത്തത്തില്ല. എൻ്റെ കൂടെ പറഞ്ഞു, ഒരനർത്ഥവും നിനക്ക് വരുത്തത്തില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിൻ്റെ മേൽ എന്ത് തല പോയാലും ഇത് വിട്ട് മാറിപ്പോകരുത്. ബാക്കിയൊക്കെ ദൈവം നോക്കിക്കോളൂന്നേ, ബാക്കിയൊക്കെ ദൈവം നോക്കിക്കോളും. ആമേൻ. നമ്മുടെ ഒരു പ്രശ്നവും മറ്റൊരു വ്യക്തിക്ക് നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദ്യം ചെയ്യുവാൻ ഇട്ടുകൊടുക്കരുത്. ഇത്രയും പ്രാർത്ഥിക്കുന്ന പുള്ളിക്ക് എന്നാ ഇങ്ങനെ വന്നത്, ഇത് പറയണ്ട നമ്മുടെ ഒരു പ്രശ്നവും. നിങ്ങൾ കർത്താവിനോട് മാത്രം സംസാരിച്ചാൽ മതി, ബാക്കി ദൈവം ചെയ്യും. അതാണ് പറഞ്ഞത്, ആത്മാവിൽ എപ്പോഴും സന്തോഷിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യുന്നില്ല. തുടർമാനമായിട്ട് നമുക്ക് വചനങ്ങളെ കേൾക്കാം, ബലപ്പെടാം. പ്രതിസന്ധി നമ്മളെ തളർത്തത്തില്ല, ഉയർത്തത്തേയുള്ളൂ. ഇന്നുള്ള സകല പ്രശ്നങ്ങളും നാളെ അത്ഭുത സാക്ഷ്യമാണ്. ഇതാണ് കർത്താവിൽ സന്തോഷിക്കണം. ഇന്നത്തെ എൻ്റെ പ്രശ്നം ഓർത്ത് കരയാനാണെങ്കിൽ ജീവിതകാലം മൊത്തം കരയാൻ എന്നെക്കൊണ്ട് പറ്റത്തുള്ളൂ. പക്ഷേ പറയണം, കരയാൻ മനസ്സില്ല, ഞാൻ സന്തോഷിക്കാൻ വേണ്ടി പോവുക. എൻ്റെ ദൈവം എനിക്ക് സാഖേലതും അവൻ നന്മയാക്കി മാറ്റും. അപ്പോൾ പ്രവചനം കേൾക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം. പലയിടങ്ങളിൽ പോയി പ്രവചനം കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ തോന്നുമ്പോൾ സൂക്ഷിച്ചു വേണം പ്രവചനം കേൾക്കാൻ. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ശുശ്രൂഷയാണ്. വേറെ ഏത് ശുശ്രൂഷയ്ക്കും ഇത്ര ഒരു വാണിംഗ് പൗലോസ് പറഞ്ഞ രോഗശാന്തി ശുശ്രൂഷ ആയിക്കോട്ടെ, എല്ലാം തട്ടിപ്പാന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. എനിക്ക് അവരോടൊന്നും പറയാനില്ല. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം, ഞാനിത് ആദ്യം വിശ്വസിച്ചിരുന്ന ആളൊന്നുമല്ല. പക്ഷെ എൻ്റെ ജീവിതത്തിൽ യേശു അത്ഭുതം ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതൊന്നും തട്ടിപ്പല്ല, ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ലെന്നേ. ഈ തട്ടിപ്പാന്ന് പറയുന്ന ആൾക്കാരോട് അവർക്കൊരു അത്ഭുതം കാണാത്തിടത്തോളം കാലം നമ്മൾ വെറുതെ ചിലവുണ്ട്, അങ്ങനെ അല്ല കേട്ടോ സഹോദര, ഒന്നും പോകണ്ട കേട്ടോ. അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾ പോകണ്ട. നമ്മൾ ചിലപ്പോഴൊക്കെ കാണാറില്ലേ, നമ്മൾ ഒരു കുരങ്ങനെ പഠിപ്പിച്ച് നമുക്ക് MBBS ആക്കാൻ പറ്റാത്തതുപോലെ ഇത് ആൾക്കാരെ നമുക്കൊരിക്കലും കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല.
അവരെങ്ങനെ കൺവിൻസ് ചെയ്യാൻ പറ്റും? യേശു പറഞ്ഞു മരിച്ചവർ ഉയർക്കും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വിശ്വസിക്കാൻ പറ്റും? ഇല്ല. ക്യാൻസർ പ്രാർത്ഥിച്ചാൽ മാറുമെന്ന് പറഞ്ഞാൽ മനുഷ്യന് വിശ്വസിക്കാൻ പറ്റുമോ? അപ്പോൾ MBBS പഠിച്ച ആൾക്കാരെല്ലാം മണ്ടന്മാരാണോ? അല്ല. അപ്പം നമുക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ ദൈവപ്രവൃത്തികൾ കണ്ട് യേശുവിൻ്റെ സാക്ഷികളാകട്ടെ അവർ. ആമേൻ. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ യേശുവെ, ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഇന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധയാത്മാവേ കൃപ പെരുകട്ടെ, കൃപ പെരുകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ, ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ കൃപ ഭവനങ്ങളുടെ മേൽ നടക്കട്ടെ. എൻ്റെ കൂടെ ഇന്ന് എല്ലാവരും പ്രാർത്ഥിച്ച്, ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ ഞാൻ വലിയ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ വളരെ എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മുടെ കേരളത്തിൽ നടക്കാൻ പോകുന്ന മീറ്റിങ്ങിൽ കർത്താവ് എന്താണോ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ചരിത്രത്തെ മാറ്റുന്ന രീതിയിൽ മുന്നോട്ട് ഏതൊക്കെ രീതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ വെല്ലുവിളി വന്നാലും ഞാൻ വളരെ പ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നത്. കർത്താവ് വലിയ കാര്യങ്ങൾ. എത്ര പേർക്ക് കോട്ടയത്ത് നടന്ന പ്രാർത്ഥന അനുഗ്രഹമായിരുന്നു? എത്ര പേർക്ക് അനുഗ്രഹമായിരുന്നു? എനിക്ക് അനുഗ്രഹമായിരുന്നു. ആമേൻ. തീർച്ചയായിട്ടും. അപ്പോൾ സാക്ഷ്യം പറയാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. ഞാൻ പറയാൻ വിട്ടുപോയി. നിങ്ങൾക്ക് സാക്ഷ്യം, രോഗസൗഖ്യം ലഭിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ സാക്ഷ്യം പറയാനുള്ളവർ നേരത്തെ നിങ്ങൾ വരുമ്പോൾ തന്നെ അവിടെ ഫ്രണ്ടിൽ ആളുകൾ കാണും. അവരോട് പറയണം, എനിക്ക് സാക്ഷ്യം പറയാനുണ്ട്. നമുക്ക് സമയപരിമിതി ഉണ്ട് എങ്കിൽ പോലും മാക്സിമം നിങ്ങളുടെ സാക്ഷ്യങ്ങൾ കേട്ട്, കാര്യം പുതുതായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്കൊരു വിശ്വാസത്തിൽ ബലം വരുവാൻ, മുന്നോട്ട് ആ പട്ടണത്തിൽ ആർക്കെങ്കിലും ഒരു സാധ്യത നിങ്ങളുടെ സാക്ഷ്യത്തിലൂടെ ഉണ്ടാകുമെന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു മടി, ചമ്മല ബ്രദർ, എനിക്ക് നാണക്കേട്, യേശുവിൻ്റെ മുമ്പിൽ നിൽക്കാൻ എന്നെ നാണക്കേട്, എന്നെ ജീവിക്കുവാൻ അനുവദിക്കുന്ന യേശുവാണ്, മറക്കരുത് കേട്ടോ. ഇന്നെനിക്ക് ആരോഗ്യത്തോടെ നടന്നു വരാൻ പറ്റിയത് യേശുവിൻ്റെ കൃപയല്ല. ഈ ദൈവത്തെ ഉയർത്താൻ പറ്റിയില്ലേ, പിന്നെ നമ്മൾ ആരുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്? മനുഷ്യനെ എന്തിനാണ് നമ്മൾ നോക്കുന്നത്? യേശുവിനെ ഉയർത്താൻ പറ്റിയില്ല, പിന്നെ എല്ലാം പോയില്ലേ? അപ്പോൾ ആ സാക്ഷ്യത്തിന് അവസരമുണ്ട്. ഇനി അഥവാ നിങ്ങൾക്ക് ബ്രദറെ എനിക്ക് സാക്ഷ്യം ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ പേര് വിളിച്ചല്ലെങ്കിൽ എൻ്റെ പറ്റിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ സങ്കടപ്പെടരുത്. നമ്മൾ മാക്സിമം സാക്ഷ്യങ്ങൾ പറയിപ്പിക്കാൻ അവിടെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നമുക്കറിയാമല്ലോ, ഹോളിൻ്റെ ഒക്കെ പരിമിതിയുണ്ട്. എല്ലാവർക്കും വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും സാക്ഷ്യമുള്ളവർ വരുമ്പോൾ തന്നെ എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. എന്താ സാക്ഷ്യം എന്നുള്ളത് അവരോട് പറയണം. അതനുസരിച്ച് നമുക്ക് എല്ലാ അവസരമുണ്ട്. സാക്ഷ്യം ആദ്യം തന്നെ കേൾപ്പിക്കുന്നുണ്ട്, അതിന് ശേഷമേ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം. അതിൽ ബലത്തി വേണം നമുക്ക് മുന്നോട്ട് ആ ശുശ്രൂഷകളിൽ നിൽക്കുവാൻ. അതുകൊണ്ട് സാക്ഷ്യം പറയാൻ നിൽക്കുന്നവർ ചാടി വന്നോണം. കർത്താവ് നിങ്ങൾ അതിന് അവസരമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, മുൻകൂട്ടി പറയുന്നത്. പ്രിപ്പയർ ആയി വന്നോണം. നിങ്ങൾക്ക് മെഡിക്കൽ റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ അതും കൂടി എടുത്തോണം. ഇനി ആർക്കെങ്കിലും ഒരു സംശയം വരുമോ, അതൊക്കെ ചുമ്മാ തട്ടിപ്പോണോ? അല്ല, ഒരു സംശയമാണ്. അതിൻ്റെ നമ്മൾ സംശയം തീർക്കേണ്ട കാര്യമൊന്നുമില്ല. എങ്കിൽ പോലും നിങ്ങൾക്ക് മെഡിക്കൽ റിപ്പോർട്ടുകൾ ആ സൗഖ്യം ലഭിച്ചവരുണ്ടെങ്കിൽ അതും കൂടെ എടുത്തോണം. ഒന്ന് പറഞ്ഞവർക്ക് പിന്നെ എടുക്കാം. ഗ്രൂപ്പിൽ പറഞ്ഞ ബ്രദറെ, എനിക്ക് നേരി പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ധൈര്യത്തോടെ വാ, ഇതിനെല്ലാം പ്രതിഫലമുണ്ട് കേട്ടോ. യേശുവിനെ ഉയർത്തിയാൽ ബൈബിൾ പറഞ്ഞു, എന്നെ മാനിച്ചാൽ നിന്നെ ഞാൻ മാനിക്കുമെന്ന് യേശു പറഞ്ഞു. എന്നെ മാനിച്ചാൽ, എൻ്റെ അർത്ഥം 10 പേരുടെ മുമ്പിൽ നമ്മൾ യേശുവിനെ ഉയർത്തുമ്പോൾ ദൈവത്തെ മാനിക്കുക. എൻ്റെ കർത്താവാണ് എനിക്ക് ചെയ്തത്, അല്ലാതെ ഒരാളുടെ സപ്പോർട്ടല്ല. യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തെന്ന് പറയുന്നതിൽ ഒരു നാണക്കേടും വേണ്ട. അതിനുള്ള അവസരമുണ്ട്, അതിനുള്ള സമയമുണ്ട്. എങ്കിലും പരിമിതിയുണ്ട് സമയത്തിനെങ്കിലും. കിട്ടിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ പറയും എന്ന ഇത് പറഞ്ഞോണം. അല്ലെങ്കിൽ കോട്ടയത്ത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ കൊല്ലത്തെങ്കിലും പറയുമെന്ന് പറഞ്ഞുകൊണ്ട് വന്നോണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധ ഞാനൊരു വീട് കർത്താവിനെ കാണും. ഈ ഇഷ്ടിക കട്ടകൾ ഇങ്ങനെ വീടിൻ്റെ മുമ്പിൽ പലയിടങ്ങളിലുമൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന ഇഷ്ടിക കട്ടകൾ അടുക്കി വെച്ചിരിക്കുന്ന ഒരു ഭവനം കർത്താവ് എന്നെ കാണിക്കുകയാണ്. പ്രത്യേകിച്ച് ആ ഭവനത്തിൻ്റെ അകത്ത് ഒരു മൂത്ത പൈതലിനെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മൂത്ത പൈതലിനെ കർത്താവ് സ്പർശിക്കുന്നു എന്ന് പറയുന്നു. ഇഷ്ടിക കട്ട നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇഷ്ടിക ചുമല കളറിൽ ഇഷ്ടിക കട്ടകൾ വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ അടുക്കി കിടക്കുക. അതിങ്ങനെ കുറച്ച് നാളുകളായിട്ട് കിടന്നിരിക്കുന്ന സംഭവമാണ്. അങ്ങനെ ഒരു ഭവനം കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ ഭവനം കാണിക്കുമ്പം അതിൻ്റെ അകത്തൊരു മൂത്ത തലമുറയെ ദൈവം സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ വ്യക്തി, ആ കുടുംബം ആരാണോ അത് യേശുവിൻ്റെ നാമത്തിൽ ചാടിപ്പിടിച്ചോണം. സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പറഞ്ഞു സിസ്റ്ററെ.
കുടുംബത്തിന് വേണ്ടി ഏറ്റെടുത്തു സിസ്റ്റർ. അത് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് അവിടെ ഉണ്ടാകുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ചാണ്ടി എന്ന് പറയുന്ന ഒരു പിതാവിൻ്റെ മോളെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറഞ്ഞു. ചാണ്ടിയുടെ മോള് എന്നെ കർത്താവ് ആ കുടുംബത്തെ സ്പർശിക്കുന്നതായിട്ട് കർത്താവോട് പറയുന്നു. ചാണ്ടി എന്ന പേരുള്ള പറയുന്ന ഒരു വ്യക്തിയുടെ മോളെ ദൈവം സ്പർശിക്കുമെന്ന് പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് മോളെന്ന് പറയുന്നത് എനിക്കറിയില്ല, ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് കർത്താവ് ഇന്ന് ഇടപെടുന്നത്. ഇന്ന് ആ ഭവനത്തെ ദൈവം തൊടുവാണ്. ഒത്തിരി നിരാശയിലൂടെ കടന്നു പോകുന്ന ഭവനമാണ്. ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ ദൈവം ഒരു വാക്ക് പറയണം. നിന്ദകളെ ദൈവം എടുത്തു മാറ്റാൻ വേണ്ടി പോവാണ് യേശുവിൻ്റെ നാമത്തിൽ. അത് ആരാന്ന് വെച്ചാൽ ഏറ്റെടുത്തോണം. സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത് റിലീസ് ചെയ്യുന്നു. കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയെ ഞങ്ങൾ അവിടെ തുറക്കുന്നപ്പോൾ ആ നിന്ദയെ നീക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ കൃപ ഇന്ന് അവിടെ തുടങ്ങുന്നല്ലോ. വലിയ കൃപയെ തമ്പുരാനും തൊടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഈ നമ്മളെ ഇഷ്ടിക കട്ട പോലത്തെ തന്നെ ഡിസൈൻ, അത് വീടിൻ്റെ അകത്താണ്, അങ്ങനത്തെ ഒരു ഡിസൈൻ ഉണ്ടല്ലോ ഭിത്തികളിൽ, അങ്ങനത്തെ ഒരു ഡിസൈൻ സ്റ്റിക്കറുകൾ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്, അതായത് ഫുൾ പ്ലാസ്റ്റർ അങ്ങനത്തെ ഒരു സംഭവം പോലെ തന്നെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വീട് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അതിൻ്റെ ഒരു ചിത്രം പോലെ, അതായത് നമ്മൾ കണ്ടിട്ടില്ലേ ഭിത്തിയിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് പോലെയുള്ള ഇഷ്ടിക കട്ടയുടെ മാതൃകയിലുള്ള ഒരു ചിത്രം പോലെയുള്ള ഒട്ടിച്ചു വച്ചിരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് തൊടുന്നതായിട്ട് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ ഭവനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയൊരു സമാധാന അന്തരീക്ഷത്തെ കർത്താവ് ഇന്ന് ചെയ്യുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പ്രവൃത്തി അവിടെ റിലീസ് ചെയ്യുന്നപ്പോൾ ആ ഭവനം ഏറ്റെടുത്തോണം. കർത്താവ് വെറുതെ വലിയൊരു സ്വസ്ഥത ആ ഭവനത്തിൻ്റെ മേൽ വരികയാണ്. വലിയൊരു സ്വസ്ഥത ദൈവം തരാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പ്രവൃത്തി ആ ഭവനത്തിൻ്റെ മേൽ ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. 1963 ഏപ്രിൽ മാസത്തിൽ 1963 ഏപ്രിൽ മാസത്തിൽ ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് ഈ നിമിഷം സ്പർശിക്കുന്നു. ആ ശരീരത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയൊരു സ്പർശനം ഉണ്ടാകുന്നു. 1963 ഏപ്രിൽ മാസത്തിൽ ജനിച്ച ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ഇന്ന് ചെയ്യുന്നതായിട്ട് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇങ്ങനൊരു വാക്ക് ദൈവം പറയുകയാണ്. ആ ശരീരത്തിൻ്റെ മേൽ അത്ഭുതകരമായൊരു വിടുതലിനെ ദൈവം ഇപ്പോൾ ചെയ്യുന്നു. വലിയൊരു നമ്മളൊന്ന് റിലാക്സ് ചെയ്യുന്നത് പോലെ സ്വസ്ഥമായി കിടന്നുറങ്ങുവാൻ കർത്താവ് ഈ നിമിഷം മനസ്സിനെയും ശരീരത്തെയും ഇന്ന് ഫ്രീ ആക്കുന്നു. സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ആ വ്യക്തി ആമേൻ പറഞ്ഞത് ഏറ്റെടുത്തോണം. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് ആ ശരീരത്തിൻ്റെ മേൽ, ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെടുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പറയാൻ വേണ്ടിയാണ് സിസ്റ്റർ മ്യൂട്ട് മാറ്റിയത്. അതെ ബ്രദർ, ഞാനാ ഏറ്റെടുത്തു. സിസ്റ്ററുടെ കാര്യമാണ് ഈ പറഞ്ഞത്. അതെ, 1963 ജനിച്ചത് ഏപ്രിൽ മാസം. ഏറ്റെടുത്തു സിസ്റ്റർ. ഇന്ന് ശരീരത്തിൻ്റെ മേലും മനസ്സിൻ്റെ മേലും കർത്താവ് പറയുകയാണ്, ഇനി ഭാരപ്പെടണ്ട കേട്ടോ. ആ കുടുംബത്തെ ഓർത്ത്, തലമുറയെ ഓർത്ത് ഭാരപ്പെടണ്ട. എന്നോട് കർത്താവ് പറയുന്നു, ദുഷ്ടൻ്റെ ആശ നശിച്ചു പോകും, അവൻ പല്ല് കടിച്ചുരുകിപ്പോകുമെന്ന് വചനം പറയുന്നു. തലമുറകൾ ദൈവത്താൽ സാക്ഷ്യമാകാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഞാനൊരു ഈ പാസ്പോർട്ട് ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്ത്, അതായത് പാസ്പോർട്ട് ഒരു പ്ലാസ്റ്റിക് കവർ, അതായത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നമുക്ക് മൊത്തത്തിൽ കാണാൻ പറ്റുന്ന ഒരു കവറിൻ്റെ അകത്ത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അകത്ത് അത് വെച്ചിട്ട് ആ ഒരു പാസ്പോർട്ട് ഒരു എന്താ പറയുന്നത് തുണി നിൽക്കുന്ന അലമാരിക്കകത്ത്, തുണികൾ വെച്ചിരിക്കുന്ന ഒരു അലമാരിക്കകത്ത് അതിൻ്റെ ഇടയിൽ ഒരു ബാഗിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കാണുന്നത് ഒരു സഹോദരിയുടെ ഒരു ലേഡി ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ പാസ്പോർട്ടാണത്. കർത്താവോട് പറയുന്നു, ആ പാസ്പോർട്ട് സംബന്ധമായിട്ടൊരു യാത്രയെ സ്വർഗത്തിലെ ദൈവം ഇന്ന് അതിൻ്റെ മേൽ സീല് വീഴാൻ വേണ്ടി പോവാണ്. ദൈവത്താൽ ഒരു യാത്ര ആ കുടുംബത്തിൻ്റെ മേൽ തുറക്കാൻ വേണ്ടി സിസ്റ്ററെ പറഞ്ഞു ഈ പറഞ്ഞ പോലെയാണ് പാസ്പോർട്ട് ഇരിക്കുന്നത്. അതെ അതെ, അങ്ങനെ തന്നെ വെച്ചേക്കുന്നത്.
ഓ ഞാൻ ഈ യേശുവിൻ്റെ പാസ്പോർട്ടായിട്ട് ഒരുപാട് വട്ടം ദേവദാസന്മാരത്ത് പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ആഗ്രഹമൊക്കെ മാറി. ഇപ്പൊ അങ്ങനൊന്നും ചിന്ത പോലും ഇല്ല. പക്ഷെ ഈ ഒരു വാർത്ത കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി പാസ്റ്ററെ, സത്യം പറഞ്ഞു. ഇന്ന് അതിൽ ഇതുപോലെ ഞാൻ വെച്ചേക്കണ പാസ്റ്റർ. ഇതുപോലെ തന്നെയാണ് ആമേ. വീട്ടിയിരിക്കുന്നത്. അതെ അതെ അതെ. ഓ യേശുവിൻ്റെ സ്തോത്രം. നാമത്തെ അത് ആമേ. സീല് വീഴാൻ വേണ്ടി, രാജ്യങ്ങളുടെ സീൽ, ഇനി അലയണ്ട, ആമേ. ഇനി ഇത് ആമേ. യേശുവിൻ്റെ നാമത്തിൽ അതിലെ സീൽ ചെയ്യുവാൻ കർത്താവ് അത് സീൽ ചെയ്യാൻ വേണ്ടി പോവാണ്. യാത്രയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഒരുക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവെ, അങ്ങയുടെ പ്രവൃത്തി ഇന്ന് രാജ്യങ്ങൾക്ക് വേണ്ടി വാതിൽ തുറക്കാൻ വേണ്ടി പോകും. നിങ്ങളിനി അലഞ്ഞവരുണ്ടെങ്കിൽ പാസ്പോർട്ടുകളിൽ സീല് വീഴാൻ വേണ്ടി, യാത്രയ്ക്ക് തടസ്സമായി നന്മ പ്രാപിക്കാൻ കഴിയുക. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയും ബ്രദറെ, രാജ്യങ്ങളിൽ പോയാലേ നന്മയുള്ളൂ. അബ്രഹാമിനെ ദൈവത്തിന് വേണമെങ്കിൽ കൽദേറ പട്ടണമായി ഇന്നത്തെ ഇറാഖിൽ വെച്ച് അനുഗ്രഹിക്കായിരുന്നു. പക്ഷെ ദൈവം പറഞ്ഞു, നീ കനാനിലേക്ക് പോകുക. അത് ദൈവമാണ് യാത്ര ചെയ്യിപ്പിക്കുക. ദൈവം ചില യാത്രകൾക്കകത്ത് നമുക്ക് നന്മ വെച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നാൽ മാത്രം ഇന്ത്യ നിൽക്കുന്നതിന് എതിരൊന്നും അല്ല. ഇന്ത്യയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുഗ്രഹം, എവിടെ നിന്നാലും അനുഗ്രഹം ഉണ്ടാകും. പക്ഷേ ചില സമയത്ത് ദൈവം നിങ്ങളെ അയക്കും, ദൈവത്താൽ അയക്കപ്പെടും. അത് ചില സമയത്ത് ദൈവം അങ്ങനെ. അബ്രഹാമിനെ ദൈവത്തിന് വേണമെങ്കിൽ അവിടെ അനുഗ്രഹിക്കാം. പക്ഷെ ദൈവം പറഞ്ഞ് യാത്ര ചെയ്യണം, മറ്റൊരു ദേശത്തേക്ക് നീ പോകണം. അത് ദൈവം അയക്കുന്ന, അപ്പോൾ ദൈവം അയക്കുന്ന യാത്ര ഉണ്ട്. അതുപോലത്തെ ഒരു യാത്രയാണ്. സീല് വീഴാൻ വേണ്ടി പോവാണ്. അതങ്ങനെ യാത്രയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ എൻ്റെ കൂടെ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞു. സീലുകൾ വീഴാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, തടസ്സമായി നിൽക്കുന്നത് മാറിപ്പോട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു റോഷൻ എന്ന് പറയുന്ന ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് പറയുകയാണ്. റോഷൻ എന്നു പേരുള്ളൊരു മകൻ, അവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഒരു നിയോഗം തരുവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിയെ ഇന്ന് കർത്താവ് ചെയ്യുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. വലിയ ദൈവപ്രവൃത്തി ആ മകൻ്റെ മേലേക്ക് വെളിപ്പെടട്ടെ കർത്താവ്. പറയാൻ വേണ്ടിയാണോ സിസ്റ്റർ മ്യൂട്ട് മാറ്റിയത്? എന്റെ ആങ്ങളയുടെ മോനവൻ റോഷൻ. അവന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം. കർത്താവ് ഇന്ന് അവനെ തൊടാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഒരു സാക്ഷിയായി തീരട്ടെ, അത്ഭുതമായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഞങ്ങളുടെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പോൾ, വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പോൾ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒരു ഭവനത്തെ കർത്താവ് എന്നെ പരിശുദ്ധാത്മാവ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭവനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആ വീടിൻ്റെ അകത്തോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നേരെ, ലെഫ്റ്റ് സൈഡിൽ കൈ വിരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ നേരെ കാണുന്നത് ഒരു അടുക്കളയിലോട്ടാണ് ചെല്ലുന്നത്. ആ അടുക്കളയിലോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് അടുക്കളയിലോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ ഒരു ഫ്രിഡ്ജ്, ഈ ഹോളിൻ്റെ അകത്തുനിന്ന് നേരെ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ഫ്രിഡ്ജ് അവിടെ ഇരിപ്പുണ്ട്. അതിനുശേഷം കവർ ചെയ്തൊരു അടുക്കളയിലോട്ട് ചെല്ലുന്നു. ഞാൻ അവിടെ ഒരു സഹോദരി നിന്ന് തിരിയുന്ന ഒരു കാഴ്ചയാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ആ അകത്തോട്ട് കയറി ചെന്നതിന് ശേഷം അതൊരു തിട്ട, അതായത് നമ്മുടെ ഒരു തിട്ട പോലെ ഉണ്ടല്ലോ, ആ തിട്ട അതിങ്ങനെ അതിൻ്റെ കയറി ചെല്ലുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ചെറിയ തിട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായി നമ്മൾ ഈ ഗ്യാസിൻ്റെ സ്റ്റൗ ഒക്കെ വെക്കുന്നത് പോലെ അത് റൈറ്റ് സൈഡിലാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ ആ അടുക്കളയിലോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ തന്നെയാണ്. പലപ്പോഴും അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ചാരി നിന്നുകൊണ്ട് വചനം കേൾക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നു. ആ വീടിൻ്റെ അതായത് ഈ ചാരി നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ നേരെ നോക്കിയാൽ ഡോറാണ്. ആ ഡോറ് തുറന്നു കഴിഞ്ഞാൽ കാണുന്ന ഒരു ചെറിയൊരു പറമ്പ് പോലെയാണ് കാണുന്നത്. അതിനുശേഷം ഒരു മതിൽക്കെട്ടിൻ്റെ അപ്പുറത്ത് ഒരു വീട് നിൽക്കുന്ന ഒരു കാഴ്ചയും കർത്താവ് എന്നെ കാണിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരീനെ കർത്താവ് ഇന്ന് തൊടുകയാണ്. ഭാരപ്പെടേണ്ട, ദൈവം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവത്തോട് ഈ പറഞ്ഞ പോലെ. എന്റെ വീട് അങ്ങനെ, ഞാൻ അവിടെ മൊബൈൽ ചാരി വെച്ച് വചനം കേട്ടോണ്ട് അടുക്കള ജോലി ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെയാണ് വീടിൻ്റെ അകം ഇരിക്കുന്നത്. ബ്രദറെ, അങ്ങനെ തന്നെ. ഫ്രിഡ്ജ് കഴിഞ്ഞ അങ്ങോട്ട് അടുക്കള അവിടെ ചാരി, അത് തിട്ട് ചാരി വെച്ചോണ്ടിരുന്നു. ജനലിന്റെ ഒക്കെ സൈഡിൽ ചാരി വെച്ചോണ്ടാ ഞാൻ പിന്നെ ജോലി ചെയ്യുന്നത്, വചനം കേട്ടോണ്ട്. ഈ പറഞ്ഞ അടയാളമെല്ലാം പുറത്തിറങ്ങി നോക്കിയാൽ കാണുന്നതല്ല അതുപോലെ തന്നെയാണോ? നിത്യമായും അതിൽക്കെട്ടും അതിനപ്പുറത്ത് വീടുവാ ബ്രദറെ. ഓ എൻ്റെ ദൈവമേ, കർത്താവ് എല്ലാം കാണുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ അത്ഭുതത്തിന് നന്ദി പറയുന്നപ്പോൾ ഒരേ അടയാളം ഒരേപോലെ വരുന്നവർ ചാടി പിടിച്ചോണം. നിങ്ങളെ ഒരേപോലെ, ഞാൻ പറഞ്ഞ ഈ 500 പേർക്ക് വേണ്ടി പ്രവചിക്കുന്നതിനേക്കാൾ നല്ലത് ഒരേ വിഷയമുള്ള കർത്താവ് ഒരേപോലെ ദൈവം തൊടുന്നുണ്ടെങ്കിൽ അത് ചാടി പിടിച്ചോണം. യേശുവിൻ്റെ നാമത്തിൽ ദൈവം നിങ്ങളെ സ്പർശിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ
തന്നെ കർത്താവ് എന്നെ മറ്റൊരു ഭവനം എന്നെ കാണിക്കുന്നു. ആ വീടിൻ്റെ അകത്തോട്ട് പ്രവേശിച്ച് കഴിഞ്ഞാൽ വലതുവശത്ത് കാണുന്ന, അതായത് കയറി ചെല്ലുമ്പോൾ തന്നെ വീടിൻ്റെ അകത്തോട്ട് കയറിയതിന് ശേഷം ആദ്യം കാണുന്ന വലതുവശത്തിരിക്കുന്ന ഒരു ആൺ പൈതൽ കിടന്നുറങ്ങുന്ന ഒരു മുറിയാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ആ മുറിയിലോട്ട് പ്രവേശിച്ച് കഴിയുമ്പോൾ തന്നെ ഞാൻ കാണുന്നൊരു കാഴ്ച, കറുത്ത കളറിലുള്ള ഒരു വാച്ച് ആ മകൻ്റെ മുറിയിലിരിക്കുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുന്നു. ആ കറുത്ത വാച്ചിൻ്റെ ഉടമസ്ഥൻ ആദ്യം കാണുന്ന വലതുവശത്ത് മുറിയിലിരിക്കുന്ന മകനെ ദൈവം സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ ഭാവിയെ ദൈവം തൊടാൻ വേണ്ടി പോവാണ്. അവൻ്റെ അതിരുകളെ ദൈവം വിസ്താരമാക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ. അത് ആരാന്ന് വെച്ചാൽ കർത്താവിൻ്റെ നാമത്തിൽ അത് ഏറ്റെടുത്തോടെ പറഞ്ഞു. ബ്രദറെ, എന്റെ മോനാ ഈ പറഞ്ഞ അടയാളം സിസ്റ്ററുടെ വീടാണോ? ഇതേ അടയാളം തന്നെ, സെയിം. ഈ വാച്ച് എല്ലാം അവനുണ്ട്. ചർച്ചിൽ പോകാൻ വിളിച്ചാ വരുത്തതൊന്നുമില്ല ബ്രദറെ. ഈ പറഞ്ഞ വാച്ച് അവൻ്റെ ആണോ? അതെ, അവന്റെ വാച്ചാ. യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തു. ഇന്ന് കർത്താവ് അവനെ സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാണ്. ദൈവം അവനെ തൊടാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ ഏറ്റെടുത്ത സിസ്റ്റർ ഒരേപോലെ ഒരേ അടയാളം വരുന്നവർ ചാടി പിടിച്ചോണം. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരേ അടയാളം വരുന്നവർ അതേപോലെ ചാടി പിടിച്ചോണം. കർത്താവ് അത് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞാനൊരു മറ്റൊരു ഭവനം കർത്താവ് എന്നെ കാണിക്കുന്നു. ഇപ്പോഴത്തെ ഒരു ലൈവ് കണ്ടീഷൻ കർത്താവ് എന്നെ ഭവനത്തെ ഇതെല്ലാം വെളിപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുമെങ്കിലും പക്ഷെ ചിരിക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്. ദൈവം നിങ്ങളെ ലൊക്കേറ്റ് ചെയ്യുകയാണ്. കർത്താവ് നിങ്ങളുടെ ഭവനത്തെ, ആ ഭവനത്തിൻ്റെ അകത്ത് ഞാൻ കാണുന്നത് പറയുകയാണ്, ഒരു മുറം, നിങ്ങൾക്ക് മനസ്സിലായല്ലോ, മുറത്തിൻ്റെ അകത്ത് ഞാൻ കാണുന്നൊരു കാഴ്ച, ഈ കപ്പയുണ്ടല്ലോ, കപ്പ, ഫ്രഷായിട്ടുള്ള കപ്പ എടുത്തു വെച്ചിരിക്കുന്ന ഒരു മുറത്തിൽ ഒരു കപ്പ എടുത്ത് വെച്ചിരിക്കുന്നു. ഞാൻ ആ ഒരു കാണുന്നൊരു കാഴ്ച, അതിൻ്റെ അകത്ത് തന്നെ മുറത്തിൻ്റെ അകത്ത് ഈ കപ്പ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഭവനമാണ്. അതിൻ്റെ ഇപ്പം ഞാൻ കാണുന്നൊരു കാഴ്ച, അതിൻ്റെ അടുത്ത് കുറച്ച് ഗ്ലാസ്സുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു. അതിലൊന്നിൽ വെള്ളം പകുതി ഒഴിച്ചു വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് ഉള്ള ഒരു ഗ്ലാസ് കർത്താവ് എന്നെ ആ ഒരു ഭവനത്തിൽ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ആ ഒഴിച്ചു വെച്ച കുടിച്ചയാൾ, ആ ഒഴിച്ചു വെച്ചേക്കുന്ന ആൾ, ആ വെള്ളം പകുതി കുടിച്ചയാൾ കർത്താവോട് പറയുന്നു, ആ വ്യക്തിയെ കർത്താവ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദൈവം സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ ആ വ്യക്തിയുടെ മേലേക്ക് ഇന്ന് വെളിപ്പെടുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ആ വ്യക്തിയെ ഞാനിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം ഒരു അടയാളം പോലെ കാണിച്ചതാണ്. ആ വെള്ളത്തിനോ ഈ പറയുന്നതിനൊന്നും ഒരു പ്രത്യേകത ഉള്ളതല്ല. പക്ഷേ കർത്താവ് എന്ന് പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ വ്യക്തി ഏറ്റെടുത്താട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ വലിയൊരു സാക്ഷ്യമായിട്ട് ദൈവം ഇന്ന് ആ കുടുംബത്തെ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ആ കുടുംബത്തിൻ്റെ അതിരുകളെ ദൈവം വിസ്താരമാക്കാൻ വേണ്ടി പോകുന്നു. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ കർത്താവോട് പറയുന്നു, നിങ്ങളിപ്പോൾ നിൽക്കുന്ന ആ ഭവനത്തിൻ്റെ അകത്തുനിന്നും ദൈവം നിങ്ങളെ ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമാക്കി സ്വർഗത്തിലെ ദൈവം മാറ്റുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ലിജോ എന്ന് പേരുള്ള ഒരു മകനെ കർത്താവ് എന്നെ കാണിക്കുന്നു. ലിജോ എന്ന് പേരുള്ള ലിജോ എന്ന് പേരുള്ള ഒരു മകനെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നു. ആ മകൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് അയക്കാൻ വേണ്ടി പോവാണ്. ലിജോയുമായി ബന്ധപ്പെട്ടത് ആരാണോ, യേശുവിൻ്റെ നാമത്തിൽ അവന് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് ഇന്ന് ആ കുടുംബത്തിൻ്റെ അകത്ത് ലിജോയിനെ ഒരു സാക്ഷ്യമാക്കി മാറ്റാൻ വേണ്ടി പോവാണ്. ലിജോയ് ബ്രദറിലോയാണോ? യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് ഇന്നൊരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാണ്. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമായിരുന്നൊരു വാചനോടെ കർത്താവിനോട് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവ് ഞങ്ങളുടെ വലിയ പ്രവൃത്തി ആ ശരീരത്തിൻ്റെ മേൽ സംഭവിക്കട്ടെ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നിങ്ങളുടെ മേൽ അത്ഭുത സൗഖ്യം സംഭവിച്ചുകൊണ്ട് നമ്മൾ ഇന്നലെ കേട്ടതുപോലെ വലിയ രോഗസൗഖ്യം നിങ്ങളുടെ മേൽ സംഭവിക്കുക, രോഗശക്തി വിട്ടുമാറുക. എൻ്റെ കൂടെ കൽപ്പിച്ചുകൊണ്ട് എൻ്റെ യേശു എൻ്റെ രോഗത്തെ അനുഭവിച്ചതാണ്, ഞാനിനി രോഗം എടുക്കേണ്ട ഒരു കാര്യവുമില്ല. എൻ്റെ വേദന യേശു അനുഭവിച്ചതാണ്, ഞാനിനി വേദന കൊണ്ട് പൊളയേണ്ട ഒരു കാര്യവുമില്ല. എൻ്റെ കർത്താവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു വിനോദ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു. വിനോദ് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ ഭവനത്തിൽ ഞാൻ ഒരു പെൺകുട്ടീനെ, ഒരു പെൺ പൈതലിനെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഈ വിനോദിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ
പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ഈ രണ്ടു പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിനോട് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ വിനോദവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ വേഗത്തിൽ ചാടി പിടിച്ചോണം. കർത്താവ് ഇന്ന് ആ ഭവനത്തിൻ്റെ അവസ്ഥകളെ മാറ്റേണ്ടതിന് ഈ വ്യക്തിയെ സ്പർശിക്കാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ദൈവത്തിൻ്റെ അത്ഭുത കരം ഇന്ന് ആ വ്യക്തികളുടെ മേൽ സ്പർശിക്കട്ടെ അപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഞാൻ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരാധാരം എന്നെ എടുത്തു കാണിക്കുകയാണ്. ഈ 2 ആധാരം ഇരിക്കുന്ന ഒരു ഭവനം കർത്താവ് എന്നെ കാണിക്കുന്നു. 2 ആധാരം വീടിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഒരാധാരം പുതിയതും ഒരാധാരം പഴയതുമാണ് കാണിക്കുന്നത്. ഞാനത് കാണുമ്പോഴെല്ലാം കാണുന്നത് അതിനോടൊപ്പം തന്നെ ഈ ലാമിനേഷൻ കവറിൻ്റെ അകത്ത് ഇരിക്കുന്നത് പോലെ ഒരു പ്രത്യേകതരം ഒരു കവറിലോട്ട് കയറ്റി വെച്ചിരിക്കുന്ന ഒരു പത്രം, മുദ്രപത്രവും കൂടെ അതിൻ്റെ കൂടെ ഇരിപ്പുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനത്തെ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ആധാരങ്ങളുമായി ബന്ധപ്പെട്ട് ഒത്തിരി തർക്കങ്ങളും വാക്കുകളും വിഷമങ്ങളും ദുഃഖങ്ങളും ഉണ്ടായ ഒരു ഭവനമാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ ദുഃഖത്തെയും പല്ലുകടീനെയും ബുദ്ധിമുട്ടുകളെയും ഇപ്പോൾ തന്നെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കുന്നു. ആ ഭവനത്തിൻ്റെ മേൽ വലിയൊരു സമാധാനം ഉണ്ടാകട്ടെ. അതിൻ്റെ പേരിലുണ്ടാകുന്ന സകല പ്രശ്നത്തെ ഞങ്ങൾ ഇപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്യുന്നു. അതാരാന്ന് വെച്ചാൽ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് വലിയ പറഞ്ഞു ഈ പറഞ്ഞ പോലെയാണോ സിസ്റ്ററെ? നിങ്ങളുടെ ഭവനമാണിത്, ഏറ്റെടുത്തോ ഇന്ന് സിസ്റ്ററെ. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോട്ടെ. ഇതിൻ്റെ പേരിലുള്ള സകല ബുദ്ധിമുട്ടും ഇന്ന് ക്യാൻസൽ ചെയ്യുക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവെ, അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ, വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. കർത്താവ്, എനിക്കറിയാം സമയം മുന്നോട്ട് പോയി, നമുക്കെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, ഇന്നെല്ലാവരും ഒന്ന് കൈവച്ച് യേശുവിന്, ഞാൻ പറഞ്ഞല്ലോ മുന്നോട്ട് നമുക്ക് ഇങ്ങനെ അങ്ങ് ഇരുന്നാൽ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്കെല്ലാം ഈ സമയത്തിൻ്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ടാണ്. എങ്കിലും കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. യേശുവെ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവേ, വലിയ കൃപ ഇന്ന് അവിടെ വ്യാപരിക്കുന്നില്ല. രോഗികളായി ഭാരപ്പെടുന്നവർ കൈവച്ച് യേശുവിൻ്റെ തിരുമുറിവിനാൽ പറ, എൻ്റെ യേശു എൻ്റെ വേദന അനുഭവിച്ചതാ. എൻ്റെ ക്യാൻസറും ട്യൂമറും എൻ്റെ അസ്ഥിരോഗവും ഞരമ്പ് രോഗവും ബ്ലഡിലെ രോഗവും എല്ലാ ബുദ്ധിമുട്ടും എൻ്റെ എല്ലാ ബലഹീനതയും പുതിയ അവയവങ്ങൾ ഉണ്ടായി വരാൻ പോവുക. കണ്ണിലൂടെ കൈവച്ച് ചെകിടൻ കേൾക്കും, ഊമൻ സംസാരിക്കും, മരിച്ചവൻ ഉയർക്കും, കുഴൻ കാണും, ബന്ധനങ്ങൾ അഴിയും, രോഗശക്തികൾ തകരും. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത വിടുതൽ, അത്ഭുത രോഗസൗഖ്യം ശരീരത്തിൻ്റെ മേളിൽ ഒരു തീ കത്തുന്നത് പോലെ കത്തട്ടെ, തീ കത്തുന്നത് പോലെ കത്തട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. രോഗബന്ധനങ്ങൾ, രോഗശക്തികൾ യേശുവിന്, ഇങ്ങനെ പറ, മരിച്ചവരെ ഉയർപ്പിക്കുന്ന എൻ്റെ ദൈവം. അങ്ങനെ തന്നെ പറ, മരിച്ചവരെ ഉയർപ്പിക്കുന്ന എൻ്റെ ദൈവം. ആ ദൈവത്തിന് എൻ്റെ രോഗം വിഷയമല്ല. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്ന എൻ്റെ ദൈവം. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവേ ഇന്ന് ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു മതിൽക്കെട്ടിൻ്റെ അകത്തിരിക്കുന്ന ഒരു ഭവനത്തിൻ്റെ അകത്ത് ഒരു കാഴ്ച, സൂസൻ എന്ന് പറയുന്ന 2 ആൺതലമുറകളുള്ള ഒരു വ്യക്തിയെ ഈ നിമിഷം കർത്താവ് സ്പർശിക്കുന്നു പറയുന്നു. ഒരു മതിൽക്കെട്ടിൻ്റെ അകത്താണ് ഈ വീടിരിക്കുന്നത്. 2 ആൺതലമുറയുണ്ട്. സൂസൻ എന്ന് പറയുന്ന ഒരു ഭവനമാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ 2 തലമുറകളെയും ദൈവം തൊടാൻ വേണ്ടി പോവാണ്. ഞാൻ കാണുന്നൊരു കാഴ്ച, ആ തലമുറകളെ പറ്റി പല തകർച്ചകളിൽ ഉണ്ടാകുമെന്ന് പലരും ആഗ്രഹിച്ചിരിക്കുന്നവരെ ചില കണ്ണുകളുടെ മുന്നിൽ. സിസ്റ്ററുടെ ഭവനമാണോ അത്? ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭവനമാണോ? എന്നോട് കർത്താവ് പറയുവാണ്, നിങ്ങളുടെ വീടിലെ തലമുറകളെ പറ്റിയും നിങ്ങളെപ്പറ്റിയും ഒന്ന് വീണ് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ചില ചുറ്റുവട്ടമുണ്ട് കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അവർ കാണുക ദൈവം മാനിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് 2 തലമുറകളെയും ദൈവം തൊടാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പോൾ ദുഷ്ടൻ്റെ ആശ നശിക്കും. അതോടൊപ്പം തന്നെ പഴയ ഒരു ടേപ്പ് റെക്കോർഡ്, ആഷ് കളറിലുള്ള ഒരു ടേപ്പ് റെക്കോർഡ്, മനസ്സിലായി? ടേപ്പ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ പഴയ ടൈപ്പ് കാസറ്റ് ഇടുന്ന ഒരു ആൻറ്റി പീസ് പോലിരിക്കുന്ന ഒരു വീട് കർത്താവിൻ്റെ ആഷ് കളറിലിരിക്കുന്ന ഒരു ആൻറ്റി പീസ്
ഒരു റേഡിയോ ആണോ അതോ ഇങ്ങനെ കാസറ്റ് ഇടുന്ന ടൈപ്പ് അങ്ങനത്തെ ടൈപ്പ് ഒരു പഴയ ടേപ്പ് റെക്കോർഡർ ഇരിക്കുന്ന ഒരു ഭവനം കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭവനത്തിൻ്റെ അകത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ പിതാക്കന്മാർ മുഖാന്തരം കൈമാറി വന്ന ചില വസ്തുവകകൾ പലതും നഷ്ടപ്പെട്ടു പോയിട്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആ വീടും പലപ്പോഴും ഒരു മാറാല പോലെ ഇരിക്കുന്ന ഒരു അനുഭവമാണ്. പഴയ പിതാക്കന്മാരിൽ ഉണ്ടായിരുന്ന പലതും വിളിച്ചു പറയുന്നതല്ലാതെ ഈ കാലഘട്ടത്തിൽ ഒത്തിരി നഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നൊരു ഭവനമാണ്. ഈ ഒരു അടയാളം, ഈ ഒരു വസ്തു അവിടെ ഇരിപ്പുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനത്തെ ഇന്ന് ബ്ലസ് ചെയ്യുന്നു, ആ കുടുംബത്തെ ഇന്ന് അനുഗ്രഹിക്കുന്നു. ഇന്ന് ആരെന്ന് വെച്ചിടത്തോളം ഇനി പഴയ കഥകൾ പറയണ്ട. യേശുവിൻ്റെ നാമത്തിൽ വചനം പറഞ്ഞ് ചാടിക്കേറി വാ. യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനത്തിൻ്റെ അതിരുകളെ ഞങ്ങൾ വിസ്താരമാക്കുന്നു. ഇപ്പോൾ തന്നെ വീടായത് ഈ പറഞ്ഞ സാധനം നിങ്ങളുടെ വീട്ടിലാണ് ഇരിക്കുന്നത് സിസ്റ്ററെ? ഈ കളറ് ഇതേ കളർ തന്നെയാണോ? ഈ കളർ റേപ്പിക്കാട്. സ്വതന്ത്രം. കർത്താവ് ഇന്ന് എത്രത്തോളം കാണുന്നു. ഇന്ന് ദൈവം പറയട്ടെ, നിങ്ങൾ പഴയ പിതാക്കന്മാരുടെ പലരുടെ നിമിത്തം ഒത്തിരി നഷ്ടങ്ങളുണ്ടായ ഭവനമാണ്. അത് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. പുതിയൊരു ഭവനം കർത്താവ് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോവാ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്ത പുതിയ ഭവനം, അത് ദൈവത്താൽ തരാം. ഞാൻ കാണുന്നൊരു കാഴ്ച, അതിനുവേണ്ടി ദൈവം ഒരു സ്ഥലം ഒരുക്കുന്നു. മനോഹരമായ ഒരു ഭവനത്തിലേക്ക് വരുന്ന അസൂയ തോന്നുമാറ് ദൈവം പട്ടണത്തിൽ നിങ്ങളെ മാനിക്കാൻ വേണ്ടി പോകുന്നു. അത് റിലീസ് ചെയ്യും. ഒരു പ്രവചനം കേൾക്കുമ്പോൾ അത് തുറക്കുക കേട്ടോ. യേശുവിൻ്റെ ഓരോ പ്രവചനം കേൾക്കുമ്പോഴും നിങ്ങളുടെ മുമ്പിൽ ആ ഡോറുകൾ തുറക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കറിയത്തില്ല, മുന്നോട്ട് പിന്നെയും കർത്താവ് ഒരു വലിയ പ്രേരണ തരികയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ലെഫ്റ്റ് ചെയ്യേണ്ടവർക്ക് ലെഫ്റ്റ് ചെയ്യാം, ഉറക്കം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും പോകാം. എനിക്കറിയത്തില്ല, ഉള്ളിൽ വീണ്ടും ഒരു പ്രേരണ കർത്താവ് തരുവാണ്. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നപ്പാ. ഞാൻ കാണുന്നൊരു കാഴ്ച, ഷാർജയിലേക്ക് 2018 ഈ 2018 പോലെ തന്നെ മറ്റൊരു 8 ബന്ധപ്പെട്ട് ഒരു യാത്ര 2 തവണ ചെയ്ത 2 തവണ എന്നുള്ള 2 തവണ എടുത്തു പറയാൻ കാരണം 2 തവണയും യാത്രയ്ക്ക് ഒരു വലിയൊരു ഡിഫിക്കൽട്ട് ഉണ്ടായ ഒരു വ്യക്തിയാണ്. ഷാർജ ഈ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടൊരു യാത്ര നടത്തിയിരുന്നു. ഭയങ്കര ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള സ്റ്റേജിലൂടെ കടന്നുപോയി 2 യാത്രകളും. ആ ഒരു വ്യക്തിയെ കർത്താവ് ഇന്ന് സ്പർശിക്കുകയാണ്. രണ്ട് തമ്പുരാൻ പറയുകയാണ്, 2 യാത്രകളും വളരെ ദുഃഖമുണ്ടാക്കി, ചില പ്രയാസങ്ങളുണ്ടാക്കി. പക്ഷേ കർത്താവ് പറയും, ദൈവത്താൽ ഒരു യാത്ര കുടുംബത്തിൻ്റെ മേൽ ഉണ്ടാകാൻ വേണ്ടി പോവാണ്. അത് യേശുവിൻ്റെ നാമത്തിൽ. ആരാന്ന് വെച്ചാൽ ചാടി പിടിച്ചോണം. ഷാർജ ഞാൻ കാണുന്നത് സിസ്റ്ററാണോ? ഞാൻ പോയിട്ടുണ്ട് 2 പ്രാവശ്യം. പക്ഷെ 3 മാസത്തിൽ കൂടുതലൊന്നും നിൽക്കാൻ പറ്റിയിട്ടില്ല. 2 പ്രാവശ്യം പോയിട്ട് ഞാൻ വിഷമിച്ചാ പോന്നിട്ടുള്ളത്. ഇത് ഏത് രാജ്യമാണ് സിസ്റ്റർ? അത് ഏത് രാജ്യം സിസ്റ്റർ? സിസ്റ്റർ ഏത് രാജ്യമാണെന്ന് കേട്ടായിരുന്നു അത്? ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കേക്കാം. ഞാൻ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. ഈ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്ഥലവും സിസ്റ്റർ കേട്ടായിരുന്നോ? ഷാർജയിലാണ് ഫസ്റ്റ് പോയത്. ഷാർജയില പോയത്. ഈ 2 പ്രാവശ്യം സിസ്റ്റർക്ക് വേദന ഉണ്ടായിട്ട് തിരിച്ചു വന്നത്. എന്നാ പാസ്പോർട്ട് കയ്യിലുണ്ടോ? ഒന്ന് കൈവച്ച് യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഞങ്ങളത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അതിലേക്ക് ആ യാത്രയുടെ സകല തടസ്സത്തെ നന്മ കാണാതെ, ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്, ഈ യാത്രയിൽ നിന്നുള്ള ദൈവത്താലുള്ള യാത്രയുണ്ട്. അബ്രഹാമിനെ ദൈവം ഇന്ന് കൽദേറ പട്ടണമായ ഊരിൽ നിന്നും കനാനിലേക്ക്, വാട്ടത്ത ദേശത്തിലേക്ക് യാത്ര ചെയ്യിപ്പിച്ചതുപോലെ ഒരു യാത്രയുടെ സീല് വീഴിക്കുന്ന കർത്താവ്, അതിൻ്റെ തടസ്സത്തെ ഞങ്ങൾ വെട്ടി നീക്കുന്നു. അത്ഭുതത്തെ കർത്താവ് ചെയ്യുന്നതിന് നന്ദി പറയുന്നു. അപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവെ നന്ദി കർത്താവ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി. സിസ്റ്ററെ കൈവച്ചിട്ട് പറയണം, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ പ്രവചന ആലോചനയെ സ്വീകരിക്കുമെന്ന് പറഞ്ഞാട്ടെ. ദൈവത്താൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരാളെ മാത്രം കുടുംബത്തിൽ നിന്ന് മറ്റൊരാളെയും കൂടെ കർത്താവ് യാത്രയ്ക്ക് വേണ്ടി ഒരുക്കും കേട്ടോ, യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവ്, ഞങ്ങൾ അത്ഭുതത്തിൽ വിശ്വസിക്കുന്നു, ദൈവപ്രവൃത്തിയിൽ വിശ്വസിക്കുന്നപ്പ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു, വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഈ നിമിഷം ഞങ്ങൾ ഓരോരുത്തരെയും ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. നന്മ നിറയട്ടെ, അനുഗ്രഹം നിറയട്ടെ, ഉയർച്ച നിറയട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ.
പരിശുദ്ധാത്മാവെ, ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. വീടിൻ്റെ മുമ്പിൽ തന്നെ അയയിൽ തുണികൾ ഇങ്ങനെ അടുക്കിയിട്ടേക്കുന്ന ഒരു ഭവനമാണ്. ഒരു മാവിൻ്റെ ചില്ലയിൽ, മാവുള്ള ചില്ലയിൽ ഈ കയറ് വലിച്ചു മുറുക്കിയിട്ട് ഈ കയറ് നേരെ ഒരു ജനലെ കൊണ്ടുവന്ന് കെട്ടിവെച്ചിരിക്കുകയാണ് ആ ഒരു ഭവനം ഞാൻ കാണുന്നത്. ആ ജനലുള്ള മുറിയിൽ താമസിക്കുന്ന വ്യക്തിയെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. ആ വ്യക്തി മുഖാന്തരം ആ കുടുംബത്തിൻ്റെ അകത്ത് ദൈവത്താൽ ഇന്ന് സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു എന്ന് കർത്താവ് പറയുന്നു. ആ വ്യക്തിയെ ഞാനിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആ വ്യക്തിയുടെ കർത്താവ് ഇന്ന് ആ കുടുംബത്തെ തന്നെ ഒരു കർത്താവ് ദേശത്തിൽ ഒരു പരസ്യ സാക്ഷ്യമാക്കി ദൈവം മാറ്റാൻ വേണ്ടി പോവാണ്. പ്രത്യേകിച്ച് കുടുംബക്കാരുടെ നടുവിൽ തന്നെ തഴയപ്പെട്ടൊരു വ്യക്തിയാണ്. ആ വ്യക്തിയെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവ് ഇന്ന് അത്ഭുതകരമായ വ്യത്യാസത്തെ ഭവനത്തിൻ്റെ മേൽ ചെയ്യുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ ഈ പറഞ്ഞ സിസ്റ്ററുടെ ഭവനമാണോ ഇത്? ആ ജനലുള്ള മുറിക്കകത്ത് സിസ്റ്ററാണ് താമസിക്കുന്നത്? ഓ, യേശുവിൻ്റെ നാമത്തിൽ സിസ്റ്റർ സ്വന്തം കയ്യിലെടുത്ത് തലയിലോട്ട് വെച്ച് ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ, ഞാൻ കാണുന്ന കുടുംബക്കാരെല്ലാം തഴഞ്ഞിട്ടിരിക്കുന്ന ആളാണ് കേട്ടോ. പലപ്പോഴും കുടുംബക്കാരുടെ മുമ്പിൽ പോയിട്ട് ഒന്ന് തല ഉയർത്തി നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ പലപ്പോഴും ചില ചോദ്യങ്ങൾ ചോദിച്ച് നമ്മളെ വിഷമിപ്പിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അവരെല്ലാം നടുവിൽ എൻ്റെ കർത്താവ് മാനിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ദുഷ്ടൻ്റെ ആശ നശിക്കുവാൻ, പല്ലുകടി ചുരുങ്ങിപ്പോകും, ദൈവത്താൽ മാനിക്കപ്പെടും. നന്മയും കരുണയും ഉണ്ടായി വരട്ടെ, ഐശ്വര്യവും സമ്പത്തും ഉണ്ടായി വരട്ടെ, വിശാലത ഉണ്ടായി വരട്ടെ. പ്രാർത്ഥിച്ചെന്ന് അനുഗ്രഹിക്കുന്നപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓ ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവെ, ഞങ്ങളങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവെ, ഇന്ന് ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ വീടിലോട്ട് കയറി വരുമ്പോൾ തന്നെ, വീടിൻ്റെ നട കയറി വരുമ്പോൾ തന്നെ ഈ നിങ്ങൾ അറിയാമല്ലോ അരമുറി തിണ്ണ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ പലതും പല പേരാണ്. അത് കഴിഞ്ഞിട്ട് ഓപ്പൺ ആയിട്ടുള്ളൊരു വീടാണ്. അത് കഴിഞ്ഞിട്ട് നേരെ കാണുന്നത് ജനലിൻ്റെ തൊട്ട് മുമ്പായിട്ടൊരു ചിത്രം, മനോഹരമായൊരു ചിത്രം വരച്ചു വെച്ചിരിക്കുന്ന ഒരു ഭവനം. ഒരു മനോഹരമായൊരു ചിത്രം വരച്ചു വെച്ചിരിക്കുകയാണ്. ഒരു പക്ഷിയുടെ ചിത്രമാണ് ഇതിങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നത്. വീടിൻ്റെ മുൻപിൽ തന്നെ നല്ല മനോഹരമായ ചിത്രം വരച്ചു വെക്കുന്ന ഒരു ഭവനമാണ്. ആ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. അതിൻ്റെ അകത്ത് തലമുറകളെയും ദൈവം തൊടുന്നു. ആ കുടുംബത്തിൻ്റെ മേൽ ദൈവം പറയുന്നു. ആ വ്യക്തിയുടെ സഹോദരനെയും കൂടെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞങ്ങൾ ആ ഭവനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പോൾ ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഉണ്ടാകട്ടെ. സൂമിലോ ലൈവിലോ എന്നെ കാണുന്ന വ്യക്തി, ആ ഭവനത്തിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, നിങ്ങളുടെ ഭവനത്തിൽ കർത്താവ് കേൾക്കുന്ന വ്യക്തിയെ ദൈവം സാക്ഷിയാക്കാൻ. രണ്ട്, നിങ്ങളുടെ സഹോദരനെയും കൂടെ ദൈവം അതിൻ്റെ അകത്ത് സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാണ്. കുടുംബമായിട്ട് ദൈവം വലിയൊരു ദൈവപ്രവൃത്തിക്കായിട്ട് ഒരുക്കാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവെ, അങ്ങ് തൊടുന്നല്ലോ, അങ്ങ് ആ കുടുംബത്തെ അങ്ങ് സ്പർശിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കുടുംബത്തിൻ്റെ മേൽ ദൈവത്താലുള്ള സാക്ഷ്യത്തെ ഉളവാക്കുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ സാക്ഷ്യമായി തീരട്ടെ. ഞാനിന്ന് ബ്ലസ് ചെയ്യുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ സമയത്ത് ഞാൻ കർത്താവിൻ്റെ വേലയിൽ പറയാൻ വേണ്ടിയാണ് സിസ്റ്റർ മ്യൂട്ട് മാറ്റിയത്. അല്ലാത്ത പക്ഷം മ്യൂട്ട് ചെയ്യുന്നോണേ. ഈ സമയത്ത് ഞാൻ സിസ്റ്ററുടെ വീടാണത്. വീടിന്റെ മുന്നിൽ സീനറി വരച്ചിട്ടുണ്ട്. പക്ഷിയൊക്കെ ഉള്ള സീനറി ഒക്കെയാണ് ഇപ്പൊ പറഞ്ഞ സിസ്റ്ററുടെ വീടാണ്. കർത്താവ് ഇന്ന് ആങ്ങളെ തൊടാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ദൈവം ഇന്ന് കർത്താവിൻ്റെ സാക്ഷിയാക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പാ. കർത്താവിൻ്റെ നിങ്ങൾക്കിത് ഈ ആലോചന കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മുമ്പിൽ ആ ഡോറുകൾ തുറക്കും കേട്ടോ. നിങ്ങളത് തിരിച്ചറിയുന്ന നിമിഷം തന്നെ ഡോറുകൾ തുറക്കുവാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രവാചക അഭിഷേകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ദൈവം അത് വെളിപ്പെടുത്തുമ്പോൾ തന്നെ അതാരാണോ സ്വീകരിക്കുന്നത് ആ വ്യക്തിയുടെ മേൽ അതിൻ്റെ വലിയൊരു വാതിൽ തന്നെ തുറന്നു വരികയാണ്. നന്ദി കർത്താവ്. ഞാൻ ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ.
ഇന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ വിതച്ചവരെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. നിങ്ങളുടെ വിതകൾ വലിയ അനുഗ്രഹമാണ്. കാര്യം നമ്മുടെ ഫെബ്രുവരി നടക്കാൻ പോകുന്ന മീറ്റിംഗ് നമ്മൾ ചെറിയ തോതിൽ പ്ലാൻ ചെയ്ത മീറ്റിങ്ങുകളാണ്. പലപ്പോഴും ഒരു 100 പേരുടെ ഹോളിൽ പ്ലാൻ ചെയ്ത ഒരു പ്രാർത്ഥനയാണ്. പക്ഷേ ദൈവം നമ്മളെ വിശാലത വരുത്തി കർത്താവിൻ്റെ വേലയിൽ നിങ്ങൾ വിതയ്ക്കുവാനും വർദ്ധിക്കുവാനും കർത്താവ് ഇടയാക്കി തുടങ്ങുമ്പോൾ നമ്മൾ അതിരുകളെ ദൈവം വിസ്താരമാക്കി നമ്മുടെ ഓഡിറ്റോറിയങ്ങളൊക്കെ വലിയ രീതിയിൽ തന്നെ ചെയ്യുവാനും അതിൻ്റെ ക്രമീകരണങ്ങൾ അത് പ്രാർത്ഥിക്കണം. നമ്മുടെ ക്യാമറ യാത്രയിലാണ്, ബാംഗ്ലൂരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് അതിൻ്റെ സാമഗ്രികളൊക്കെ വഴിയാത്രയിൽ ആ സഹോദരൻ ഒരു ചെറിയ കാർ ഒന്ന് ബ്രേക്ക് ഡൗൺ ആയിരിക്കുകയാണ്. നമുക്ക് ആ റോഷൻ ബ്രദറിനെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ യാത്രയിലൊക്കെ ദൈവസാന്നിധ്യം കൂടെ ഇരിക്കണം. അത് വഴിയാത്രയിലാണ്. നാളെ എല്ലാ സാധനങ്ങളും എത്തും. യേശുവിനെ ഒന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ആ വാഹനം എല്ലാം പെട്ടെന്ന് അതിൻ്റെ ക്രമീകരണം ഉണ്ടായി. നമ്മുടെ ക്യാമറയും മറ്റു കാര്യങ്ങളും ലൈവിനുള്ള എല്ലാ കാര്യങ്ങളും ഓൺ ദ വേയിലാണ്. അതെല്ലാം വന്ന് അനുഗ്രഹമായി തീരുവാൻ യേശുവിൻ്റെ നാമത്തിൽ ആ മിസ്റ്റേക്കുകൾ മാറി. അത് ബാംഗ്ലൂരിലൊരു ഏതോ ഒരു സ്ഥലത്ത് അദ്ദേഹം ഇങ്ങനെ വർക്ക്ഷോപ്പിൽ നിൽക്കുവാണ്. എന്നെ വിളിച്ചായിരുന്നു രാത്രിയിൽ. അദ്ദേഹം ഒരു വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്. പക്ഷെ അത് ക്ലിയർ ആകട്ടെ. രാത്രി തന്നെ അദ്ദേഹം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ അത് റിലീസാകട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ അതിലുള്ള ക്രമീകരണങ്ങളെ കർത്താവ് ചെയ്യുന്നല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചെറിയ തോതിൽ ചെയ്യുവാൻ വേണ്ടിയിരുന്ന പ്രാർത്ഥനയാണ്. ദൈവം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിധ, അത് ദശാംശമായിക്കോട്ടെ, എല്ലാ മാസങ്ങളിലും മാറ്റിവെച്ച് വിതയ്ക്കുന്നവരുണ്ട്. അതൊക്കെ ഈ പ്രാർത്ഥനകളിൽ കർത്താവ് വലിയ അനുഗ്രഹമാക്കി മാറ്റി. നിങ്ങൾക്കത് വരുമ്പോൾ കാണാൻ പറ്റും. എല്ലാ മീറ്റിങ്ങും കാണാൻ പറ്റും. ഏറ്റവും മനോഹരമായിട്ടുള്ള ഓഡിറ്റോറിയങ്ങളാണ് കർത്താവ് നമുക്ക് വന്നിരിക്കുന്നത്. മുന്നോട്ട് ഇത് മാത്രമല്ല, ഇത് കേരളത്തിൽ ഈ ഒരു 3-4 പ്രയർ കൊണ്ട് അവസാനിക്കുന്നില്ല. അറൗണ്ട് ദ വേൾഡ്, ലോകം മുഴുവനും ഈ കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ ഇതിൽ പങ്കാളിയാകുവാനുള്ള അവസരമാണ് വിതയ്ക്കുന്നത്. ഇത് പിരിവല്ല, പിടിച്ച് മേടിക്കുവല്ല, ബ്രദറിന് കൊടുക്കുവല്ല, കർത്താവിൻ്റെ വയലിൽ വിതയ്ക്കുന്നതാണ്. വിതയ്ക്കുന്നവൻ കൊയ്യും. അത് വാരി വിതറി വിതയ്ക്കുവാൻ തക്കോണം ദൈവം സഹായിക്കും. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അത് വലിയൊരു ശേഷിപ്പ് തന്നെ കർത്താവ് ചെയ്തിരിക്കുന്നതിന് നന്ദി പറയുന്നു. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നല്ലോ. ഇനി വരാൻ പോകുന്ന മീറ്റിങ്ങിൻ്റെ ഓർത്തുകൾ പ്രാർത്ഥിക്കണം. എൻ്റെ കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. കാര്യം വെച്ചാൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവിടെ നിൽക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ എൻ്റെ നാവിൻ്റെ മേൽ വചനം വെളിപ്പെടേണ്ടത് മാത്രമല്ല, നിങ്ങളോട് ദൈവത്തിൻ്റെ ആലോചന പറയുവാൻ എന്നെ മാനസികമായും ശാരീരികമായും ബലപ്പെടുത്തണം. പലപ്പോഴും നമുക്കറിയാം, അവിടെ നിൽക്കുന്ന സമയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മണിക്കൂറുകൾ, ഒരു രാത്രി മൊത്തം നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ നിൽക്കുമ്പോൾ സ്ട്രെങ്തോടെ നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് ബ്രദറിനെ ബലപ്പെടുത്തണം, ബ്രദറിനെ ശക്തീകരിക്കണം, ബ്രദറിൻ്റെ മനസ്സും ശരീരവും ചിന്തയൊക്കെയും ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായ അന്നത്തെ ദിവസം വരാൻ വേണ്ടി. ഞാൻ പറഞ്ഞില്ല, കർത്താവ് എന്നോട് സംസാരിക്കുന്നത് നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആ ഒരു ചാലകം പരിശുദ്ധാത്മാവ് എല്ലാ കാര്യവും നമുക്ക് എല്ലാം അനുകൂലമാകണം. കാലാവസ്ഥ അനുകൂലമാകണം. വഴിയാത്രയിലൊക്കെയും ഇത്രയും നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഇത്രയും ദൂരത്തു നിന്നാണ് യാത്ര ചെയ്ത് വരുന്നത്. ആ യാത്രയൊന്നും 1% പോലും, ഒരു ക്ഷീണം പോലും ബോഡിയിൽ വരാതെ, ഒരു ക്ഷീണം പോലും ഉണ്ടാകാതെ കർത്താവ് സഹായിക്കേണ്ടതിന് മുന്നോട്ട് അവിടെ ചെല്ലുമ്പം മാനസികമായിട്ടോ ശാരീരികമായിട്ടോ എല്ലാം ബലമായി മാറാൻ വേണ്ടിയും എല്ലാ കാര്യവും അനുഗ്രഹമായി തീരാൻ വേണ്ടിയും നമ്മുടെ വർഷിപ്പ് ചെയ്യുന്ന സഹോദരങ്ങളുണ്ട്, അതിൻ്റെ ക്യാമറയുടെ ആൾക്കാരുണ്ട്, അതിൻ്റെ പിന്നിൽ ഓടി നടക്കുന്ന സഹോദരന്മാരുണ്ട്, ശുശ്രൂഷകരുണ്ട്. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവരോടൊക്കെ തളർന്നു പോകാതെ ഓരോ ദിവസവും അവരെ ബലപ്പെടുത്തേണ്ടതിന് പ്രാർത്ഥിക്കണം. ഏറ്റവും വലിയൊരു അനുഗ്രഹം എറണാകുളം പട്ടണം, കൊല്ലം, തൃശ്ശൂർ, കോട്ടയം ഇതുവരെ കണ്ടിട്ടില്ലാത്ത കർത്താവെ, അങ്ങയുടെ വലിയൊരു കൊടുങ്കാറ്റടിക്കുന്ന രീതിയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രൊഫറ്റിക്കൽ ആൻഡ് ഹീലിംഗ് മീറ്റ് കർത്താവെ അവിടെ കാണുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തീകരിക്കണം. അപ്പോൾ അങ്ങയുടെ സഹായം കൂടാതെ ഒന്നും നടക്കത്തില്ല. അപ്പോൾ അങ്ങ് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് സ്വതമായിട്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല. യേശുവേ, ഞങ്ങളെ ബലപ്പെടുത്തുന്നതിന് നന്ദി പരിശുദ്ധാത്മാവേ. അങ്ങയുടെ ശുശ്രൂഷയാണ്, അങ്ങയുടെ കൃപയാണ്, അങ്ങയുടെ സാന്നിധ്യമാണ്. അപ്പോൾ അങ്ങയുടെ വലിയ മഹത്വം അവിടെ വെളിപ്പെടുത്തണേ. അപ്പോൾ എല്ലാവരും പറയും, കർത്താവായി യേശുവിനെ കാണണം, യേശുവിനെ കാണണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞത് നിങ്ങളെല്ലാവരും, യേശുവേ അങ്ങ് എന്നെ തൊടണേ, അങ്ങ് എന്നെ കാണണമേ, അങ്ങ് എന്നെ സ്പർശിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടെ വരിക. ദൈവം നിങ്ങളെ തൊടും, ദൈവം നിങ്ങളെ സാക്ഷിയാക്കും. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വിതച്ചവരെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. എനിക്കറിയാം സമയം ഒത്തിരി കയറിപ്പോയി. അങ്ങനെ ഒരു നിയോഗം വന്നതുകൊണ്ടാണ് ഞാൻ പിന്നെയും കർത്താവോട് വീണ്ടും പ്രവചിക്കുവാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ കയറിപ്പോയത്. പിന്നെയും കർത്താവ് സഹായിക്കട്ടെ. പിന്നെയും വിതയ്ക്കുക. ഞാൻ പറഞ്ഞില്ലേ, കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങളത് ഒരു എല്ലാ ദിവസങ്ങളിലും, ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്, എല്ലാ ദിവസങ്ങളിലും നമ്മൾ കർത്താവിൻ്റെ വേലയിൽ വേണ്ടി മാറ്റിവെക്കുക. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ഇവിടെ തന്നില്ലേലും കുഴപ്പമില്ല, നിങ്ങൾ ഈ മിനിസ്ട്രിയിൽ നിങ്ങൾ വിതച്ചില്ലേലും കുഴപ്പമില്ല, നിങ്ങൾ ഏത് സഭയിലോ എവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളടത്ത് വിതയ്ക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നിയോഗം തരുവാണ്, ഇന്ന് ഈ ഒരു ശുശ്രൂഷയിൽ വിതയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിയോഗം ഉണ്ടെങ്കിൽ മാത്രമേ വിതയ്ക്കാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് വിതയ്ക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ വിത്ത് മാറ്റി വെക്കുന്നത് പോലെ എല്ലാ ദിവസവും എല്ലാ മാസവും ഇങ്ങനെ നിങ്ങൾ മാറ്റി വെക്കുക, കർത്താവിൻ്റെ വേലയിൽ മാറ്റി വെക്കുക. അത് നിങ്ങൾക്ക് വിത്താണ്.
എവിടെ വിതയ്ക്കും നിങ്ങൾ ഇഷ്ടം ഒന്ന് പ്രാർത്ഥി. കർത്താവേ, ഞാൻ എവിടെയാണ് പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ വേലയിൽ വിതയ്ക്കേണ്ടതെന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം നിയോഗം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ വിതയ്ക്കുക. അല്ലെങ്കിൽ ഒരു നിർബന്ധവുമില്ല. നിങ്ങളുടെ ഉള്ളിൽ ദൈവാത്മാവ് തരുന്നുണ്ടെങ്കിൽ മാത്രം വിതയ്ക്കുക. അല്ല, ഒരു നിർബന്ധവും ഇതിൻ്റെ അകത്തില്ല. ഇവിടെ തന്നെ വിതയ്ക്കണ നിർബന്ധമില്ല. ചിലർ പറയും ഇല്ല ബ്രദറെ തന്നില്ല കുഴപ്പമുണ്ട്. ഒരു കുഴപ്പമില്ല. ദൈവം നിങ്ങൾക്ക് നിയോഗം ഉണ്ടെങ്കിൽ എവിടെയും കൊടുക്കാം. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വിതച്ചവരെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നതിന് നന്ദി പറയുന്നു. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ എപ്പോഴും ഞാൻ പറയുന്നുള്ളത് പോലെ തന്നെ വീണ്ടും പറയുകയാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ചുരുക്കം വാക്കുകളിൽ വേഗത്തിൽ സാക്ഷ്യമുള്ളൊരു സമയം മുന്നോട്ട് പോകാൻ എനിക്കറിയാം. ഇല്ലേ കുഴപ്പമൊന്നുമില്ല. നാളെ പറഞ്ഞാലും മതി. ഉള്ളവരുണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞോട്ടെ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ പറയാം. ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. പറഞ്ഞു. എനിക്ക് യൂറിന്റെ ഇൻഫെക്ഷൻ ആയിട്ട് 2 ആഴ്ച ഗുളിക കഴിച്ചോണ്ടിരിക്കായിരുന്നു. ഇന്നിപ്പോ നേരം വെളുത്തപ്പോ ഗുളിക കഴിഞ്ഞു. അപ്പൊ ഞാൻ കർത്താവെ ഗുളിക കഴിഞ്ഞു, ഞാൻ എന്താ ചെയ്യാ? ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ അങ്ങോട്ട് തിരുമുറിവില്ല, എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു അപ്പ എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കിപ്പോ ഇത് ഇന്നലെ ഗുളിക കഴിഞ്ഞു. ഇന്നലെയും ഇന്നും എനിക്ക് ആ പ്രശ്നം ഉണ്ടായിട്ടില്ല. യേശുവേ സ്തോത്രം അപ്പ. ആമേൻ. കർത്താവ് അങ്ങ് സൗഖ്യമൊക്കെ ഇറക്കാൻ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ പേടി വന്ന് ഗുളിക തീർന്നപ്പോൾ പക്ഷേ ഉടനെ എന്ത് ചെയ്തു? യേശുവിൻ്റെ മരുന്നോർത്തു. കർത്താവെ അങ്ങയുടെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു പറഞ്ഞു. ഇപ്പോൾ വേദനയില്ല, ഒന്നുമില്ല. എല്ലാ ബുദ്ധിമുട്ടും യേശു മാറ്റി. അങ്ങ് തൊട്ടതിന് നന്ദി. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ സാക്ഷിയോട് പറയണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ആധാരത്തിന്റെ വിഷയം പറഞ്ഞായിരുന്നല്ലോ. അതായത് ഞാനത് നേരത്തെ ബ്രദറിന്റെ ഒരു മെസ്സേജ് അയച്ചിരുന്നു. എന്റെ പപ്പായും മമ്മിയും മരിച്ചുപോയി. പപ്പായുടെയും മമ്മിയുടെയും വസ്തു ഞങ്ങളത് ആധാരം എഴുതി. പപ്പ വില്ല് എഴുതാതാണ് മരിച്ചത്. അത് കാരണം ഞങ്ങൾക്ക് ആ വസ്തു, ഞങ്ങൾ 6 സഹോദരങ്ങളാണ്, 6 പേരുടെയും പേർക്ക് ഞങ്ങൾ ആധാരം എഴുതി. അതിലൊരു സഹോദരി സഹകരിച്ചില്ല. ആ സഹോദരി കേസ് കൊടുത്തിരിക്കുകയാണ് ആധാരം അസ്ഥിരപ്പെടുത്തണമെന്നും പറഞ്ഞ് ഞങ്ങൾ എഴുതിയ ആധാരം. അപ്പൊ അതാണ് ബ്രദർ പറഞ്ഞ ഇപ്പൊ പറഞ്ഞ. അതായത് സിസ്റ്റർ ഈ വിഷയം എനിക്ക് അയച്ചു, പക്ഷെ ആധാരം എങ്ങനെയാ വെച്ചേക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു അല്ലേ? അതെ അതെ അതെ. അതതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സിസ്റ്ററുടെ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മേൽ യേശു കണ്ടു. അതിൻ്റെ മറുപടിയാണ്. കാര്യം സിസ്റ്റർ പ്രെയർ റിക്വസ്റ്റ് അയച്ചു, പക്ഷേ ആധാരം എങ്ങനെ വെച്ചിരിക്കുന്നോ, എവിടെ വെച്ചിരിക്കുന്നോ, എങ്ങനെ പൊതിഞ്ഞിരിക്കുന്നു എന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ കർത്താവ് അത് വെളിപ്പെടുത്തി. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആ വിഷയത്തെ യേശു തൊട്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഇനി പേടിക്കേണ്ട, ഇത് സീസണാണ്, തമ്പുരാനെ സ്പർശിച്ചിരിക്കുന്നത് കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. യേശുവിൻ്റെ നാമത്തിൽ. എന്തോ അതെന്റെ മുറിയില തൈലിന്റെയും പടം ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മുറിയിലെ കിടപ്പ് മുറിയിലെ. തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇഷ്ടികയുടെ രൂപത്തിലല്ലേ? അതെ അതെ, ഏറ്റെടുത്തോ കേട്ടോ, ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞില്ല, ഒരേ ആലോചന ഉണ്ടെങ്കിൽ നിങ്ങളത് ഏറ്റെടുത്തോണം. കർത്താവ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും കൂടെ യൂട്യൂബിൽ കേൾക്കുക. എന്താ അതുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം സംസാരിച്ചത് അത് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണം. ഞാൻ പറഞ്ഞില്ല, ആമേൻ പറഞ്ഞ് സ്വീകരിക്കുമ്പോൾ ആ വഴി തുറക്കുക. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. എന്റെ വീട്ടിലും അങ്ങനെ ഒരു ഡിസൈൻ ഉണ്ട്. ഹാളില് തന്നെ റൈറ്റ് സൈഡില് ബ്രദർ പറഞ്ഞു. പിന്നെ വീടിന്റെ അകത്തിന്റെ ഉള്ളില് മോറത്തിന്റെ ഉള്ളില് കപ്പ കൊണ്ടു വെച്ചേക്കുന്നത്. കപ്പ അത് സിസ്റ്ററുടെ ഭവനമാണോ? ആലോചന പറഞ്ഞതാണ്. ഓ, അതായത് ആ കപ്പ മുറത്തിന്റെ അകത്ത് ഇരിക്കുന്നത് പറഞ്ഞ സിസ്റ്ററാണോ? വെള്ളം ഇരിക്കുന്നൊക്കെ പറഞ്ഞത്? അതെ അതെ. ആ വെള്ളം കുടിച്ചത് ആരായിരുന്നത്? ഹലോ, ഈ വെള്ളം ഇരിക്കുന്നതും കപ്പ പാത്രത്തിരിക്കുന്നതും പറഞ്ഞ സിസ്റ്ററുടെ ഭവനത്തെ പറ്റിയാണോ? വെള്ളം കുടിച്ചിട്ട് മകളാണോ ഭർത്താവാണോ എന്ന് എനിക്കറിയില്ല. ഞാനിവിടെ പ്രേരണയിരിക്കായിരുന്നു. അപ്പൊ അവര് ഊണയിച്ചിട്ട് പോണ സമയത്ത് വെച്ചതാണ്. ഓ, അത് വലിയൊരു സാക്ഷ്യം സിസ്റ്റർ. ഇതൊരു കാര്യം ചെയ്യണം സിസ്റ്റർ. നാളെ സിസ്റ്റർ ഒന്നുകൂടെ എന്നെ ഓർപ്പിച്ചോണം. കാര്യം ഇതിൻ്റെ അകത്ത് വലിയൊരു നന്മ. ആ വെള്ളം കുടിച്ചത് ആരാതൊന്ന് ചോദിക്കണം. കാര്യം വെച്ചാൽ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എന്നെ കാണിച്ചതാണ്. ആ കുടിച്ച വെള്ളത്തെ കുടിച്ച ആളെ ദൈവം തൊടുവാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം നാളെ ഞാനിതൊന്ന് ചോദിക്കും. അപ്പോൾ സിസ്റ്റർ ഒന്ന് റെഡി ആയിട്ട് തോണം. ആ വ്യക്തി ആരാണോ, അത് കർത്താവ് എത്രത്തോളം നമ്മളെ കാണുന്നു എന്നുള്ളതിൻ്റെ വലിയ തെളിവാണത്.
ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി എന്ന് കാണാൻ വേണ്ടി പോകട്ടെ. ആ വ്യക്തിയോട് ചോദിച്ചിട്ട് നാളെ കൊണ്ട് പറയണം സൂമി വരുമ്പോൾ കേട്ടോ. ഞാൻ ചോദിക്കുവേ. ലൂസി എന്നല്ല സിസ്റ്റർ പേര് ഇപ്പോൾ കാണിക്കുന്നത് പേര് അതെ. അപ്പോൾ എല്ലാവരും ഒന്ന് ഓർത്തോണം ഈ സൗകര്യയുടെ കാര്യം ചോദിക്കാം. അപ്പം ചോദിക്കുക. നാളെ ആ വ്യക്തിക്കൂടെ ഞാൻ പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാ കേട്ടോ. ഓക്കെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, ഇപ്പൊ എന്തോ? ചാണ്ടി എന്ന് പറഞ്ഞ എന്റെ വല്യപ്പച്ചനാണ്. അപ്പൊ ഒരു മോളുണ്ടെന്ന് പറഞ്ഞ എന്റെ ആന്റിയാ. അത് ഏറ്റെടുത്തു സിസ്റ്ററെ. കർത്താവ് അത് ആ ദൈവാത്മ ഇടപെട്ടതാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആലോചന ഒന്നും കൂടെ യൂട്യൂബിൽ കേൾക്കുക. അത് എന്നിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം കേട്ടോ. വലിയൊരു സാക്ഷ്യമാക്കി മാറ്റും. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ബ്രദറെ, എന്തോ? എന്റെ മോള് ഇങ്ങനെ ഇറിറ്റേറ്റ് ആകുവേ പെട്ടെന്ന്, പിന്നെ അതുപോലെ ദേഷ്യം. അതിന് ഞാൻ ഏത് വചനം വെച്ച് പ്രാർത്ഥിക്കുക? സിസ്റ്ററെ, ഇരമ്യാ പ്രവാചന പുസ്തകത്തിൽ യശാവിന്റെ പുസ്തകത്തിൽ വാക്യമുണ്ട്, ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജ പറയും. മോളുടെ പേരെന്താണ്? മോളുടെ പേര് അലീനേനെ യഹോവ, അലീനെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട സന്തതി എന്ന് പറയും. യശയാവ് 61:9 അത് പറയുക. ഞാൻ ശ്രദ്ധിച്ചോണം, അത് പറയുമ്പോൾ ശ്രദ്ധിച്ചോണം. അത് പറയുന്ന ടൈമിൽ നിങ്ങൾ സിസ്റ്റർ പറയണം, ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആ മകളെ പറ്റി പറയണം. അവളുടെ മേലുള്ള സകല പിശാചിന്റെ പ്ലാനുകളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു പറയണം. എന്നിട്ട് വേണം വചനം പറഞ്ഞു കേട്ടോ. വലിയൊരു സാക്ഷ്യമായിട്ട് വലിയൊരു ആള് മാറിയവളെ പോലെ ഞാൻ കാണാൻ വേണ്ടി പോകുന്നു പറയണം. കർത്താവ് അത് സാക്ഷിയാക്കും കേട്ടോ സിസ്റ്റർ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു സിസ്റ്റർ. ഉറക്കെ പറയാമോ? ഞാൻ ഇന്നലെ വയനാട് ആഴ്ചയായിട്ട് ഇങ്ങോട്ട് പോരാൻ വേണ്ടി കോതമംഗലത്തേക്ക് പോരാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പൊ ഒരു വൈകുന്നേരം ഒരു 5-5:30 ആയപ്പോ ഞാന് പറമ്പിൽ കൂടി നടക്കുമ്പോ പെട്ടെന്ന് എന്തെങ്കിലും തട്ടിയൊന്ന് വീണു. വീണപ്പോ എന്റെ കൈ ഒരു മരത്തിന്റെയും ഈ കുരുമുളക് വള്ളീന്റെ ഇടയ്ക്കായി എന്റെ കൈ കുടുങ്ങിപ്പോയി. കൈ കുടുങ്ങി നടുവിലത്തെ വിരൽ ഇങ്ങനെ മേലോട്ട് വളഞ്ഞുപോയി. അപ്പൊ പെട്ടെന്ന് തന്നെ കൈ നീരൊക്കെ വെച്ചു. ഞാൻ വേഗം വെള്ളം കുട്ടിയൊക്കെ തിരുമ്മിയിട്ട് ഞാൻ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ എനിക്ക് ബാഗൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ലഗേജ് ഉണ്ടായിരുന്നു. അപ്പൊ അത് വണ്ടിയിൽ കയറ്റി കൊണ്ടുവരാൻ എനിക്ക് ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത്രയും ഞാൻ എന്ത് ചെയ്യുന്നു ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവത്തോടെ പ്രാർത്ഥിച്ചു. എനിക്ക് ദൈവത്തിന് മുറിവിനാൽ എനിക്ക് കൈക്ക് സൗഖ്യം തന്നതിനായി സ്തോത്രം പറഞ്ഞു. അപ്പൊ എനിക്ക് വൈകുന്നേരം കുറെ കഴിഞ്ഞപ്പോഴത്തേനും വേദന കുറഞ്ഞു നീരൊക്കെ കുറച്ച് കുറഞ്ഞു വന്നു. ഫസ്റ്റ് ഇപ്പൊ ഞാൻ സ്വന്തം തന്നെ വണ്ടിയിൽ ബാഗൊക്കെ എടുത്ത് വെച്ച് കയറി പോകുന്നു. ഇപ്പൊ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇന്നിപ്പോ അത് വലിയൊരു സാക്ഷിയാണ്. അത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് എന്തോ പോലെ ഇപ്പോൾ കാര്യം വീണിട്ട് ആ വിരലും മുകളിലോട്ട് കയറി വന്ന് അത് നിങ്ങൾക്കറിയാം. അത് കിടപ്പോൾ തന്നെ മനസ്സിലായില്ല അത് എന്തെങ്കിലും ഒടിവോ ചതവോ നമുക്കറിയത്തില്ല. അത് പെട്ടെന്ന് നീര് വന്നു, വേദനയായിരുന്നു. പക്ഷേ സിസ്റ്റർ എന്ത് ചെയ്തു? യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. ആ ഒരു പ്ലാസ്റ്ററോ ഒന്നും വിടാതെ തന്നെ കർത്താവ് ഇന്ന് പറഞ്ഞ പോലെ പൂർണ്ണ സൗഖ്യം. കർത്താവ് ആ വീഴ്ച നിമിത്തം നമുക്കറിയാം വിരലങ്ങനെ പൊങ്ങിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ പെട്ടെന്ന് ഇതായിപ്പോയി. ആ മുറിവോ ചതവോ പൊട്ടലോ എന്തോ ആയിക്കോട്ടെ, പക്ഷേ യേശുവിൻ്റെ മുറിവിനാൽ അസ്ഥിയോട് ചേർന്നിരിക്കും. അത് സൗഖ്യം കൊടുത്തതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അനേക രോഗികളെ സൗഖ്യമാക്കുക യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു സിസ്റ്റർ. എന്തോ കേൾക്കുന്നുണ്ട്? സ്നാനപ്പെടുന്നതിന് 2 മാസം മുൻപാണ് എനിക്ക് അന്യഭാഷ കിട്ടി. പക്ഷെ എനിക്കത് അന്യഭാഷ അറിയത്തില്ലായിരുന്നു. പക്ഷെ എന്തൊക്കെയോ എന്റെ വാ നിറച്ച് ഇങ്ങനെ എന്തൊക്കെയോ ഞാനിങ്ങനെ സംസാരിച്ച് പെട്ടെന്ന് എനിക്കത് പിടികിട്ടില്ല. പക്ഷെ ഞാൻ ഇത് എന്തുവാ ഞാൻ എന്തോ പറയുന്നത് എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ഞാൻ ഇതെന്തൊക്കെ പറയുന്നു ചോദിച്ചു. ഞാനിങ്ങനെ നോക്കിയപ്പോ എല്ലാരും ഇങ്ങനെ ഞാൻ കണ്ണ് തുറന്നു നോക്കിയപ്പോ തന്നെ മറ്റുള്ളവരും ഇങ്ങനെ പറയുന്നു. പക്ഷെ അന്ന് ഈ അന്യഭാഷയുടെ മഹത്വം ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാനപ്പം പറഞ്ഞു, ഇവരൊക്കെ പറയുന്ന കണക്ക് ഞാൻ എന്തൊക്കെയോ പറയുന്നല്ലോ, എനിക്ക് വേണ്ട, എന്റെ നാവിന്ന് ഇത് വേണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അതിനുശേഷം എനിക്ക് ഇന്ന് വരെ അന്യഭാഷ പറയാൻ പറ്റുന്നില്ല. ബ്രദറെ, ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. സിസ്റ്ററെ, ഞാനിപ്പോൾ ഒരു വാക്ക് സിസ്റ്റർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. ഇപ്പൊ അത് തുറക്കാൻ വേണ്ടി പോവാണ്. ഹൃദയത്തിൽ ഇപ്പൊ സിസ്റ്റർക്ക് ആ വാക്കുകൾ ഓർമ്മയുണ്ടോ പറഞ്ഞത്?
എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ എനിക്ക് അതിങ്ങനെ എന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ എന്റെ നാവിന് ഭയങ്കര കട്ടി പോലെ എനിക്ക് ഇപ്പം പറയാൻ ഞാൻ പ്രാർത്ഥിക്കുക സിസ്റ്റർ, അത് നാവിൽ സിസ്റ്റർ ഇപ്പം ഞാൻ പറയുന്ന ഇപ്പം പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ അത് റിലീസ് ചെയ്തോണം. യേശുവിൻ്റെ നാമത്തിൽ അത് ധൈര്യത്തോടെ റിലീസ് പുറത്തോട്ട് നാവിലൂടെ അതിനെ പുറത്തോട്ട് എടുത്തോണം. ഇന്ന് മുതൽ അന്യഭാഷ പറയാൻ വേണ്ടി ആ കൃപ വീണ്ടും വർദ്ധിക്കാൻ വേണ്ടി പോവാണ്. ഞാനിപ്പോൾ ആത്മാവിൽ സിസ്റ്ററുടെ സ്പിരിറ്റിനെ യേശുവിൻ്റെ നാമത്തിൽ സ്പർശിക്കുകയാണ്. ആ നാവിൽ ഇപ്പം തന്നെ വരുന്ന ഭാഷയൊന്ന് പറഞ്ഞു തുടങ്ങിക്കണം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ആ ഭാഷ വരത്തെ ഇന്ന് നാവിൻ്റെ മേൽ ഇന്ന് വെച്ചിരിക്കുന്ന സകല കെട്ടും പൊട്ടട്ടെ. യേശുവിൻ്റെ സിസ്റ്ററെ പറഞ്ഞ് ആ വാവുകൊണ്ട് പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ ആ നാവിലൂടെ വന്നിരിക്കുന്ന ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവയാവും ആ അകത്ത മനുഷ്യനിൽ നിന്നും അത് ശരീരത്തിലേക്ക് സ്പ്രെഡാകട്ടെ, ആത്മാവിലേക്ക് തീ കത്തട്ടെ. ഇപ്പോൾ തന്നെ ശരീരത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവേ അങ്ങയുടെ ശക്തി വ്യാപരിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സിസ്റ്ററെ ഇപ്പത്തിൻ്റെ നാവ് കൊണ്ട് ആ വാക്ക് ഒരു വാക്കേ വന്നുള്ളെങ്കിലും പറയാൻ തുടങ്ങി യേശുവിൻ്റെ നാമത്തിൽ നാവ് കൊണ്ട് പറഞ്ഞ് അതിപ്പോൾ തന്നെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവിൻ്റെ കൃപ പ്രിയമകളുടെ ശരീരത്തിൻ്റെ മേൽ നിറയട്ടെ. ആ ഭയം വിട്ടുമാറട്ടെ, ആ ഭാരം വിട്ടുമാറട്ടെ, ആ പ്രയാസം വിട്ടുമാറട്ടെ. ഇപ്പോൾ തന്നെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ നാവിൻ്റെ മേൽ തീ കത്തട്ടെ, നാവിൻ്റെ മേൽ തീ കത്തട്ടെ. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പാ. അങ്ങ് തൊട്ടതിന് നന്ദി, സൗഖ്യമാക്കിന് നന്ദി, പ്രിയ മകളുടെ നാവിൻ്റെ കെട്ടഴിച്ചതിന് നന്ദി അപ്പാ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആ മിസ്റ്ററെ ഇപ്പം തന്നെ അത് പറഞ്ഞു കേട്ടോ. ഇപ്പം അത് പറയാൻ പറ്റിയില്ല സിസ്റ്റർക്ക്, അത് പറഞ്ഞു ധൈര്യമായിട്ട്. അത് സിസ്റ്ററുടെ ഭയമാണ്. ആ നാവിൻ്റെ കെട്ട് ഇപ്പം മാറിയിരിക്കുന്നു. ധൈര്യത്തോടെ പറ, അത് ഭയമാണ് സിസ്റ്ററെ ഭരിക്കുന്നത് കേട്ടോ. ആ പറഞ്ഞ് ധൈര്യമായിട്ട് പറ, ആ വാക്കങ്ങ് പറഞ്ഞേ, ആ വാക്ക് പറഞ്ഞ് അന്യഭാഷയുടെ വാക്ക് സിസ്റ്റർ ഒന്ന് പറ, ഒരു മടിയും വേണ്ട. ഇനി അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് പറഞ്ഞു തുടങ്ങി. നിങ്ങളുടെ ഉള്ളിലെ ഭയമാണത്. ആ ഭയം അന്യഭാഷ പറയുമ്പോൾ തന്നെ മാറും. ആ ഒരു വാക്കുള്ളിൽ സിസ്റ്റർ ഒന്ന് പറഞ്ഞേ, ഒറ്റ വാക്ക് മനസ്സിൽ വരുന്നത് യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞേ, യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞേ, ധൈര്യമായിട്ട് പറ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഞങ്ങൾ ആ സകലത്തെ ഭയത്തെ ഞങ്ങൾ കണ്ണടച്ച് യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞ് ഇൻ ദ നെയിം ഓഫ് ജീസസ് തുറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തുറക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തുറക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തുറക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് റിലീസ് ചെയ്യുന്നപ്പാ. അങ്ങ് തുറന്നതിന് നന്ദി. ആ മിനിസ്റ്റർ ഇപ്പം ആ വാക്ക് വന്നു കേട്ടോ. ആ വാക്കാ വന്നല്ലോ, സ്വോത്രം. അത്രയേ ഉള്ളൂ കേട്ടോ. അതിന് ധൈര്യത്തോടെ പറഞ്ഞു. ഇപ്പോൾ തുറന്നു, ഇപ്പോൾ നാവിൻ്റെ കെട്ടും എല്ലാം മാറി. ഇനി നാളെ മുതൽ 9 മണിയാകുമ്പം അന്യഭാഷ പ്രാർത്ഥനയ്ക്ക് കയറിക്കുവാണം. എന്നിട്ട് അങ്ങ് ഒഴുകട്ടെ അന്യഭാഷ. ആ പുതിയ ഭാഷ കൂടെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇത്രയേ ഉള്ളൂ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദർ, എന്റെ പേര് ലളിത. ഞാന് കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. ഇന്ന് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു ലിങ്ക് അയച്ചു തന്നു. സാധാരണ എനിക്ക് ഈ സമയം സൂം ഞാൻ അറ്റൻഡ് ചെയ്യല്ല, കാരണം എനിക്ക് റേഞ്ച് ഉണ്ടാവില്ല ഈ സ്ഥലത്തൊന്നും. പക്ഷെ ഞാൻ ഈ ഇതിലേക്ക് എൻ്റർ ആയപ്പോ കുറച്ച് ഇങ്ങനെ കട്ടായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. ഞാൻ അങ്ങനെ സൂമിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രാർത്ഥന അറ്റൻഡ് ചെയ്യുന്നത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ബ്രദർ. തീർച്ചയായിട്ടും സിസ്റ്റർ, സന്തോഷമാണ് സിസ്റ്റർ കയറിയിട്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇപ്പം തന്നെ യേശുവിനകത്ത് ബ്ലസ് ചെയ്യുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ തുറക്കട്ടെ, രാജ്യങ്ങളുടെ വാതിൽ തുറക്കട്ടെ. ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇന്ന് വലിയൊരു യാത്രയ്ക്ക് വേണ്ടി കർത്താവ് ഒരുക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ ഗോഡ് ബ്ലസ് യു. കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വാക്കിങ്ങനെ പറയുകയാണ്. 2 വ്യക്തികളെ കർത്താവ് തൊടും. ആ 2 വ്യക്തികളെ കർത്താവ് സാക്ഷ്യമാക്കും. 2 മെയിലാണ്. 2 പേരെ കർത്താവ് തൊടുന്നു. വലിയൊരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് എറണാകുളത്ത് വെച്ച് കാണാം കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ സാക്ഷിയുള്ള ഒരു വേഗത്തിൽ പറഞ്ഞോട്ടെ. നമുക്ക് പെട്ടെന്ന് ഒത്തിരി കയറിപ്പോയ സമയം. ബ്രദർ, ഇന്നലെ പറഞ്ഞ ആലോചന 30 വയസ്സിനകത്തുള്ള ഒരു ആളുടെ അമ്മ ഭാരപ്പെടുന്നു, മാല മാറി. അത് ഞാനിങ്ങനെ എൻ്റെ മോളുടെ കുടുംബജീവിതമായിട്ട് പ്രശ്നവും ഒക്കെ ആയിട്ടിരിക്കുമായിരുന്നു. മോളുടെ എക്സാമിന് മോൾക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല എന്ന് അവരുടെ ഇടയിൽ ഒരു പ്രശ്നമായി. ഒരിക്കൽ ബ്രദറിനെ വിളിച്ചിരുന്നു. അപ്പം മോളുടെ നാത്തൂന്റെ കല്യാണം വെച്ചിട്ട് അവളുടെ
കഴുത്തിലെ ആ മാല മാറി വേറൊരു മാല ഇങ്ങനെ എടുത്തിടുകയൊക്കെ ചെയ്തായിരുന്നു. ഉം. അത് ഏറ്റെടുക്കുന്നു ബ്രദർ. തീർച്ചയായിട്ടും സിസ്റ്ററെ, കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റാൻ ഇടയായിത്തീർന്നും, കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റാൻ ഇടയായിത്തീരും. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ പ്രാർത്ഥനകളെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. കാര്യം ഒത്തിരി സമയം നമുക്ക് മുന്നോട്ട് പോയി. ഇന്ത്യൻ സമയത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒത്തിരി ലേറ്റായി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് നാളെ വീണ്ടും ഒരുമിച്ച് കൂടാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾക്കായിട്ട് മുന്നോട്ട് പ്രാർത്ഥിക്കുക. യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവരൊക്കെ റെഡിയാകുക. എറണാകുളത്തോട്ടും കൊല്ലത്തും കോട്ടയത്തോട്ടും എല്ലാ സ്ഥലത്തോട്ടും വരിക. ഒരുമിച്ച് നമുക്ക് കൂടാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം, വലിയ ദൈവപ്രവർത്തിക്കായിട്ട് ഒരുങ്ങാം. ഇപ്പം തന്നെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുക. നിങ്ങളുടെ ചുറ്റുവട്ടമുള്ള ആൾക്കാരൊക്കെ പറയുക, നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. കർത്താവ് വലിയ കാര്യം, അവളെ വിളിച്ചുകൊണ്ട് പറയണം, കർത്താവ് തൊടുവെന്ന് പറയും. നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. ആ വ്യക്തിയെ കർത്താവ് തൊട്ട് അവരുടെ ജീവിതത്തെ ദൈവം മാറ്റുമെന്ന് നിങ്ങളൊരു മുഖാന്തരമായി കർത്താവ് തീർക്കും. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. ലൈവിൽ കാണുന്നവരെ ബ്ലെസ് ചെയ്യുന്നു. എല്ലാ ദിവസവും നമുക്ക് ഒരുമിച്ച് കൂടാൻ നിങ്ങൾക്ക് എല്ലാവരും